ഗേറ്റിലൂടെ കടന്നുവന്ന പോലീസ് ജീപ്പിന്റെ ശക്തിയേറിയ വെളിച്ചം ആശുപത്രിയുടെ കോറിഡോറിലേക്ക് പ്രതിഫലിച്ചു. ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും രാത്രിയെ കുറെ കൂടി ഭീകരമാക്കി. ജീപ്പിൽ നിന്നും SI ഹരിയും മറ്റു പോലീസുകാരും പുറത്തിറങ്ങി നേരെ റിസപ്ഷനിലേക്ക് നടന്നു. അവരുടെ നടത്തം വീക്ഷിച്ചുകൊണ്ടിരുന്ന 2 കണ്ണുകൾ ലേബർ റൂമിനരികിലൂടെ എങ്ങോട്ടോ അപ്രത്യക്ഷമായി. സോമൻ ചേട്ടാ, മുൻവശത്തെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് അവിടെ സെക്യൂരിറ്റി റൂമിനടുത്ത് സർവൈലൻസിൽ നിന്നോളൂ. നമ്മളറിയാതെ ഒരു ഈച്ച പോലും പുറത്തു പോകാൻ പാടില്ല. നടക്കുന്നതിനിടയിൽ ഹരി പറഞ്ഞു. ഹരിയുടെ ഉദ്ദേശം മനസ്സിലാക്കിയ പോലെ സീനിയർ CPO സോമൻ സെക്യൂരിറ്റിയുടെ ക്യാബിനിലേക്ക് പോയി. ബോഡി എവിടാ കിടക്കുന്നത്? ഹരിയുടെ ചോദ്യം കേട്ടപാടെ അറ്റൻഡർ ലൂയിസ് മറുപടി പറഞ്ഞു. മുകളിലെ കോറിഡോറിലാണ് സർ. എടോ വിനീതേ, താനും അവനും ഇവിടെ തന്നെ വേണം. അവർക്ക് ഓർഡർ കൊടുത്തുകൊണ്ട് ഹരിയും SI കിരണും മുകളിലേക്ക് പോയി. കോറിഡോറിലെ ബോഡി കണ്ട് ഹരിയുടെയും കിരണിന്റെയും കണ്ണുകളിൽ ഭയം ജനിച്ചു. 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഡോക്ടറുടെ ശരീരത്തിൽ നിന്നും 2 കൈകളും 1 കണ്ണും വേർപെട്ട് കിടക്കുകയായിരുന്നു. ചുറ്റിലും രക്തം കെട്ടിക്കിടന്നിരുന്നു. ബോഡിയുടെ ചുറ്റുമുള്ള ചുമരുകളിൽ ഒരു തരി ചോരത്തുള്ളികൾ പോലും ഉണ്ടായിരുന്നില്ല. ആരെയും ഇങ്ങോട്ട് കടത്തിവിടരുത്. കിരൺ, ഈ ഏരിയ ലോക്ക് ചെയ്തേക്കൂ. ഹരി ഓർഡർ കൊടുത്തുകൊണ്ട് താഴേക്കിറങ്ങി. ഹരി റിസപ്ഷൻ ഭാഗത്തെത്തിയതും ആശുപത്രിയിലെ വെളിച്ചം മുഴുവനും അണഞ്ഞു. എന്താടോ, ഇതൊരു ഹോസ്പിറ്റലല്ലേ? കറണ്ട് പോയ ജനറേറ്റർ ഓണാക്കിക്കൂടെ? ഹരി ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അറ്റൻഡർ ലൂയിസിനെ നോക്കിയത്. സർ, ജനറേറ്ററിന് എന്തോ തകരാറ് സംഭവിച്ചു. കറണ്ട് പോയതിനു ശേഷം ഇത്രയും നേരം ജനറേറ്ററിലാണ് വർക്ക് ചെയ്തിരുന്നത്. വിറയലോടെയാണ് ലൂയിസ് മറുപടി പറഞ്ഞത്. ഹരി ചുറ്റിനും കണ്ണോടിച്ചു. റിസപ്ഷൻ ഏരിയയിലെ എമർജൻസി ലൈറ്റാണ് അവിടെയുള്ള ഏക പ്രകാശം. അറ്റൻഡർ ലൂയിസ് അടക്കം 13 പേർ അവിടെ നിൽക്കുന്നുണ്ട്. 2 പേർ മാത്രമാണ് ആശുപത്രി സ്റ്റാഫുകളുടെ കൂട്ടത്തിൽപ്പെടാത്തത്. കാവിമുണ്ടും നീല ഷർട്ടും ധരിച്ച ഒരു മധ്യവയസ്കനും ഷോർട്സും ടീഷർട്ടും ധരിച്ച കയ്യിൽ ഫോണുമായി നിൽക്കുന്ന 22 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യനും. ആരാണ് ബോഡി ആദ്യം കണ്ടത്? കൂടി നിന്നവരോട് ഹരി ചോദിച്ചു. കൂട്ടത്തിൽ നിന്നും 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ മുന്നോട്ട് വന്നു. പച്ചക്കളർ സാരിയുടെ മുകളിലൂടെ പിങ്ക് നിറത്തിലുള്ള ഓവർകോട്ട് പോലത്തെ ഷർട്ടാണ് ആ സ്ത്രീയുടെ വേഷം. മുഖത്ത് പരിഭ്രമവും സങ്കടവും നിറഞ്ഞിരുന്നു. നിങ്ങളാണോ ആദ്യം ബോഡി കണ്ടത്? ഹരിയുടെ ചോദ്യം ആ സ്ത്രീയുടെ കണ്ണിൽ നോക്കിയായിരുന്നു. അതെ സർ, ഞാൻ റൂമിലെ വേസ്റ്റ് എടുത്ത് ഡസ്റ്റ്ബിന്നിലിടാൻ പോകുമ്പോഴാണ് കണ്ടത്. കിതച്ചുകൊണ്ടാണ് അവർ പറഞ്ഞു നിർത്തിയത്. അവരുടെ കണ്ണുകൾ സംസാരത്തിനിടയിൽ വശങ്ങളിലേക്ക് പോകുന്നത് ഹരി നോട്ട് ചെയ്തിരുന്നു. എന്താ നിങ്ങളുടെ പേര്? എത്ര നാളെ ഇവിടെ ജോലി ചെയ്യുന്നു? വളരെ വേഗത്തിലും ശക്തമായ ശബ്ദത്തിലുമായി ഹരി ചോദിച്ചു. എൻ്റെ പേര് നിർമ്മല എന്നാണ് സർ. 7 വർഷമായി ഞാനിവിടെയുണ്ട്. നിർമ്മല ഹരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിർത്തി. എന്താ നിങ്ങൾ കണ്ടത്? ഹരി ചോദിച്ചു. മുകളിലെ ഡ്യൂട്ടി റൂമിനടുത്തുള്ള കോറിഡോറിൽ മാഡം വീണുകിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഓടിച്ചെല്ലുന്നത്. അടുത്തെത്തിയപ്പോഴാണ് മാഡത്തിന്റെ ശരീരത്തിന് ചുറ്റും രക്തം കെട്ടിക്കിടക്കുന്നത് കണ്ടത്. കരച്ചിലിന്റെ വക്കോളമെത്തിയ അവർ പറഞ്ഞു നിർത്തി. സംശയദൃഷ്ടിയോടെ ഹരി ചോദിച്ചു. ഏത് റൂമിലെ വേസ്റ്റ് കളയാനാണ് നിങ്ങൾ പോയത്? അത് റൂം നമ്പർ 27ലെയാണ് സർ. വിക്കി നിർമ്മല പറഞ്ഞു. അവർ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് തന്നെ ലൂയിസ് ഇടയിൽ കയറി പറഞ്ഞു. ആ റൂമിലെ പേഷ്യൻസ് പോയിട്ട് 5 ദിവസമായല്ലോ. ഹരി ദേഷ്യത്തോടെയും സംശയത്തോടെയും നിർമ്മലയെ നോക്കി. തല താഴ്ത്തി നിന്നിരുന്ന നിർമ്മലയുടെ അടുത്തേക്ക് ഹരി നടന്നതും മുകളിലത്തെ നിലയിൽ നിന്നും ഒരു സ്ത്രീയുടെ അലർച്ച കേട്ട് എല്ലാവരും ഞെട്ടി. ഹരിയും മറ്റു പോലീസുകാരും ശബ്ദം കേട്ട ഭാഗത്തേക്കൂടി. ഭൂമി പിളരുന്ന പോലുള്ള ശബ്ദത്തോടെ ഇടിമിന്നൽ താഴെയിറങ്ങി വെട്ടി. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം കൂടെ ആയപ്പോൾ താഴെ കൂടി നിന്നിരുന്ന എല്ലാവരിലും ഭയം ജനിച്ചു. പലരും കണ്ണുകളും കാതുകളും പൊത്തി നിന്നു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരാളുടെ മുഖത്ത് മാത്രം ക്രൂരത നിറഞ്ഞ ചിരി പടർന്നു. ആ ചിരിക്ക് പൈശാചിക ഭാവം കൈവന്നത് കണ്ടാകണം. ചുമരിലിരുന്ന പല്ലി എങ്ങോട്ടോ ഓടിമറഞ്ഞു. ഇതേ സമയം മുകളിലെത്തിയ ഹരിക്കും മറ്റു പോലീസുകാർക്കും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഏവരുടെയും മുഖത്ത് മരവിപ്പ് പടർന്നു. തന്റെ ചലനശേഷി നഷ്ടപ്പെട്ടതുപോലെ ഹരിക്ക് തോന്നി. തൊട്ടുമുന്നിൽ SI കിരൺ വലതു കൈയും ഇടതു കണ്ണും ശരീരത്തിൽ നിന്നും വേർപെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ഹരി ചുറ്റിലും നോക്കിയെങ്കിലും ഒരാളെ പോലും അവിടെ കാണാനായില്ല. ഒപ്പമുണ്ടായിരുന്നവരുടെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. തങ്ങൾ കേട്ട സ്ത്രീ ശബ്ദം ആരുടേതാണ്? അവരുടെ മനസ്സിലെ സംശയം ഹരിക്കുമുണ്ടായിരുന്നു. മഴയുടെയും രാത്രിയുടെയും ഭീകരതയെ കീറിമുറിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ മുഴുവൻ വെളിച്ചം പടർന്നു. സമനില വീണ്ടെടുത്ത ഹരി ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു.
കൊലപാതകി ഇവിടെ തന്നെയുണ്ട്. പുറത്തേക്ക് രക്ഷപ്പെടാൻ സമയം കിട്ടിയിട്ടില്ല. ഉടൻ തന്നെ ഫോണെടുത്ത് CI അലോക് വർമ്മയെ വിളിച്ചു. സർ, ഹരിയാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഹരി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. മറ്റുള്ള പോലീസുകാർക്ക് ഹരിയുടെ ആ ഭാവം ആശ്ചര്യപ്പെടുത്തി. ചെറുവാൾ സ്റ്റേഷനിൽ ഹരി ചാർജ് എടുത്തിട്ട് 6 മാസം തികയുന്നേയുള്ളൂ. പക്ഷേ നാളിതുവരെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒട്ടുമിക്ക കേസുകളും തെളിയിക്കുകയും ചെറുവാൾ ഗ്രാമത്തിന്റെ പേടിസ്വപ്നമായിരുന്ന ഗുണ്ടാശങ്കറിന്റെയും ഗ്യാങ്ങിന്റെയും വിളയാട്ടം അവസാനിപ്പിച്ചതും ഹരി വന്നതിന് ശേഷമാണ്. CPO അമൽ മനസ്സിലാലോചിച്ചു. ഇതേ ചിന്തകൾ തന്നെയാണ് അലോകിനുമുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ മരിച്ചു കിടക്കുന്നുവെന്ന വിവരം തന്നെയാണ് അവർ വിളിച്ചു പറഞ്ഞത്. ഹരിയോട് സ്പോട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞതും അയാളുടെ കഴിവിലുള്ള വിശ്വാസം കൊണ്ടാണ്. പക്ഷേ അവിടെ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അലോക് പെട്ടെന്ന് തന്നെ വസ്ത്രം മാറി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. കുറച്ചു നിമിഷത്തെ ആശങ്കകൾക്ക് ശേഷം ഹരി അമലിനോട് പറഞ്ഞു, ആശുപത്രിക്ക് അകത്തേക്കും പുറത്തേക്കുമുള്ള എല്ലാ എൻട്രികളും ക്ലോസ് ചെയ്യണം. 15 മിനിറ്റിനുള്ളിൽ ഇവിടെയുള്ള എല്ലാവരും, രോഗികൾ ഉൾപ്പെടെ, പ്രെയർ ഹാളിലേക്ക് എത്തണം. ഓർഡർ കൊടുത്തുകൊണ്ട് ഹരി താഴേക്കിറങ്ങി. കിരണിന്റെ ബോഡിയുടെ അടുത്ത് ഒരു തരത്തിലുള്ള പാടുകളും കാണാൻ കഴിഞ്ഞില്ല. ഇത്രയും സമർത്ഥമായി കൊല നടത്തിയിട്ട് തങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ച് ആ ക്രിമിനലിലൂടെ നിന്ന് രക്ഷപ്പെടണ്ട, ഹരി മനസ്സിൽ കുറിച്ചിട്ടു. അമലിന്റെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിലുള്ള എല്ലാ മനുഷ്യജീവനുകളും പ്രെയർ ഹാളിൽ എത്തിച്ചേർന്നു. അവർക്ക് മുന്നിലായി കിടന്നിരുന്ന മേശയിൽ ചാരി എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ട് ഹരിയും അമലും സോമനും നിന്നു. വിനീതും ബാക്കിയുള്ള പോലീസുകാരും ഹാളിന്റെ ഡോർ ക്ലോസ് ചെയ്ത് അവിടെ നിലയുറപ്പിച്ചു. ഹരിയുടെ നോട്ടം നിർമ്മലയിലേക്കായിരുന്നു. നിങ്ങളിങ്ങോട്ട് കടന്നു നിന്നേ, ഹരി അവരെ വിളിച്ചു. മടിച്ചാണ് നിർമ്മല മുന്നോട്ട് വന്നത്. എന്റെ കണ്ണുവെട്ടിച്ച് ഒരാൾ പോലും ഇവിടുന്ന് രക്ഷപ്പെടില്ല. സത്യം പറഞ്ഞാ എല്ലാവർക്കും നല്ലത്, കൂടി നിന്നവരെ നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു. ഈ പ്രായത്തിൽ ഇനി ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചേച്ചിയുടെ ഇഷ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. ശാസന സ്വരത്തിലാണ് നിർമ്മലയോട് പറഞ്ഞത്. എന്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് മുകളിലേക്ക് പോയത്? സാറേ, റൂം 27 വേസ്റ്റ് എടുത്തു കളയാൻ പറഞ്ഞ് എന്നെ വിട്ടത് സിസ്റ്റർ ആർദ്രയാണ്, നിർമ്മല പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ വേസ്റ്റ് അവിടെ നിന്ന് എടുത്തോ? ഹരി ചോദിച്ചു. ഉവ്, അതെടുത്തുകൊണ്ട് വരുന്ന വഴിക്കാണ് ഞാൻ. പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവർ കരഞ്ഞു തുടങ്ങി. നിങ്ങളങ്ങോട്ട് മാറിയിക്ക്. ലൂയിസും സിസ്റ്റർ ആർദ്രയും മുന്നോട്ട് വാ. ഹരി മൊത്തത്തിൽ ഒന്ന് നോക്കി. എല്ലാവരും കൂടി 32 പേരുണ്ട്. വയസ്സായവരും കുഞ്ഞുങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ലൂയിസ് മുന്നോട്ട് കടന്നു വന്നു. 2 കൈയും കെട്ടി ഹരിയെ നോക്കി നിന്നു. ഹരി ലൂയിസിനെ ആകെയൊന്ന് നോക്കി. 45-നോടടുത്ത് പ്രായം വരും. 6 അടിയിൽ കൂടുതൽ ഉയരവും ആവശ്യത്തിനുള്ള വണ്ണവുമുണ്ട്. കണ്ണുകളിൽ ഭയത്തിന്റെ ചെറിയൊരു ലാഞ്ചന പോലുമില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം 27-ാം റൂമിൽ ആരുമില്ലെന്ന്? സാറേ, ഇതൊരു വിഡ്ഢി ചോദ്യമാണ്. ഞാനിവിടുത്തെ അറ്റൻഡറാണ്. 12 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഏതൊക്കെ റൂമിൽ ആരൊക്കെയുണ്ടെന്നും ഇല്ലെന്നും എനിക്ക് നല്ലപോലെ അറിയാം. ഹരിയെ കളിയാക്കുന്ന പോലെയാണ് ലൂയിസ് പറഞ്ഞവസാനിപ്പിച്ചത്. ദേഷ്യം വന്നെങ്കിലും സമചിത്തതയോടെ ഹരി ആലോചിച്ചു. ഈ സമസ്യയ്ക്ക് പരിഹാരമാണ് ആദ്യം കാണേണ്ടത്. ദേഷ്യമല്ല, യുക്തിയാണ് പ്രധാനം. നിങ്ങൾ എന്തിനാണ് ആളില്ലാത്ത റൂമിലെ വേസ്റ്റ് എടുക്കാൻ നിർമ്മലയെ പറഞ്ഞു വിട്ടത്? ഹരി ചോദിച്ചു. 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന, കാഴ്ചയിൽ ശാലീനത തോന്നുന്ന മുഖമാണ് ആർദ്രയുടേത്. ഇവിടെ റിസപ്ഷനിൽ ഒരാൾ വന്ന് പറഞ്ഞതാണ് സർ. റൂമിലെ വേസ്റ്റ് എടുക്കാൻ ആളെ വിടാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നിർമ്മല ചേച്ചിയെ പറഞ്ഞു വിട്ടത്. ആർദ്ര പേടിയോടെ നിർമ്മലയും ഹരിയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ആർദ്ര, താൻ ആരെയും പേടിക്കണ്ട. ഇവിടെ നിൽക്കുന്നവരിൽ ആരാണ് ആർദ്രയോട് വന്ന് പറഞ്ഞത്? ആരായാലും ധൈര്യമായി പറഞ്ഞോളൂ. എല്ലാവരെയും നോക്കിക്കൊണ്ട് ഹരി ആർദ്രയോട് പറഞ്ഞു. പേടിയോടെ ആർദ്ര തിരിഞ്ഞു നിന്ന് അവിടെ നിൽക്കുന്ന എല്ലാവരെയും സസൂക്ഷ്മം വീക്ഷിച്ചു. സർ, അയാളെ ഇക്കൂട്ടത്തിൽ കാണാനില്ല. വാട്ട്? ഞെട്ടലോടെ ഹരി ആർദ്രയെ നോക്കി. ഹരി മാത്രമല്ല, ആ ഹാളിലുള്ള മറ്റുള്ളവരും പകച്ചു നിൽക്കുകയായിരുന്നു. ഹരി വേഗം തന്നെ ഫോണെടുത്ത് തന്റെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. പാറാവ് നിൽക്കുന്ന 2 പേർ ഒഴികെ മറ്റുള്ള പോലീസുകാരോട് ആശുപത്രിയിലെത്താൻ ഓർഡർ നൽകി. അടുത്ത കോൾ അലോക് വർമ്മയ്ക്കായിരുന്നു. സർ, ASI കിരൺ ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കൊലയാളിക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടിയിട്ടില്ല. കൂടുതൽ ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് അയക്കണം സർ. വാട്ട്? താൻ എന്താടി പറയുന്നേ? അലോകിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. താൻ വെക്ക്, ഞാനിതാ എത്തി. പിന്നെ ഹരി, ഒറ്റൊരാൾ പോലും ഹോസ്പിറ്റൽ കോമ്പൗണ്ടിന് പുറത്തു പോകരുത്, കേട്ടല്ലോ? അലോക് പറഞ്ഞു. ഓക്കെ സർ. ഹരി ഫോൺ കട്ട് ചെയ്തു. ആർദ്രയ്ക്ക് ഉറപ്പാണോ അയാൾ ഈ കൂട്ടത്തിലില്ലെന്ന്? ടെൻഷനോടെയാണ് ഹരി ചോദിച്ചത്. അതെ സർ, അയാൾ ഇവിടെ ഇല്ല.
തന്റെ തല പെരുക്കുന്നതായി ഹരിക്ക് തോന്നി. വന്നിറങ്ങിയപ്പോൾ മുതലുള്ള സംഭവങ്ങൾ മനസ്സിലോർത്തു. കറണ്ട് പോയ സമയത്ത് കേട്ട സ്ത്രീയുടെ കരച്ചിൽ എവിടെ നിന്നാണ്? തങ്ങൾ മുകളിലാകി തിരഞ്ഞിട്ടും ആരെയും കാണാത്തത് എന്തുകൊണ്ടാണ്? സംശയങ്ങൾ അയാളെ അലട്ടി. അപ്പോഴേക്കും ചെറുവാൾ സ്റ്റേഷനിൽ നിന്ന് ബാക്കിയുള്ള ഫോഴ്സും നെടുമ്പാൾ സ്റ്റേഷനിലെ SI അരുൺകുമാറും സംഘവും അവിടെ എത്തിച്ചേർന്നു. ഹാളിലെ ആളുകളെ ശ്രദ്ധിക്കാൻ സോമനെ ഏൽപ്പിച്ച് ഹരി പുറത്തേക്കിറങ്ങി. അരുൺകുമാർ ഹരിയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ അലോക് വർമ്മയുടെ വാഹനം ഹോസ്പിറ്റൽ ഗേറ്റിൽ കടന്നിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നേ? കിരൺ എങ്ങനെയാ കൊല്ലപ്പെട്ടത്? ഇറങ്ങിയ പാടെ ദേഷ്യത്തോടെയാണ് അലോക് ചോദിച്ചത്. സർ വരൂ, നമുക്കകത്തേക്കിരിക്കാം. സിറ്റുവേഷൻ സാർ കരുതുന്നതിലും സീരിയസ് ആണ്. നടക്കുന്നതിനിടയിൽ ഹരി അവരോട് പറഞ്ഞു. ഹരിയും അലോക് വർമ്മയും അരുൺകുമാറും PROയുടെ റൂമിലേക്കിരുന്നു. അതുവരെ നടന്ന സംഭവങ്ങൾ ഹരി അവരോട് വിവരിച്ചു. അലോക് വർമ്മയുടെ മുഖത്ത് നിസ്സഹായത നിറഞ്ഞു. കൊല നടത്താൻ എന്താ കാരണം? ആരാ കൊലപാതകി? അലോക് മുന്നിലുള്ള മേശയിലേക്ക് 2 കൈയും വെച്ചുകൊണ്ട് അവരോട് ചോദിച്ചു. കാരണം അറിയില്ല സർ. കിരണിന്റെ മരണം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പ്രയർ ഹാളിലുണ്ട്, ഒരാളൊഴികെ. ഹരി 2 പേരോടുമായി പറഞ്ഞു നിർത്തി. അല്ല ഹരി, ഒരാളല്ല, 2 പേരാണ് മിസ്സിംഗ്. നിങ്ങൾ താഴെ നിൽക്കുമ്പോൾ കേട്ട സ്ത്രീ ശബ്ദം ആരുടെയാണ്? ആ സ്ത്രീ കൂടി വിളിച്ചത് വരേണ്ടതുണ്ട്. അരുൺകുമാർ ഹരിയുടെ മുഖത്ത് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. അതുമാത്രമല്ല, എന്തുകൊണ്ട് നമുക്ക് മറ്റൊരു തരത്തിൽ ചിന്തിച്ചുകൂടാ? സിസ്റ്റർ ആർദ്ര, അറ്റൻഡർ ലൂയിസ്, നിർമ്മല ഇവർ പറയുന്നത് കള്ളമാണെങ്കിൽ? അലോക് വർമ്മയുടെ ചോദ്യം ഹരിയോടായിരുന്നു. സർ, നമുക്കിനിയും കുറച്ചാളുകളെ ചോദ്യം ചെയ്യാനുണ്ട്. 27-ാം നമ്പർ റൂമിന്റെ അടുത്തുള്ള മുറികളിലെ രോഗികൾ, കൂട്ടിരിപ്പുകാർ, ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നയാൾ, പിന്നെ PRO. ഇവരെ കൂടി ചോദ്യം ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ലഭിക്കും സർ. ഒരല്പം ആത്മവിശ്വാസത്തോടെ ഹരി പറഞ്ഞു നിർത്തി. ഓക്കെ ഹരി, നമ്മുടെ മൊത്തം ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് വിളിക്കേ. ഇവിടെ നിന്ന് തുടങ്ങിയത് ഇവിടെ തന്നെ തീരണം. കസേരയിൽ നിന്നും എഴുന്നേറ്റ് അലോക് അവർക്ക് ഓർഡർ നൽകി. 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിച്ചേർന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും മീറ്റിംഗ് ഹാളിൽ ഒത്തുചേർന്നു. ഇവിടെ നടന്നതൊക്കെ എല്ലാവരും അറിഞ്ഞാണല്ലോ. ഇപ്പോൾ നടന്ന 2 കൊലപാതകങ്ങളുടെയും പിന്നിലുള്ളവർ ഇവിടെ തന്നെയുണ്ട്. ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അലോക് വർമ്മ അവരെ അഭിസംബോധന ചെയ്തു. നമുക്ക് 3 ടീമായി തിരിയാം. നമ്മൾ മൊത്തം 19 പേരുണ്ട്. ആദ്യത്തെ ടീമിനെ അരുൺ സർ ലീഡ് ചെയ്യും. 2ാമത്തെ ടീമിനെ സോമൻ ചേട്ടൻ ലീഡ് ചെയ്യും. 3ാമത്തെ ടീമിനെ ഞാനും ഹരിയും ലീഡ് ചെയ്യും. അലോക് അവരെ 3ആയി തിരിച്ചു. അരുൺ, താനും ടീമും ഈ ഹോസ്പിറ്റൽ മുഴുവൻ സെർച്ച് ചെയ്യണം. ഒരു സ്ഥലം പോലും ഒഴിവാക്കരുത്. നമുക്ക് കളയാൻ സമയമില്ല. ബി ക്യുക്ക്. അലോകിന്റെ നിർദ്ദേശമനുസരിച്ച് അവർ സെർച്ച് ആരംഭിച്ചു. സോമൻ, താങ്കൾ ഈ ടീമിനെ ഉപയോഗിച്ച് ഇവിടെയുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുക്കണം. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ പ്രത്യേകം നോട്ട് ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. യാതൊരു കാരണവശാലും ഈ ന്യൂസ് ലീക്കാവരുത്. ഓക്കെ? അലോകിന്റെ നിർദ്ദേശത്തിന് കാത്തിരുന്ന പോലെ സോമനും ടീമും പ്രേഹാറിലേക്ക് പോയി. നമുക്ക് ഓരോരുത്തരായി ചോദ്യം ചെയ്യണം. ഹാളിൽ നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കഴിയുന്നവരെ PROയുടെ റൂമിലേക്ക് എത്തിക്കണം. ഞാനും ഹരി അവിടെ ഉണ്ടാകും. ആദ്യം PROയുടെ തന്നെ വരാൻ പറയൂ. കൂടെയുള്ള പോലീസുകാർക്ക് ഓർഡർ കൊടുത്തുകൊണ്ട് അവർ ക്യാബിനിലേക്ക് നീങ്ങി. പറയൂ മിസ്റ്റർ അബി, താങ്കളിവിടെ PRO ആയിട്ട് എത്ര വർഷമായി? തങ്ങളുടെ മുന്നിലിരിക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ നോക്കി ഹരി ചോദിച്ചു. സർ, ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. മുഖത്ത് വെച്ചിരിക്കുന്ന കണ്ണട അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അബി മറുപടി നൽകി. ഓക്കെ അബി, ഈ ആശുപത്രിയുടെ മൊത്തത്തിലുള്ള ഭൂമിശാസ്ത്രം ഒന്ന് വിവരിക്കാമോ? അബിയുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ഹരി ചോദിച്ചത്. 68 വർഷമായി ഈ ആശുപത്രി തുടങ്ങിയിട്ട്. ആകെ 1 ഏക്കറിലാണ് ഈ ബിൽഡിംഗ്. റൂഫ് ടോപ്പ് ഉൾപ്പെടെ 4 നിലകളുണ്ട്. എല്ലാ ഫ്ലോറിലും താഴേക്കിറങ്ങാൻ സ്റ്റെപ്പുകളും സ്ലോപ്പായിട്ടുള്ള റാമ്പുകളുമുണ്ട്. തൊട്ട് ബാക്കിലാണ് ക്യാൻറ്റീൻ. അതിൻ്റെ ഇടതുവശത്ത് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പാണ്. കോമ്പൗണ്ടിലേക്ക് കടക്കാൻ മുൻവശത്തും പിറകിലും ഓരോ ഗേറ്റുണ്ട്. പുറകിലെ ഗേറ്റ് തുറക്കാറില്ല. മുഖത്തെ കണ്ണട കയ്യിലെടുത്തുകൊണ്ട് അബി പറഞ്ഞവസാനിപ്പിച്ചു. അവന്റെ മറുപടിയിൽ ഹരിക്കെന്തോ പന്തികേട് തോന്നി. 3 മാസം കൊണ്ട് ഈ ആശുപത്രിയുടെ മുക്കുമൂലയും അവന് കാണാപ്പാടമാണ്. ഓക്കെ അബി, മുൻപ് എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? അലോക് ചോദിച്ചു. ഇല്ല സാർ, എൻ്റെ പഠിപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ജോബാണിത്, അബി പറഞ്ഞു. ഓക്കെ, അബിക്ക് പോകാം. ഇതേ സമയം ആശുപത്രിയിലെ 2ാം നിലയിലെ എല്ലാ മുറികളും പരിശോധിച്ച ശേഷം അരുൺകുമാറും സംഘവും റൂം 27-ലെത്തി. 5 ദിവസമായി ആരുമില്ലെന്ന് അറ്റൻഡർ ലൂയിസ് പറഞ്ഞ മുറി. അരുൺ ആദ്യം അകത്തേക്ക് കയറി ലൈറ്റിന്റെ സ്വിച്ച് ഓണാക്കി. അകത്തെ ലൈറ്റ് ഓണായതും അരുൺകുമാർ ഛർദ്ദിച്ചുകൊണ്ട് പുറകിലേക്ക് മറിഞ്ഞു വീണു. അരുണിനെ താങ്ങിയ ഒപ്പമുള്ള പോലീസുകാരുടെയും തല കറങ്ങുന്നത് പോലെ തോന്നി. അവിടെ കണ്ട കാഴ്ച ആരുടെയും ശരീരം മരവിപ്പിക്കുന്നതായിരുന്നു.
അകത്തെ രോഗികൾക്ക് കിടക്കാനുള്ള ബെഡിൽ അഴുകിയ ശവശരീരം കിടക്കുന്നു. ദേഹത്തുള്ള തൊലി പൂർണ്ണമായും നശിച്ചിരുന്നു. കണ്ണുകൾ പുറത്തേക്ക് വീഴാറായ പോലെ തൂങ്ങി നിൽക്കുന്നു. ആദ്യത്തെ കാഴ്ചയിൽ ആരും പേടിച്ചു പോകുന്ന ഭീകര രൂപം. അരുൺ ഫോണെടുത്ത് അലോകിനെയും ഹരിയെയും മുകളിലേക്ക് വിളിച്ചു വരുത്തി. സർ, എന്താണ് അയാളുടെ ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അരുൺ അവരോടായി ചോദിച്ചു. എന്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കേസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സംശയത്തോടെയും നിരാശയോടെയും അലോക് പറഞ്ഞു. സർ, കാര്യങ്ങൾ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. എത്രയെന്ന് വെച്ചാണ്? ഇതിപ്പോ മൂന്നാമത്തെയാണ്. ഇനിയും എത്രണ്ണം കൂടി ഉണ്ടാവോ? ആദ്യമായിട്ടാണ് ഹരിയുടെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞ സ്വരം അലോക് കേൾക്കുന്നത്. അവരുടെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് അലോക് വർമ്മയുടെ ഫോൺ റിംഗ് ചെയ്തു. ഹലോ, യെസ് പറയൂ. ഫോൺ കോളിന്റെ ദൈർഘ്യം കൂടുന്തോറും അലോക് നിന്ന് വിയർക്കുകയായിരുന്നു. ഓക്കെ സാർ, അതുപോലെ ചെയ്യാം. അലോക് വർമ്മ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഹരിയുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഒരുതരം നിർവികാരത നിഴലിക്കുന്നത് ഹരി ശ്രദ്ധിച്ചു. എന്തു പറ്റി സാർ? SP ആണ് വിളിച്ചത്. കേരളത്തിലെ എല്ലാ ന്യൂസ് ചാനലുകളിലും VKR ഹോസ്പിറ്റലിലെ ഇരട്ടക്കൊലപാതകത്തെക്കുറിച്ചാണ് ന്യൂസ്. അലോക് രണ്ടുപേരെയും നോക്കി പറഞ്ഞവസാനിപ്പിച്ചു. എങ്ങനെ ഈ ന്യൂസ് ലീക്കായി? ഹരി പറഞ്ഞു. ഹരിയുടെ ദേഷ്യം കൂടുതൽ ഇരച്ചു കയറി. വേറൊരു ബാഡ് ന്യൂസ് കൂടിയുണ്ട്. ഹരിയെയും CPOമാരായ സോമൻ, അമലിനെയും ഇമ്മീഡിയറ്റായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നെടുവീർപ്പിട്ടുകൊണ്ട് അലോക് ഹരിയോട് പറഞ്ഞു. ബട്ട് സർ, വൈ? മനസ്സിലാകാത്ത പോലെ ഹരി അലോകിനോട് ചോദിച്ചു. സ്വന്തം സ്റ്റേഷൻ പരിധിയിൽ കൺമുന്നിൽ വെച്ച് 2 കൊലപാതകങ്ങൾ നടക്കുക, ഒരാശുപത്രിയിലെ രോഗികളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുക, എല്ലാത്തിനുമുപരി ഒരു SI ആണ് മരിച്ചിരിക്കുന്നത്. ഇത്രയും കാരണങ്ങൾ പോരെ? അടുത്തുള്ള ബെഞ്ചിലിരുന്ന് അലോക് അരുണിനെ നോക്കി മറുപടി നൽകി. ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ ഹരി അലോകിന്റെ അടുത്തിരുന്നു. അപ്പോ സാർ, ഇവിടെ നടക്കുന്നതെല്ലാം അതുപോലെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു അല്ലേ? അരുൺ അലോകിനോട് ചോദിച്ചു. ആൻഡ് വൺ മോർ തിങ്, ഇവിടുത്തെ പ്രൊസീജിയർ അവസാനിപ്പിച്ച് ഹോസ്പിറ്റൽ സീൽ ചെയ്ത് പേഷ്യൻസിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മളോട് SP ഓഫീസിൽ എത്തിച്ചേരാനാണ് ഓർഡർ. അലോക് വർമ്മ എഴുന്നേറ്റ് അരുണിനോടായി കാര്യങ്ങൾ പറഞ്ഞു. ബട്ട് സാർ, അങ്ങനെ ചെയ്യുന്നതിലൂടെ കൊലപാതകിക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുകയല്ലേ നമ്മൾ? ഹരി അലോകിനോട് കയർത്ത് സംസാരിച്ചു. എന്നിട്ട് എവിടെ കൊലയാളി? കുറെ നേരമായാലോ നിങ്ങളൊക്കെ കൂടി അന്വേഷിക്കുന്നു. ഇവിടെ കൊലയാളിയുമില്ല, ഒരു മറ്റവനുമില്ല. അലോകിന്റെ ശബ്ദമുയർന്നു. അവരുടെ ഇടയിലേക്ക് സോമൻ കയറി വന്നു. സർ, താഴെയുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുത്തു. അതിലെ 4 പേർ പല വിധത്തിലുള്ള ക്രിമിനൽ കേസുകളിൽപ്പെട്ടവരാണ്. അതുകൂടാതെ ക്ലീനിങ് സ്റ്റാഫ് നിർമ്മല, സിസ്റ്റർ ആർദ്ര, അറ്റൻഡർ ലൂയിസ്, ഇവർ 3 പേരും ഒരേ നാട്ടുകാരാണ്. എനിക്കെന്തോ ഒരു അപാകത മണക്കുന്നു. സോമൻ അലോകിനോട് തന്റെ സംശയങ്ങൾ പറഞ്ഞു. ദേഷ്യത്തോടെ ചുമരിലേക്ക് നോക്കി നിന്നിരുന്ന ഹരി പെട്ടെന്ന് തലയുയർത്തി സോമന്റെ അടുത്തേക്ക് നടന്നു. ഒരന്വേഷണവും വേണ്ട സോമൻ ചേട്ടാ. കൊലയാളി ആയെന്നുള്ള ചോദ്യത്തിന് എന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ഉത്തരവുണ്ട്, ഹരി പറഞ്ഞുകൊണ്ട് അലോകിനെ നോക്കി. സി ഹരി, താനും ഇയാളുമടക്കം 3 പേരിപ്പോൾ സസ്പെൻഷനിലാണ്. നിങ്ങളിനി ഈ കേസിൽ ഇടപെടണ്ട. ഹരിയുടെ മുഖത്തേക്ക് നോക്കി സോമന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അലോക് പറഞ്ഞു. പക്ഷെ സാർ, ഇവിടം വരെ എത്തിയിട്ട് കുറച്ചു നേരം കൂടി തരൂ സാർ. അവനെ ഞാൻ പുറത്തു കൊണ്ടുവരാം. കൈമുഷ്ടി ചുരുട്ടി ചുമരിൽ ഇടിച്ചുകൊണ്ടാണ് ഹരി പറഞ്ഞത്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഹരി, ഇനി ഇതിൽ ഇടപെടണ്ട. ആട്ടെ, ആരാണ് താൻ കണ്ടുപിടിച്ച പ്രതി? കേൾക്കട്ടെ. അലോക് ഹരിയുടെ അടുത്തേക്ക് നടന്ന് മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു. PRO അബി. അലോകിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ഹരി ആ പേര് പറഞ്ഞത്. ഇല്ല ഹരി, അത് തന്റെ ഊഹാപോഹം മാത്രമാണ്. യു മേ ഗോ നൗ. പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അലോക് ഹരിയെ ശാസിച്ചു. കൂടുതൽ തർക്കത്തിന് നിൽക്കാതെ അവർ 3 പേരും ഹോസ്പിറ്റലിന് പുറത്തിറങ്ങി. ഗേറ്റിന് പുറത്ത് സകലമാന വാർത്താ ചാനലുകളും നിറഞ്ഞിരുന്നു. അവരുടെ ജീപ്പ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. യാത്രയിൽ 3 പേരും മൗനത്തിലായിരുന്നു. പോലീസ് ക്വാർട്ടേഴ്സിന് മുന്നിൽ ജീപ്പ് നിർത്തി അവർ അകത്തേക്ക് നടന്നു. സർ, കൊലയാളി അബിയാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 3 പേരും ഇരിക്കവേ അമൽ ചോദിച്ചു. ഹരിയുടെ മറുപടി ഒരു ചിരിയിലായിരുന്നു. ഷെൽഫിൽ നിന്നും മോർഫസിന്റെ കുപ്പിയെടുത്ത് ടേബിളിൽ വെച്ച് ഗ്ലാസുകളിലേക്ക് മദ്യം പകരവേ ഹരി പറഞ്ഞു തുടങ്ങി. അവിടെ നമ്മ എത്തിയപ്പോൾ എല്ലാവരിലും ഒരു ഭയം കാണാൻ സാധിച്ചിരുന്നു, ഒരാളിലൊഴികെ. പ്രത്യേകതരം കോൺഫിഡൻസ് അയാളുടെ മുഖത്ത് കാണായിരുന്നു. നിർമ്മല, ലൂയിസ്, ആർദ്ര ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നതും അബിയുടെ മുഖത്താണ്. ഹരി പറഞ്ഞു നിർത്തി. പക്ഷെ സാർ, അതുകൊണ്ട് മാത്രം പ്രതി അയാളാവണമെന്നില്ലല്ലോ. ആദ്യത്തെ ക്ലാസ് ചുണ്ടോട് ചേർക്കുന്നതിനൊപ്പം അമൽ ചോദിച്ചു. ഇല്ല,
അതുകൊണ്ട് മാത്രം പറ്റില്ല. അഭി തന്നെ നമുക്ക് മുന്നിലേക്ക് ഒരു ക്ലൂ ഇട്ട് തന്നിരുന്നു. അലോകിനൊപ്പം ചോദ്യം ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ ബ്ലൂ പ്രിന്റ് മുഴുവൻ അയാൾക്ക് കാണാപ്പാടാണ്. ജോയിൻ ചെയ്ത് 2 മാസത്തിനുള്ളിൽ ഇത്രയും ആ ആശുപത്രിയെ പറ്റി പഠിക്കണമെങ്കിൽ അതിലെന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് തോന്നിയിരുന്നു. ബാക്കി സോമചേട്ടൻ പറയും. കയ്യിലിരുന്ന ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് ഹരി സോമനെ നോക്കി. അമലിന്റെ മുന്നിലേക്ക് കസേര വലിച്ചു നീക്കിയിട്ട് സോമൻ ഇരുന്നു. സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്നും നമ്മൾ അവിടെ എത്തുന്നതിന് 3 മണിക്കൂർ മുമ്പ് 12 വിസിറ്റേഴ്സാണ് അകത്തേക്ക് കയറിയത്. അവരിൽ 11 പേരും ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം പോവുകയും ചെയ്തു. പക്ഷേ ഒരാൾ മാത്രം അവിടെ നിന്ന് പോയത് നമ്മളെത്തുന്നതിന് 15 മിനിറ്റ് മുമ്പാണ്. സോമൻ പറയുന്നത് കേട്ട് അമൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഹരി 2ാമത്തെ പെഗും ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കഴിച്ചു തുടങ്ങി. അയാളുടെ ഡീറ്റെയിൽസ് പരിശോധിച്ചതിൽ നിന്നും നിർമ്മല ലൂയിസ് ആർദ്ര അവരുടെ അതേ പഞ്ചായത്ത് തന്നെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. PRO അബിയുടെ വീടും അവരുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്താണെന്ന് എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് മനസ്സിലായി. സോമൻ പറഞ്ഞു നിർത്തി. പക്ഷേ സർ, ഇതൊന്നും അബിയാണ് കൊലപാതകം നടത്തിയെന്നതിന് മതിയായ തെളിവുകളല്ലല്ലോ? അമൽ സംശയത്തോടെ ചോദിച്ചു. പ്രാഥമികമായി അവരെ സംശയിക്കാൻ ഈ തെളിവുകൾ തന്നെ ധാരാളം. പക്ഷെ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ ഹയർ ഒഫീഷ്യൽസിൽ നിന്നും നമ്മളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ വന്നല്ലോ. 3 മണിക്കൂർ വരെ കൈ കിട്ടിയാൽ ഈ കേസ് പുഷ്പം പോലെ തെളിയിക്കാം. ഹരി ഒറ്റ വലിക്ക് ഗ്ലാസ് കാലിയാക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷേ ഹരി, ഇതിനിടയിൽ കിരൺ മരിക്കാനുണ്ടായ കാരണങ്ങൾ നമുക്ക് വ്യക്തമല്ല. അഭി തന്നെയാണ് അവനെ കൊല്ലാനും ചുക്കാൻ പിടിച്ചതെന്ന് തെളിയിക്കാനും രേഖകളുമില്ല. അതുപോലെ ആ റൂമിലുണ്ടായിരുന്ന ബോഡിയും. സോമൻ ഹരിയോട് പറഞ്ഞു. ഹരി മറുപടി കൊടുക്കും മുമ്പേ അമൽ ഇടയിൽ കയറി ചോദിച്ചു. ഞാൻ പലപ്പോഴായി ശ്രദ്ധിക്കുന്നു, ഒരു ASI കോൺസ്റ്റബിൾ ബന്ധമല്ല നിങ്ങളുടേത്. സാറിനെ പലപ്പോഴും സോമചേട്ടെന്ന് പേരെടുത്താണ് വിളിക്കാറുള്ളത്. സോമനും ഹരിയും അടുത്തു ചേർന്ന് നിന്ന് ചിരിച്ചു. എടോ അമലേ, സോമചേട്ടൻ എന്ന് വിളിക്കുന്ന ഈ മുതലിന്റെ ജാരസന്തതിയിലേടോ ഞാൻ? ഹരിയുടെ ചിരിക്കുന്ന ശബ്ദമുയർന്നു. ആ മറുപടി കേട്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു അമൽ. ഡാ മോനെ, മതി മതി. അമലേ, ഇവനെ എടുത്ത് വളർത്തിയതും പഠിപ്പിച്ചതും ഞാനാണ്. അപ്പോൾ വേണമെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്തും കാണാം. സോമന്റെ ചിരിയും ആ മുറി നിറയെ അലയടിച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് രഹസ്യയോഗം ചേരുകയായിരുന്നു. ഒരു വിധത്തിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിടത്ത് എത്തി നിൽക്കുന്നുണ്ട്. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ആ SI ഹരിയെയും ആ ആശുപത്രിയും ചരിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവണം. തന്റെ മൊട്ടത്തലയിൽ തിരുമ്മിക്കൊണ്ട് എതിരെയിരിക്കുന്നവരോട് അയാൾ പറഞ്ഞു നിർത്തി. അവൾ നമുക്കെതിരെ തിരിഞ്ഞാന്ന് തീരുമാനിച്ചതാ. ഇതുപോലെ തന്നെ ആവണം അവസാനമെന്ന്. പക്ഷെ ഇത്രയും പെട്ടെന്നാവുമെന്ന് കരുതിയില്ല. വെള്ള ജുബയും മുണ്ടും കഴുത്തിൽ 5 പവനോളം തൂക്കം വരുന്ന മാലയും ധരിച്ച ആ അധികായൻ അവരോട് പറഞ്ഞു. എന്തായാലും തന്നെ തുറപ്പിച്ചിട്ട് കൊള്ളാം. PRO അബി എങ്ങനെ മെരുക്കിയിടോ അവനെ? കൂട്ടത്തിലെ കാക്കി പാൻറ്റും വെള്ള ഷർട്ടും ധരിച്ച കട്ടി മീശ വെച്ച് അയാൾ ചോദിച്ചു. എടോ SP, ഇത് നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ല മെരുക്കാൻ. പണം വാരി എറിഞ്ഞാൽ നടക്കാത്ത എന്താ ഉള്ളത് ഈ കേരളത്തിൽ? പിന്നെ അവന്റെ മനസ്സിലെ പഴയ വൈരാഗ്യം കൂടി ഞാനൊന്ന് ആളി കത്തിച്ചു. ചുമ്മാതാണോ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി കളഞ്ഞ് ഈ നക്കാപ്പിച്ച കാശിനു വേണ്ടി ആ തുക്കട ഹോസ്പിറ്റലിൽ അവൻ ജോയിൻ ചെയ്തത്? വെളുത്ത ജുബക്കാരൻ ചിരിച്ചുകൊണ്ട് SP നോക്കി കളിയാക്കി. പക്ഷേ ആ SI കിരൺ അയാളെന്ത് ചെയ്തിട്ടാണ്? സംശയരൂപേണ SP അയാളെ നോക്കി. ആ അതോ, അതവന്റെ വ്യക്തിപരമായ കാര്യമാണ്. അവർ തമ്മിൽ മുൻപത്തെ ഏതോ കണക്ക് ബാക്കിയുണ്ടായിരുന്നു, അയാൾ മറുപടി പറഞ്ഞു. ആ ഹരിയെ സൂക്ഷിക്കണം. അവൻ സസ്പെൻഷനിലാണെങ്കിലും വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. താനൊക്കെ ഇവിടുത്തെ ഗുണ്ടാണോടോ ശങ്കര? കളിയാക്കിക്കൊണ്ട് SP ചോദിച്ചു. സസ്പെൻഷനിലായ പോലീസുകാരെ ഡിപ്പാർട്ട്മെന്റ് സംരക്ഷിക്കുകയൊന്നുമില്ല. SP മുഖത്ത് ഗൂഢമായ ചിരി വിടർന്നു. ഞാൻ ഇറങ്ങട്ടെ. അവന്മാരോട് എന്നെ വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് SI അനിരുദ്ധൻ പുറത്തേക്കിറങ്ങി. പോലീസ് ക്വാർട്ടേഴ്സ്. അപ്പോൾ മക്കളെ, നമ്മളിവിടെ സംസാരിച്ചതൊന്നും 4മതൊരാൾ അറിയണ്ട. SP മുന്നിൽ നമ്മൾ പൊട്ടന്മാരായി അഭിനയിക്കും. നാളെ മുതൽ നമ്മൾ ഈ കേസിന്റെ രഹസ്യാന്വേഷണവുമായി മുന്നോട്ട് പോകും. ഓക്കെ? സോമൻ പറഞ്ഞത് ഹരിയും അമലും ശരിവെച്ചു. 3 പേരും SP ഓഫീസിലേക്ക് പോകാനായി പുറത്തേക്കിറങ്ങി. SI അരുൺ കുമാറിനെ ഹോസ്പിറ്റലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഏൽപ്പിച്ച് അലോക് SP ഓഫീസിലേക്ക് ഇറങ്ങി. SP ഓഫീസ്. SP അനിരുദ്ധന്റെ മുന്നിലുള്ള കസേരകളിലേക്ക് അവർ 4 പേരും ഇരുന്നു. അലോകിന്റെ കണ്ണുകളിൽ മാത്രം ആകാംക്ഷ കാണാമായിരുന്നു. സാർ വരാൻ പറഞ്ഞത്? അലോക് തന്നെ സംഭാഷണത്തിന് തുടക്കമിട്ടു. സ്വന്തം സ്റ്റേഷനിലെ സഹപ്രവർത്തകരെ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത നിങ്ങൾ ഈ കാക്കിക്കുപ്പായം വലിച്ചെറിഞ്ഞ് പോകുന്നതാ നല്ലത്. ദേഷ്യം അഭിനയിച്ചുകൊണ്ട് അനിരുദ്ധൻ അവർക്ക് നേരെ തട്ടിക്കയറി. CI അലോക് സാറിന് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്?
അലോകിനെ നോക്കി SP ചോദിച്ചു. ASI കിരൺ കൊല്ലപ്പെട്ട സംഭവത്തിൽ വീഴ്ച സംഭവിച്ചത് ഹരിയുടെ ഭാഗത്തു നിന്നാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു സർ. പക്ഷേ അവിടുത്തെ സാഹചര്യം സാറ് കരുതുന്ന പോലെ ആയിരുന്നില്ല. ബോൾഡായി തന്നെ അലോക് മറുപടി നൽകി. എന്ത് സാഹചര്യം? കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു ഡോക്ടറും ASIയുമാണ്. ഡോക്ടറുടെ കാര്യം മാറ്റി നിർത്തിയാൽ കിരണിന്റെ മരണമുണ്ടാക്കുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഒരു മർഡർ അന്വേഷിക്കാൻ പോയ നിങ്ങൾ അവിടെ എന്തെടുക്കായിരുന്നു? ഇനി കിരണിനെ കൊലപ്പെടുത്തിയത് പുറത്തുനിന്നുള്ളവരാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സോമന്റെ മുഖത്ത് നോക്കിയാണ് അനിരുദ്ധ് പറഞ്ഞവസാനിപ്പിച്ചത്. മനസ്സിലായില്ല, സോമൻ മറുപടി പറഞ്ഞു. കുറച്ചുനാൾ മുമ്പ് താനും ഈ മരണപ്പെട്ട കിരണും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ വൈരാഗ്യം തീർത്തതല്ലെന്ന് ആർക്കറിയാം. മുഖത്ത് വിരിഞ്ഞ പരിഹാസച്ചിരിയോടെ അനിരുദ്ധ് പറഞ്ഞു. സർ, ആവശ്യമില്ലാത്ത റൂട്ടിലേക്ക് കേസ് വഴിതിരിച്ചു വിടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡോക്ടറുടെ മരണത്തിൽ സാറിനും പങ്കു കാണുമല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സാറ് കുറേ നാൾ വീട്ടിലിരുന്നില്ലേ? അതിനാസ്പദമായ കേസിൽ മൊഴി കൊടുത്തത് ഈ മരണപ്പെട്ട സിസ്റ്റർ അൽഫോൺസ ബെഞ്ചമിൻ ആണല്ലോ. മറുപടി ഹരിയുടേതായിരുന്നു. ഇരുന്ന കസേരയിൽ നിന്നും ചാടിയെഴുന്നേറ്റ് ഹരി SP തട്ടിക്കയറി. ഷട്ടപ്പ്, നിർത്തടോ. ഇത് സിനിമയും താൻ ഭരചന്ദ്രനല്ല. ഈ കേസിലെ പ്രൈം സസ്പെക്റ്റാണ് CPO സോമൻ. അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ദേഷ്യം ഇരച്ചു കയറിയ അനിരുദ്ധ് ശബ്ദമുയർത്തി തന്നെ ഹരിക്കുള്ള മറുപടി നൽകി. ഹലോ, ഇപ്പോൾ തന്നെ സോമന്റെ അറസ്റ്റ് രേഖപ്പെടുത്തണം. നിങ്ങൾ രണ്ടുപേർക്കും ഇനി വീട്ടിൽ പോയി വിശ്രമിക്കാം. ഹരിയുടെയും അമലിന്റെയും മുഖത്ത് വിഷമം പ്രകടമായിരുന്നു. അനിരുദ്ധന്റെ ഓർഡർ കേട്ട അലോക് സല്യൂട്ട് ചെയ്ത് സോമനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. പുറത്തേക്ക് നടന്നു പോകുന്ന ഹരിയെയും അമലിനെയും നോക്കി SP കസേരയിൽ അമർന്നിരുന്ന് ചിരിച്ചു. ഫോണെടുത്ത് ഗുണ്ടാശങ്കറിന്റെ നമ്പർ ഡയൽ ചെയ്തു. ആ, അവന്മാർ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം വേണ്ട പോലെ ചെയ്തോളണം. അപ്പുറത്ത് കോള് കട്ടായി. സമയം 2:30 AM. SP ഓഫീസിൽ നിന്നും പോകുന്ന വഴി തങ്ങളുടെ വാഹനത്തെ മറ്റൊരു വാഹനം പിന്തുടരുന്നത് ഡ്രൈവിങ്ങിനിടയിലും അമൽ ശ്രദ്ധിച്ചിരുന്നു. സാറേ, ഏതോ അവന്മാർ നമ്മുടെ ബാക്കിലുണ്ട്. കാരക്കുണ്ട് മുതൽ കൂടെ കൂടിയതാ. ഹരി റിയർവ്യൂ മിററിലൂടെ പിന്നിൽ വരുന്ന വാഹനത്തെ നോക്കി. ആ, വെളുപ്പാങ്കാലത്ത് ശരീരനങ്ങുന്നത് നല്ലതിനാടോ. നീ വണ്ടി സൈഡാക്കമലേ. ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചിരിയോടെ ഹരി അമലിനെ നോക്കി കണ്ണിറക്കി. റോഡിലെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് അമൽ ജീപ്പ് ഒതുക്കി നിർത്തി. ഹരിയും അമലും ജീപ്പിന് പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് കയറി നിന്നു. അവരുടെ പിന്നാലെയുണ്ടായിരുന്ന സ്കോർപിയോയും റോഡിൽ നിർത്തി ഗുണ്ടകൾ ആയുധങ്ങളുമായി ഹരിക്ക് നേരെ കുതിച്ചു. മൊത്തം 6 പേരോളം വരും ഗുണ്ടകൾ. എല്ലാവരുടെയും കയ്യിൽ വാളുകളുണ്ട്. യൂണിഫോം അല്ലാത്തതിനാൽ ഗണ്ണും ഹരി എടുത്തിരുന്നില്ല. ഹരിയുടെ ചിന്തകൾ അവസാനിക്കുന്നതിന് മുൻപേ തന്നെ ഓടി വന്നിരുന്ന ഗുണ്ടകളിൽ ഒരുവൻ ചാടി ഹരിയുടെ നേർക്ക് വാളെടുത്ത് വീശി. കഴുത്തിനു നേരെ വന്ന വാളിൽ നിന്നും നിലത്തേക്ക് അമർന്നിരുന്ന് ഹരി ഒഴിഞ്ഞു മാറി. പെട്ടെന്ന് തന്നെ മറ്റു 2 പേർ കൂടി ഹരിക്ക് നേരെ വാൾ വീശി. നിലത്തു നിന്നും എഴുന്നേറ്റ് ഹരി പിന്നോട്ടെഴുന്നേറ്റ് മാറി ഒരുത്തന്റെ നെഞ്ചിൽ കൈമുട്ടുകൊണ്ട് ശക്തിയിൽ ഒരിടി കൊടുത്തു. ഇരുമ്പ് കൂടം കൊണ്ട് അടികിട്ടിയ പോലെ അയാൾ നിലത്തേക്ക് വീണു. രണ്ടാമനെ ഹരി പുറകിൽ നിന്നും ആഞ്ഞു ചവിട്ടി. അവൻ ചെന്ന് വീണത് ജീപ്പിന്റെ സൈഡിലേക്കായിരുന്നു. മറുവശത്ത് അമൽ 2 ഗുണ്ടുകളെ കഴുത്തിൽ പിടിച്ച് നിലത്തേക്ക് ആഞ്ഞടിച്ചു. പക്ഷേ പിറകിൽ നിന്നും വന്നവന്റെ ഇടിയിൽ അമൽ റോഡിലേക്ക് തെറിച്ചു വീണു. തന്നെ പിന്നിൽ നിന്നും ആക്രമിക്കാൻ വന്നവനെ അടിനാമ്പിക്ക് ചവിട്ടിക്കൊണ്ട് ഹരി അയാളുടെ കഴുത്തിൽ കയറിയിരുന്ന് കാലുകൊണ്ട് വട്ടക്കറക്കി. ചെറിയൊരു ഞരക്കം മാത്രമേ അയാളിൽ നിന്നും കേട്ടുള്ളൂ. വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോലും അയാൾക്ക് സാധിച്ചില്ല. ശേഷിച്ച 2 പേരും ഹരിയുടെ നേർക്ക് 2 സൈഡിൽ നിന്നും വാളും വീശിക്കൊണ്ട് ഓടി വന്നു. സമർത്ഥമായി ഒഴിഞ്ഞു മാറിയ ഹരി അവർ 2 പേരുടെയും പുറത്തേക്ക് വായുവിൽ ഉയർന്നു ചാടിച്ചവിട്ടി. ചവിട്ട് കിട്ടിയ ഒരുത്തൻ തല ജീപ്പിന്റെ ബോണറ്റിലിടിച്ച് ബോധം കെട്ട് വീണു. അവശേഷിച്ചൊരുവനെ ഹരിയും അമലും ചേർന്ന് ജീപ്പിനോട് ചേർത്ത് നിർത്തി തലങ്ങും വിലങ്ങും മർദ്ദിച്ചു. ചോര നിറഞ്ഞ അവന്റെ മുഖമുയർത്തി ഹരി ചോദിച്ചു, നിന്നെയൊക്കെ ആരാ പറഞ്ഞേച്ചെന്ന് വേഗം പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്റെ കാര്യം കട്ടപ്പുകയാണ്. മുഖത്തിന് നേരെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഹരി നിന്നു. ടോമിച്ചൻ പറഞ്ഞിട്ടാ ഞങ്ങൾ. വായിൽ നിറഞ്ഞ ചോര തുപ്പിക്കൊണ്ട് അയാൾ പറഞ്ഞു. അയാളുടെ മുഖത്തേക്ക് ആഞ്ഞൊരു ഇടി കൂടി കൊടുത്ത് ശേഷം ഹരി ചോദിച്ചു, ആരാടാ നിന്റെയൊക്കെ ഈ ടോമിച്ചൻ? ഞങ്ങൾക്കറിയില്ല, ഫോണിലൂടെയുള്ള കൊട്ടേഷനാണ്. മറുപടി പറഞ്ഞു കഴിയുമ്പോഴേക്കും അയാൾ നിലത്തേക്ക് വീണിരുന്നു. ആരാമലേ ഈ പുതിയ അവതാരം ടോമിച്ചൻ? എടാ, അടിച്ച പാമ്പ് ചാവണം, അതിനെ നോവിച്ചു വിടരുത്. തലയ്ക്ക് മീതെ തൂങ്ങുന്ന വാള് പോലെയാവും അവസാനം. SP അനിരുദ്ധ് ശങ്കറിനെ നോക്കി പറഞ്ഞു. ഞാനല്ല, സാറിനറിയാലോ എൻ്റെ രീതി ഇങ്ങനെയല്ല, ഇത് വേറെ ആരുടെയോ പണിയാണ്, ശങ്കർ പറഞ്ഞു. എന്തായാലും അത് നന്നായി. ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് ഉണ്ടായാലും പേര് മറ്റവന് പൊക്കോളും. ചുണ്ടിലിരുന്ന സിഗരറ്റ് കത്തിച്ചുകൊണ്ട് അനിരുദ്ധ് പറഞ്ഞു നിർത്തി. ക്വാർട്ടേഴ്സിൽ ചെറിയൊരു മയക്കത്തിന് ശേഷം ഹരിയും അമലും മുറ്റത്തുള്ള ബെഞ്ചുകളിലേക്കിരുന്നു.
അന്നത്തെ ന്യൂസ് പേപ്പർ ഹരിയുടെ കയ്യിലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലെ ഇരട്ട കൊലപാതകം, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച, SI ഹരി, CPOമാരായ സോമൻ, അമൽ എന്നീ പോലീസുകാർക്ക് സസ്പെൻഷൻ. വായിച്ച പത്രം മടക്കി ഹരി താഴെ വെച്ചു. അമലേ, സോമൻചേട്ടനെ രക്ഷിക്കണമെങ്കിൽ ഈ കേസ് തെളിയിച്ചേ പറ്റൂ. കയ്യിലെ കോഫി ഗ്ലാസ് താഴെ വെച്ചുകൊണ്ട് അമൽ മറുപടി പറഞ്ഞു. ഒരു കണക്കിന് ഈ സസ്പെൻഷൻ നല്ലതിനാണ്. ആരുടെ ഉത്തരവിനെ പിടിച്ച് പകുതിക്ക് നിർത്തേണ്ടി വരില്ല. നമുക്ക് ആദ്യം മുതലേ ഉള്ള സംഭവങ്ങൾ കണക്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. ഹരി മുന്നിലിരിക്കുന്ന ഡയറി തുറന്ന് നോട്ട് ചെയ്തു തുടങ്ങി. അറ്റൻഡർ ലൂയിസ്, സിസ്റ്റർ ആർദ്ര, നിർമ്മല, ഇവർ 3 പേരും കരിമാത്ര പഞ്ചായത്തിലെ താമസക്കാർ. PRO അബി തേക്കുമുറി പഞ്ചായത്തുകാരൻ. ഡോക്ടർ അൽഫോൻസ ഏറിയാട് പഞ്ചായത്തിലെ താമസക്കാരി. അമൽ ഹരിയുടെ സംസാരം ശ്രദ്ധിച്ചിരുന്നു. ഇനി നമുക്കറിയേണ്ടത് ഇവർ 4 പേരും ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഇഷ്യൂ മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ്, ഹരി പറഞ്ഞു. പക്ഷേ സർ, ഡോക്ടറും അബിയും തമ്മിൽ മുൻപരിചയമുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അബി പഠനശേഷം ബാംഗ്ലൂരിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതുമാത്രമല്ല, ഇവിടെ ജോയിൻ ചെയ്തിട്ട് 3 മാസം തികഞ്ഞിട്ടില്ല. അമൽ തന്റെ സംശയം ഹരിയോടായി പറഞ്ഞു. ശരിയാണ്, അവിടെ ഒരുമിച്ച് കൂടുതൽ വർഷങ്ങൾ ജോലി ചെയ്തത് ലൂയിസും ഡോക്ടറാണ്. ലൂയിസിന് പറയാനുണ്ടാവും. ഹരിയുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു. SP അനിരുദ്ധ്, അബി രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നറിയണം. ഡോക്ടറുടെ മൊഴിയിന്മേൽ പണി കിട്ടിയിട്ടുള്ളത് കൊണ്ട് അനിരുദ്ധന്റെ പങ്ക് കൂടുതൽ സാധ്യതയുണ്ട്, അമൽ പറഞ്ഞു. കിരണിന്റെ മരണം ഈ കേസിനെ വഴിതിരിച്ച് വിടാനാണെന്ന് പ്രാഥമികമായി നമുക്ക് സംസാരിക്കാം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ 5 പേരുമായി ബന്ധപ്പെടുത്താവുന്ന ഏതെങ്കിലും ചെറിയൊരു ക്ലൂ പോലും വിട്ടുകളയാൻ പാടില്ല. ഹരി തന്റെ ഡയറി മടക്കി. അമലേ, നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം കൂടി കേസിലുണ്ട്. ദിവസങ്ങളോളം പഴക്കമുള്ള ആ ഡെഡ് ബോഡി, അതാരുടേതാണ്? ആരാണ് അവിടെ എത്തിച്ചത്? എങ്ങനെ മരണപ്പെട്ടു? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കണ്ടെത്തിയാലേ സോമൻചേട്ടനെ രക്ഷിക്കുന്നതിനോടൊപ്പം കുറ്റവാളികളെ കൂടി പിടികൂടാൻ പറ്റൂ. ശരിയാണ് സാർ. ആശുപത്രിയിൽ CCTV ക്യാമറകളില്ല. ചുറ്റുവട്ടത്തുള്ള വീടുകളിലും കടകളിലുമില്ല. പിന്നെയുള്ളത് കച്ചേരി കവലയിലാണ്, ട്രാഫിക് പോലീസിന്റെ. ഈ സാഹചര്യത്തിൽ നമുക്കത് കിട്ടാനും പ്രയാസമാണ്, അമൽ പറഞ്ഞു. ഹരി ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. എന്നാലും കാലത്ത് തന്നെ ആരാടോ പണിയാൻ വന്നേ? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ സർ. അമൽ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റ് ഉറക്കെ പിടിച്ചു. അവർ വന്ന സ്കോർപിയോ കർണാടക രജിസ്ട്രേഷൻ ആയിരുന്നു. ഹരിയുടെ മനസ്സിൽ സംശയങ്ങൾ മിന്നിമറഞ്ഞു. അപ്പോൾ അത് തന്നെ, ടോമിച്ചൻ, അബി, ബാംഗ്ലൂർ. ഹരി ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അമലിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു വരുന്നത്? അമലിന്റെ മുഖത്തും ചിരി വിരിഞ്ഞു. അത് തന്നെ. അവന്മാർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോടോ? ഹരി ചോദിച്ചു. ഒരുത്തൻ്റെ കാല് ഞാനൊന്ന് ഒടിച്ചിട്ടുണ്ട്. സാർ എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്കറിയില്ല, അമൽ ചിരിച്ചു. വാ സാറേ, അടുത്തുള്ള ഹോസ്പിറ്റലിലൊന്ന് തപ്പാം. അവന്മാരെ കിട്ടിയ കാര്യങ്ങൾ എളുപ്പമാവും. അതുകൊണ്ട് കാര്യമില്ല അമലേ, അവർക്ക് ഫോണിലൂടെ മാത്രമേ ടോമിച്ചിനെ അറിയൂ. നമുക്ക് കരിമാത്രയ്ക്ക് വിടാം. ലൂയിസിന്റെ വീട് ആദ്യം. ഹരിയും അമലും തയ്യാറായി പുറത്തേക്കിറങ്ങി. തൻ്റെ ഇഷ്ടപ്പെട്ട വാഹനമായ ബുള്ളറ്റിന്റെ ഷീറ്റ് മാറ്റി ഹരി സ്റ്റാർട്ട് ചെയ്തു. സൈലൻസറിൽ നിന്നും വന്ന ശബ്ദം അമലിന്റെ നെഞ്ചിലേക്ക് തറച്ചു കയറി. ബുള്ളറ്റ് ക്വാർട്ടേഴ്സിന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് കുതിച്ചു. കരുമാത്ര, വാഴാനി ഡാമിനോടും റിസർവ് ഫോറസ്റ്റിനോടും ചേർന്ന് കിടക്കുന്ന 6000-ഓളം ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. ഡാമിലെ മീൻപിടുത്താണ് മിക്കവരുടെയും ജീവിതമാർഗം. രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ നല്ലൊരു ആശുപത്രി പോലും ഗ്രാമത്തിലില്ല. അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. ടാറിട്ട റോഡുകൾ ഒന്നുപോലുമില്ലാത്ത ഒരു ഗ്രാമത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ അതാണ് കരിമാത്ര. മാറി മാറി വരുന്ന സർക്കാരുകൾ പോലും ഇങ്ങനെയൊരു ഗ്രാമം കേരളത്തിൽ ഉണ്ടെന്നുള്ള ഭാവം പോലും കാണിക്കാറില്ല. വോട്ടിനു വേണ്ടി മാത്രം കയറിയിറങ്ങുന്ന ജനപ്രതിനിധികൾ. ഇവിടെ നിന്നാണ് ലൂയിസ്, ആർദ്ര, നിർമ്മല എന്നീ 3 പേരും ജോലിക്കായി ചെറുവാളിലേക്ക് വരുന്നത്. ഈ 3 പേർ മാത്രമാണ് കരിമാത്രയിൽ നിന്നും പുറത്തു വന്ന് പഠിച്ചവരും ജോലി ചെയ്യുന്നവരും. വഴിയരികിലെ ചായക്കടയിൽ ഇരുന്ന് ഹരിയും അമലും സംസാരിച്ചു. സർ, നമ്മൾ ആരാണെന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലുക? കേട്ടിടത്തോളം വീടിന് പുറത്തിറങ്ങി ഒന്ന് ഉറക്കെ വിളിച്ചാൽ ആ ഗ്രാമത്തിലെ എല്ലാവരും കേൾക്കും. അവിടെ ജനിച്ചു വളർന്നവർ കൂട്ടത്തിലുള്ളവരെ ഒറ്റിക്കൊടുക്കുമോ? അമലിന്റെ സംശയം ഹരിയുടെ മനസ്സിൽ മുടലെടുത്തിരുന്നു. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഹരി അമലിന് മറുപടി കൊടുത്ത് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. കല്ലുകളും പാറകളും നിറഞ്ഞ ഇടുങ്ങിയ വഴികളിലൂടെ ചെറിയ ചാറ്റൽ മഴയിലൂടെ യാത്ര ചെയ്ത് ഏകദേശം 9:30 അവർ കരിമാത്രയിലെത്തി. വരുമ്പോഴുണ്ടായ നേരിയ മഴ ശക്തി പ്രാപിച്ചു. ആദ്യം കണ്ട ചായക്കടയുടെ അടുത്തേക്ക് അവർ വണ്ടി ഓടിച്ചു. നമ്മൾ തമ്മിൽ ഇനി സാറുവിളി വേണ്ട,
അമലേ, പരസ്പരം പേര് വിളിച്ചാൽ മതി. നമ്മളിവിടെ പോലീസുകാരായിട്ടല്ല, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന അറ്റൻഡേഴ്സാണ്. നടക്കുന്നതിനിടെ ഹരി അമലിനോട് സ്വകാര്യം പറഞ്ഞു. ചേട്ടാ, 2 കാപ്പി. അമൽ കൈ ഉയർത്തി പറഞ്ഞുകൊണ്ട് ബെഞ്ചിലേക്കിരുന്നു. ഹരി ആ ചായക്കട മൊത്തം വീക്ഷിക്കുകയായിരുന്നു. ഈ പ്രദേശത്തെ ഏക ഹോട്ടലായിരിക്കണം ഇത്. ചെറുതെങ്കിലും 10-20 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. ചുമരിൽ കരി നിറഞ്ഞ മാറാലകൾ അങ്ങിങ്ങായി കാണാം. ഗണപതിയുടെ ഫോട്ടോ വെച്ച് ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. കൂടെ ഒരു വയസ്സായ ആളുടെ കൂടി ഫോട്ടോയിൽ മാലയിട്ട് വെച്ചിരിക്കുന്നു. തങ്ങളടക്കം 7 പേർ കടയിലുണ്ട്. ബാക്കി എല്ലാവരും തനി ഗ്രാമീണർ. മുഷിഞ്ഞ മുണ്ടും ഷർട്ടുമാണ് ഏവരുടെയും വേഷം. വസ്ത്രങ്ങളിൽ അങ്ങിങ്ങായി ചെളിയുടെ പാടുകൾ കാണാം. നിങ്ങൾ എവിടുന്നാ? ഇതിനു മുമ്പ് ഇവിടെങ്ങും കണ്ടിട്ടില്ലാലോ. കാപ്പി കൊടുക്കുന്നതിനിടെ കടക്കാരൻ ചോദിച്ചു. അതേ ക്ലീഷേ ഡയലോഗ് എത്ര കൊല്ലായിട്ട് കേൾക്കുന്നതാ, അമൽ ചിരിച്ചുകൊണ്ട് മനസ്സിലോർത്തു. ഡാമിലേക്ക് വന്ന പുതിയ സാർമാരാണോ എന്നറിയാൻ ചോദിച്ചതാ. അല്ല ചേട്ടാ, ഞങ്ങൾ ചെറുവാൽ ഹോസ്പിറ്റലിൽ ജോലിയെടുക്കുന്നവരാ, അമൽ മറുപടി നൽകി. സംശയത്തോടെ കടക്കാരൻ അവരെ നോക്കി. ഇവിടെ എന്തിനാ വന്നത്? ഇവിടുന്ന് 3 പേര് അവിടെ ഞങ്ങളുടെ ഒപ്പം ജോലി നോക്കുന്നുണ്ട്, അവരെ കാണാൻ വന്നതാ, ഹരി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന നാട്ടുകാരിൽ എല്ലാവരിലും അത്ഭുതം വിടർന്നു. മക്കളെ, ഇവിടെ നിന്നാരും പുറം നാട്ടിലേക്ക് ജോലിക്ക് പോകാറില്ല. വാഴാനിയമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഇവിടെ തന്നെ കിട്ടും. മക്കൾ ആ ഫോട്ടോ കണ്ടു? ഞങ്ങളുടെ ദൈവമാണ് ആ മനുഷ്യൻ. അദ്ദേഹം മാത്ര ഇവിടെ നിന്ന് വേറൊരു നാട്ടിലേക്ക് ജോലി തേടി പോയ ഏക മനുഷ്യൻ, കടക്കാരൻ സങ്കടം നിറഞ്ഞ വാക്കുകളോടെ പറഞ്ഞു. നിങ്ങൾ ആ സൈഡിലേക്കൊന്ന് നോക്കിയേ, നാട്ടുകാരിൽ പ്രായം കൂടിയ ഒരാൾ പറഞ്ഞുകൊണ്ട് കിഴക്കേ സൈഡിൽ കാടുപിടിച്ച് കിടക്കുന്ന ഒരു ഗ്രൗണ്ട് ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾക്കൊരു ആശുപത്രി ഉണ്ടാക്കാൻ പണം സമ്പാദിക്കാൻ പോയതാണ് അദ്ദേഹം. ഇടയ്ക്ക് വരും, ഓരോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ആ കാണുന്ന പറമ്പിൽ തറകെട്ടിയതും ചുറ്റിനും മതിൽ കെട്ടിയതുമെല്ലാം. പക്ഷേ കടക്കാരൻ മുഴുവിപ്പിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. തറകെട്ടിയ അന്ന് പോകുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് തന്നു ഞങ്ങൾക്ക്. ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ ആശുപത്രി പണിത് തീർക്കാനുള്ള മുഴുവൻ പണവുമായി വരുമെന്ന്. നാട്ടുകാരിലെ മറ്റൊരാൾ പറഞ്ഞു. പക്ഷേ പറഞ്ഞ വാക്ക് പാലിക്കാൻ അദ്ദേഹം എത്തി, കൈനിറയെ പണവുമായി. ജീവനറ്റ അദ്ദേഹത്തിന്റെ ശരീരമാണ് ഞങ്ങൾക്ക് പണത്തിൻ്റെ ഒപ്പം കിട്ടിയത്. കരച്ചിലിനിടയിലും കടക്കാരൻ കണ്ണു തുടച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ഹരിയും അമലും മുഖത്തോട് മുഖം നോക്കി നിന്നു. അപ്പോൾ ചേട്ടാ, അറ്റൻഡർ ലൂയിസ്, സിസ്റ്റർ ആർദ്ര, നിർമ്മല, ഈ 3 പേരാണ് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നത് അവിടെ. കടയിൽ കൂടി നിന്നെല്ലാവരെയും നോക്കി ഹരി പറഞ്ഞു. ആ 3 പേരുകൾ അവരുടെ കാതിൽ ഇടുത്തി പോലെയാണ് കേട്ടത്. ചുറ്റിലും നിന്ന എല്ലാവരും ഹരിയുടെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കി. ഞങ്ങൾ പറഞ്ഞ ആ ദൈവത്തിന്റെ, അദ്ദേഹത്തിന്റെ പേരാണ് ലൂയിസ്. നിർമ്മലാമ്മ അദ്ദേഹത്തിന്റെ നല്ല പാതിയാണ്. ആദ്ര അവരുടെ മകളാണ്. ഈ നാടിന്റെ കാന്താരിയായിരുന്നു അവൾ. ആ വയസ്സായ കാരണവർ ബെഞ്ചിലേക്കിരുന്നു. എല്ലാവരുടെയും കണ്ണുകളും നിറഞ്ഞു. ആദ്യത്തെ ഞെട്ടലിന്റെ ഷോക്കിൽ നിന്ന് മാറുന്നതിന് മുമ്പേ കേട്ട മറുപടി അവരെ വീണ്ടും സംശയത്തിലാക്കി. കടയിൽ എല്ലാവരുടെയും മൗനത്തെ ഭേദിച്ചുകൊണ്ട് 70-ലധികം പ്രായം തോന്നിക്കുന്ന ഒരാളും ചെറുപ്പക്കാരനും അങ്ങോട്ട് ഓടിക്കയറി വന്നു. ഗോപിച്ചേട്ടാ, മലവെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കീഴാനി പാലം മുഴുവൻ വെള്ളത്തിലായി. തല തോർത്തിക്കൊണ്ട് ഹരിയെയും അമലിനെയും ശ്രദ്ധിച്ച ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. അത് കഷ്ടായല്ലോ, ഈ കൊച്ചന്മാരുടെ കാര്യം അവതാളത്തിലായല്ലോ, കടക്കാരൻ ഗോപി പറഞ്ഞു. എന്ത് ചേട്ടാ പ്രശ്നം? അമൽ വന്ന് കയറിയവരോടായി ചോദിച്ചു. കീഴാനിപ്പാലമാണ് പുറം ലോകവുമായി ഞങ്ങളെ ബന്ധിപ്പിക്കുന്നത്. ആ വഴി ഇനി കുറച്ചുനാളേക്ക് പോകാൻ പറ്റില്ല, ഗോപിച്ചേട്ടനാണ് അവർക്ക് മറുപടി നൽകിയത്. പുറത്തുനിന്നും കയറി വന്ന പ്രായമുള്ള ആൾ ഹരിയുടെ മുൻപിലേക്ക് കയറി നിന്നു. ആകമാനമൊന്ന് വീക്ഷിച്ചു. എവിടെയോ കണ്ട പോലെ, നല്ല മുഖപരിചയം. സംശയത്തോടെ അയാൾ ചോദിച്ചതും കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ഇടിവെട്ടി. പൂട്ടിയിട്ടിരിക്കുന്ന ഒരു വലിയ ഗോഡൌൺ. ഇരുളു നിറഞ്ഞ ആ ഹാളിനകത്ത് ഫിലമെന്റ് ബൾബിന്റെ മഞ്ഞ വെളിച്ചം മാത്രം നിറഞ്ഞു നിന്നു. മൂലയ്ക്കുള്ള ഒരു കസേരയിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ CPO സോമൻ ഇരിക്കുന്നുണ്ട്. അടികൊണ്ടതിന്റെ പാടുകളും ഇറ്റിറ്റു വീഴുന്ന ചോരത്തുള്ളികളും ആ മുഖത്ത് കാണാം. മേൽക്കൂര മുഴുവൻ വവ്വാലുകൾ നിറഞ്ഞിരുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള കൂമ്പന്റെ മുകളിലും ചീവീടിന്റെ ശബ്ദവും ഹാളിൽ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. നിശബ്ദതയെ മുറിച്ചുകൊണ്ട് വലിയ ശബ്ദത്തോടെ വാതിലുകൾ തുറന്നു. പുറകിൽ നിന്നും വരുന്ന വാഹനത്തിന്റെ പ്രകാശത്തിൽ നടന്നു വരുന്നവരുടെ മുഖം സോമന് വ്യക്തമായില്ല. അതികായനായ 65 വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ഒരാൾ സോമന്റെ മുൻപിലേക്ക് വന്നു നിന്നു. ടോമിച്ചൻ. ചുണ്ടുകളിൽ വന്ന് രക്തം തുപ്പിക്കളഞ്ഞ് പുച്ഛത്തോടെ സോമൻ പേര് പറഞ്ഞു.
മുന്നിൽ വന്നു നിന്ന അയാളിൽ നിന്നും ഉച്ചത്തിലൊരു പൊട്ടിച്ചിരി ഉയർന്നു. കാറ്റ് കൊണ്ടുപോയാലും കടൽ കൊണ്ടുപോയാലും തേവർകുളം ടോമിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധനം നീ കൊണ്ടുപോയിരുന്നു. ടോമിച്ചൻ രണ്ടും കൈയും കെട്ടി അടുത്തുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് സോമനോട് സംസാരിച്ചു. എന്നിട്ട് എന്തായടോ, ഇന്നലെ എൻ്റെ പിള്ളേരൊന്ന് ഞോണ്ടി നോക്കി. ആവേശം ഒട്ടും കുറക്കാതെ തന്നെ വളർത്തിയിട്ടുണ്ടല്ലോ താൻ അവനെ. ടോമിച്ചൻ വലത് കൈ കൊണ്ട് സോമന്റെ കവിളുകൾ പിടിച്ചു ഞെരിച്ചു. തലകൊണ്ട് അയാളുടെ കൈ തട്ടിമാറ്റി സോമൻ ചോര തുപ്പിക്കൊണ്ട് പറഞ്ഞു. അതേടോ, കാറ്റിനും കടലിനും പരുന്തിനും ഒന്നിനും കൊടുക്കാതെ എൻ്റെ ചിറകിനടിയെ ഞാൻ അവനെ ഒരു ആയുധമാക്കി മാറ്റി. നിന്റെ തലയെടുക്കാൻ കെൽപ്പുള്ള നല്ല ഒന്നാം തരം ഇരുതലവാൾ. അതിന് മറുപടിയായി ടോമിച്ചനിൽ നിന്നും വലിയ അട്ടഹാസം ഉയർന്നു. ആ ശബ്ദത്തിൽ അവിടെയുണ്ടായിരുന്ന വവ്വാലുകൾ കൂട്ടത്തോടെ പുറത്തേക്ക് ചിറകടിച്ചു പറന്നകന്നു. നിന്റെ ആ ഇരുതലവാൾ ഒറ്റവെട്ടിന് ഞാൻ കഷ്ണങ്ങളാക്കും. അവന്റെ തല ഈ കയ്യിൽ വെച്ച് ഞെരിച്ചുടയ്ക്കും ഞാൻ. വലത് കൈ മുഷ്ടി ചുരുട്ടി ദേഷ്യത്തോടെ സോമന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അയാൾ. ഇതിലും വലിയ പരാക്രമിയായിരുന്ന അവന്റെ തന്ത എൻ്റെ ഈ കൈകൊണ്ടാ തീർന്നത്. പിന്നെയല്ലേ ഈ ചീട്. ചിരിച്ചുകൊണ്ട് ടോമിച്ചൻ സോമനെ നോക്കി. ടോമിച്ച, അവൻ സ്വയം തിരിച്ചറിയുന്നത് വരെയുള്ളൂ നിന്റെ ഈ അഹങ്കാരം. അവൻ വരും നിന്റെ മുമ്പിൽ, പകരം ചോദിച്ചിരിക്കും ഓരോന്നിനും. അവൻ്റെ അച്ഛൻ്റെ പേര് കീഴാനി രാഘവൻ എന്നാണ്, അത് നീ മറക്കണ്ട. സോമൻ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തിയതും ടോമിച്ചൻ്റെ കയ്യിലിരുന്ന എസ് ഷേപ്പുള്ള കത്തി സോമന്റെ ഹൃദയം തുളച്ചതും ഒരുമിച്ചായിരുന്നു. പരലോകത്തിരുന്ന കൂട്ടുകാരൻ്റെ ഒപ്പം നീ കണ്ടോ, അവനെയും ഞാൻ ഇല്ലാതാക്കണത്. ടോമിച്ചൻ സോമന്റെ അടുത്തേക്ക് നടന്നു. മുഖം പിടിച്ചുയർത്തി കണ്ണുകളിൽ നോക്കി. നെഞ്ചിൽ നിന്നും വലിച്ചൂരിയ കത്തി വീണ്ടും കുത്തി വട്ടം കറക്കി. കത്തിയിലെ ചോര മണത്തു നോക്കിയിട്ട് ടോമിച്ചൻ തിരിഞ്ഞു നടന്നു. ജീപ്പിൽ നിന്നും 2 ഭീകരരായ കറുത്ത നായ്ക്കളെ ടോമിച്ചൻ കെട്ടഴിച്ച് ആ കത്തി മണപ്പിച്ചു. ചുടുചോരയുടെ മണം കിട്ടിയ ആ പിശാചുകൾ സോമന്റെ നേരെ പാഞ്ഞു. കരുമാത്ര, ഇനി 3-4 ദിവസത്തേക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. മക്കളിവിടെ കൂടിക്കോ, കടക്കാരൻ അവരോട് പറഞ്ഞു. ഒരു ലോഡ്ജ് പോലുമില്ലാത്തിവിടെ ഞങ്ങളെങ്ങനെ താമസിക്കും? പുറത്തേക്ക് പോകാൻ വേറൊരു മാർഗവും ഇല്ലേ? ഹരി നിരാശയോടെ ചോദിച്ചു. മലവെള്ളം ഇറങ്ങിയാലേ നിങ്ങൾക്കിനി പോകാൻ പറ്റൂ. അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിനിടയ്ക്ക് കീഴാനിപ്പുഴ നീന്തി കടക്കണം. കടക്കാരൻ മറുപടി നൽകി. അത് നിങ്ങളെക്കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും കഴിയില്ല, നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. ഒരാളുണ്ടായിരുന്നു മലവെള്ളപ്പാച്ചിലിൽ കീഴാനിപ്പുഴ കീഴടക്കിയവൻ. വാടാനി ഡാം അവൻ്റെ കളിത്തൊട്ടിലായിരുന്നു. ലൂയിസേട്ടൻ ഞങ്ങളുടെ ദൈവമായിരുന്നെങ്കിൽ അവൻ ഞങ്ങളുടെ ധൈര്യമായിരുന്നു. കീഴാനി രാഘവൻ. ഒരു നെടുവീർപ്പോടെ കാരണവർ ഹരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞവസാനിപ്പിച്ചു. ആ പേര് കേൾക്കുമ്പോൾ അവിടെ നിന്നിരുന്ന നാട്ടുകാരിൽ ആവേശവും പ്രസരിപ്പും നിറയുന്നത് ഹരി അറിഞ്ഞു. തൻ്റെ ഉള്ളിലും ആ പേര് ചലനമുണ്ടാക്കിയ പോലെ അവന് തോന്നി. നിങ്ങൾ എൻ്റെ ഒപ്പം വാ, ഡാമിനടുത്ത ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഞാനവിടെ താമസം. പറഞ്ഞുകൊണ്ട് ഹരിയുടെ ചുമലിൽ അദ്ദേഹം കൈവച്ചു. സൗമ്യതയോടെയാണ് പറഞ്ഞതെങ്കിലും ഒരാജ്ഞക്കേട്ടനുസരണയോടെ ഹരി അയാളുടെ കൂടെ ഇറങ്ങി. ഒപ്പം അമലും. വണ്ടി അങ്ങോട്ട് ഒതുക്കി വെച്ചോ, നമുക്ക് ഇവിടുന്ന് നടക്കാം. വണ്ടിയുടെ അടുത്തേക്ക് നടന്നപ്പോഴാണ് അദ്ദേഹം ശരിക്കും ശ്രദ്ധിക്കുന്നത്. KLB 706. തൻ്റെ മനസ്സിലെ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ആ വണ്ടിയെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വല്യച്ഛൻ്റെ പേരെന്താ? നടക്കുന്നതിനൊപ്പം ഹരി ചോദിച്ചു. അമൽ നടക്കുന്ന വഴി മുഴുവൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഉയരം കൂടിയ മരങ്ങളുടെ ചില്ലകൾ ഒരു മേൽക്കൂര പോലെ വഴിയെ ആവരണം ചെയ്തു. താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വേരുകൾ പാമ്പുകളെ പോലെ തോന്നിച്ചു. മണ്ണും കല്ലുകളും നിറഞ്ഞ വഴിയാണ്. വശങ്ങളിലുള്ള മരങ്ങൾ 4 ആൾ പിടിച്ചാൽ പോലും വട്ടമെത്താത്ത അത്രയുണ്ട്. തങ്കച്ചൻ ഇവിടുത്തെ ഡാമിൻ്റെ വാച്ചറാണ്. തങ്കച്ചൻ മറുപടി നൽകി. മുന്നോട്ട് നോക്കി വേഗത്തിൽ നടന്നു. നടക്കുന്ന വഴികൾ അത്രയും ഹരി ആശയക്കുഴപ്പത്തിലായിരുന്നു. തങ്ങൾ അന്വേഷിച്ചു വന്ന 3 പേരും കാലങ്ങൾക്ക് മുമ്പേ മരിച്ചവരാണ്. അപ്പോൾ പിന്നെ ആശുപത്രിയിൽ കണ്ടവരാരാണ്? വളരെയധികം ദുരൂഹതകൾ നിറഞ്ഞ നാടാണ്. പക്ഷേ ആശുപത്രിയിൽ നടന്ന കൊലപാതകങ്ങളും ഈ നാട്ടുകാരും തമ്മിൽ ബന്ധമുണ്ടോ? അതറിയണമെങ്കിൽ ഇവിടുത്തെ പഴയ സംഭവങ്ങൾ അറിയണം. അവർ കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും ഗസ്റ്റ് ഹൗസ് എത്തി. ഓടുവിരിച്ച ചെറിയൊരു കെട്ടിടം. ചുറ്റിലും പൂച്ചെടികൾ വളർത്തിയിരിക്കുന്നു. ഗേറ്റിൽ നിന്ന് വാതിലിനടുത്ത് വരെ കരിങ്കല്ലുകൾ ഉപയോഗിച്ച് വഴി നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ അകത്തേക്ക് ചെല്ല്, ഉച്ചഭക്ഷണത്തിന് ഗോപിയുടെ കടയിലേക്ക് പോവാം. അതുവരെ വിശ്രമിച്ചോളൂ. തങ്കച്ചൻ അവരെ നോക്കി അപ്പുറത്തുള്ള മറ്റൊരു ചെറിയ റൂമിലേക്ക് കടന്നു. റൂമിൽ കയറിയ ഹരിയും അമലും ജനലിനടുത്തുള്ള കസേരകളിൽ ഇരുന്നു. ഈ കേസ് എങ്ങോട്ടാണ് സാർ പോകുന്നത്? ഒരെത്തും പിടിയില്ലല്ലോ. ലൂയിസും നിർമ്മലയും ആർദ്രയും മരിച്ചെങ്കിൽ പിന്നെ നമ്മൾ കണ്ടത് ആരെയാണ് സാർ? അമലിൻ്റെ ചോദ്യത്തിൽ ആശ്ചര്യം നിറഞ്ഞിരുന്നു. നമ്മളെ ആരോ ഇവിടേക്ക് മനഃപൂർവ്വം എത്തിച്ചതുപോലെ തോന്നുന്നു. അമലെ, ഈ കേസിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്.
ഹരി പുറത്തേക്ക് ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് ആ തങ്കച്ചനോട് ചോദിച്ചാലോ ഇവിടുത്തെ ചരിത്രം, അമല് പറഞ്ഞു. അത് ചോദിക്കേണ്ട ആവശ്യമില്ല മക്കളെ, ഞാൻ പറഞ്ഞു തരാം. കയ്യിൽ 3 ഗ്ലാസ് ചായയുമായി തങ്കച്ചൻ മുറിക്കകത്തേക്ക് വന്ന് അവരുടെ ഒപ്പം ഇരുന്നു. ഈ നാട്ടുകാരുടെ കൂട്ടത്തിൽ എന്തിനും ഏതിനും മുന്നിൽ നിന്ന് ചെയ്തു കൊടുക്കുന്ന ഈ നാടിന്റെ ശാപമായ മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ എല്ലാവരെയും രക്ഷിക്കാൻ മുൻകൈയെടുക്കുന്ന നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു തനി നാട്ടുമ്പുറത്തുകാരൻ, അതാണ് ലൂയിസ് ഏട്ടൻ. ഞങ്ങൾക്കെല്ലാം ഇവിടെ ഉണ്ട്, ഒന്നൊഴികെ. മക്കൾക്കോ വയസ്സായവർക്കോ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ ഒരു ആശുപത്രി മാത്രമുണ്ടായിരുന്നില്ല. ഞങ്ങൾ കാണാത്ത മന്ത്രിമാരില്ല, ആളുകളില്ല. ഇവിടെ ഇടയ്ക്ക് നാട്ടുകൂട്ടം ഉണ്ടാവും, പഞ്ചായത്ത് മീറ്റിംഗ് പോലുള്ള ഒരു സംവിധാനം. അങ്ങനെ ഒരു കൂട്ടത്തിലാണ് ലൂയിസ് ഏട്ടൻ പറയുന്നത് ഇവിടെ ആശുപത്രി പണിയണമെന്നും അതിനുള്ള പണം സ്വരൂപിക്കാൻ കരിമാത്ര കടന്ന് പുറം നാട്ടിൽ പോകുമെന്നും. ഇവിടുന്ന് പോയാൽ തിരിച്ചു വരാൻ സാധ്യതയില്ലെന്നും വരണമെങ്കിൽ അറുത്തുമാറ്റാൻ പറ്റാത്ത ഒരു ബന്ധം വേണമെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ നിർമ്മലയെ കൊണ്ട് ലൂയിസിനെ കല്യാണം കഴിപ്പിക്കുന്നത്. നാട്ടുകാരുടെ വിശ്വാസത്തിനു വേണ്ടി തൻ്റെ കുഞ്ഞ് നിർമ്മലയുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന വാർത്ത കേട്ടതിന് ശേഷമാണ് അദ്ദേഹം കരിമാത്ര കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് എന്തിനും ഏതിനും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, രാഘവൻ. ധൈര്യത്തിന്റെ മനുഷ്യരൂപമെന്ന് പറയാം. ആരെയും കൂസാത്ത, ഒന്നിനെയും പേടിക്കാത്ത കാട്ടുപോത്ത് പോലെ ഒരുത്തൻ. ലൂയിസ് അദ്ദേഹം ഇവിടുന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ കുറവ് നികത്തിയിരുന്നത് രാഘവനായിരുന്നു. മനുഷ്യനായി ജനിച്ചവർക്ക് അസാധ്യമെന്ന് വിചാരിച്ചിരുന്ന കീഴാനിപ്പുഴ നീന്തി കടന്നതിൽ പിന്നെ കീഴാനി രാഘവൻ എന്നായി അവന്റെ പേര്. ലൂയിസ് ഏട്ടന്റെ ഓരോ വരവും ഈ നാട്ടിൽ ഉത്സവമായിരുന്നു. ആശുപത്രിക്ക് വേണ്ടി സ്ഥലം വാങ്ങി, തറകെട്ടി, മതിൽ പണിതു, താൽക്കാലികമായി ഒരു കെട്ടിടവും പണിതു അവിടെ. അവസാനത്തെ വരവിന് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, ഒരു ടോമി. ആശുപത്രിക്ക് ആവശ്യമായ പണവും മറ്റെല്ലാ കാര്യങ്ങളും ടോമിയുടെ സഹായത്തോടെയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ടോമിയുടെ നിർദ്ദേശപ്രകാരമാണ് താൽക്കാലികമായി കെട്ടിടം പണിതതും ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തിയതും. ഈ നാട്ടിലെ എല്ലാവരെയും അവിടെ പരിശോധിച്ചു. ചിലരെയൊക്കെ ഗുരുതരമായ രോഗങ്ങളുണ്ടെന്നും അത് മാറണമെങ്കിൽ പുറത്തുള്ള ആശുപത്രിയിൽ പോകണമെന്നും ടോമി ഞങ്ങളെ അറിയിച്ചു. മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്ന കൊച്ചു ഡോക്ടർ ഞങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കി തരികയും ചെയ്തു. അങ്ങനെ ഓരോ 50 പേരെ വീതം ടോമിയും ഡോക്ടറും ചികിത്സയ്ക്കായി കൊണ്ടുപോകും. കുറച്ചു നാളുകൾക്ക് ശേഷം തിരികെ കൊണ്ടുവരും. അതിനിടെയാണ് ലൂയിസ് അദ്ദേഹത്തിന്റെ ജീവനില്ലാത്ത ശരീരം ഇവിടേക്ക് വരുന്നത്. ഒപ്പം കുറെ പണവും ടോമിയും ഉണ്ടായിരുന്നു. തോളത്ത് കിടന്ന തോർത്തെടുത്ത് മുഖം തുടച്ചുകൊണ്ട് തങ്കച്ചൻ പറഞ്ഞു നിർത്തി. അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത്? ആകാംക്ഷയോടെ ഹരി ചോദിച്ചു. ഇവിടെ ആശുപത്രി തുടങ്ങാൻ സമ്മതിക്കാത്ത ശത്രുക്കൾ എല്ലാരും കൂടി അദ്ദേഹത്തെ ചതിച്ചു കൊലപ്പെടുത്തിയെന്നാണ് ടോമി പറഞ്ഞത്. ഞങ്ങൾക്കും കൂടുതലൊന്നും അറിയില്ല. പക്ഷേ നിർമ്മലാമ്മയും കുഞ്ഞിനെയും മീനാക്ഷിയും കൂട്ടി രാഘവൻ ടോമിയുടെ ഒപ്പം പോയി, ഈ നാട് കടന്ന് കൊന്നവരോട് പകരം ചോദിക്കാൻ. മാസങ്ങളായിട്ടും അവരെ കാണാതായപ്പോൾ ഞാനും വേറെ 1-2 പേരും കൂടി തിരക്കിപ്പോയി. രാഘവനെ ഞങ്ങൾ കണ്ടെത്തി. പക്ഷേ മോർച്ചറിയിൽ ആരുമില്ലാത്ത ഒരനാഥനെ പോലെ മരിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഹരിയും അമലും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ഹരിയുടെ മനസ്സിൽ പല ചിന്തകളും പാഞ്ഞു നടന്നു. അവിടെ കണ്ട് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരനായ പോലീസുകാരനുണ്ടായിരുന്നു. രാഘവന്റെ അടുത്ത കൂട്ടുകാരനെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അയാളിൽ നിന്നുമാണ് ടോമി ഞങ്ങളുടെ മുന്നിൽ കളിച്ചത് നാടകമായിരുന്നെന്നും ലൂയിസ് ഏട്ടനെയും നിർമ്മലാമ്മയെയും കുഞ്ഞിനെയും രാഘവന്റെ ഭാര്യ മീനാക്ഷിയെയും ടോമി വകവരുത്തിയതാണെന്നും അറിയുന്നത്. നെഞ്ചു പൊട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാവരോടും കാര്യങ്ങൾ പറയുന്നത്. ശാപം കിട്ടിയ പോലെ ഈ നാട്ടിൽ ഓരോരുത്തരായി മരണപ്പെടാൻ തുടങ്ങി. കൂടുതലും ടോമി ചികിത്സയ്ക്കെന്നും പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയവർ. നാളുകൾ കുറെയെടുത്തു ഞങ്ങൾ സാധാരണ നിലയിലേക്കെത്താൻ. വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞു തുടങ്ങിയിരുന്നു. ആ വിഷമം കാണാനാകാതെ ഹരി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. വാ മക്കളെ, നമുക്ക് ഊണഴിക്കാൻ പോവാം. കണ്ണുനീർ തുടച്ചുകൊണ്ട് അദ്ദേഹം മുന്നിൽ കയറി നടന്നു. തിരികെ നടക്കുന്ന വഴിയിൽ നാട്ടുകാരെ ചില്ലരെയൊക്കെ കണ്ട് പരിചയപ്പെട്ടതിനാൽ ഹരിക്കും അമലിനും പരസ്പരം സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഗോപിയുടെ കട എത്താറായപ്പോഴാണ് നാട്ടുകാരിൽ കുറെ പേർ കരച്ചിലോടെ ഓടുന്നത് അവർ കണ്ടത്. വാവിട്ട് കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയും പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു. തങ്ങൾക്ക് മുന്നിലൂടെ പോയ ഒരാളെ ഹരി പിടിച്ചു നിർത്തി. എന്താ ചേട്ടാ, എല്ലാവരും എങ്ങോട്ടാ ഓടുന്നേ? ആ പോകുന്ന കാർത്തൂന്റെ മകൾ കീഴാനിപ്പുഴയിൽ വീണു. മലവെള്ളം നല്ല ശക്തിയിലാണ് വരുന്നേ. പറഞ്ഞു തീരുന്നതിനു മുമ്പ് അയാൾ ഓടി. അമ്മേ, ചതിച്ചല്ലോ. ആ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടവർ ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട് തങ്കച്ചൻ തന്റെ അവശത വകവയ്ക്കാതെ ഓടി. കൂടെ ഹരിയും അമലും. പുഴയുടെ തീരത്തെത്തിയ അവർ പകച്ചു നിന്നു. തങ്ങൾ വന്ന പാലം പോലും കാണാനാവാത്ത അത്രയും വെള്ളം ഉയർന്നു കഴിഞ്ഞു. ശക്തമായ ഒഴുകും. നാട്ടുകാർ എല്ലാവരും കരയിൽ നിന്ന് അലറിക്കരയുകയായിരുന്നു. കാർത്തുവിനെ ആരൊക്കെയോ ചേർന്ന് വട്ടം പിടിച്ചിട്ടുണ്ട്.
അമൽ ചുറ്റിലും നോക്കി. എല്ലായിടത്തും വെള്ളം മാത്രം. ഒഴുക്കാണെങ്കിൽ അതിൻ്റെ പരമാവധി ശക്തിയിലാണ്. ദേ അവിടെ കുഞ്ഞ്, കൂട്ടത്തിൽ ആരോ വിളിച്ചു പറഞ്ഞു. എല്ലാവരുടെയും നോട്ടം പുഴയുടെ എതിർവശത്തേക്കായി. എതിർവശത്ത് വീണുകിടക്കുന്ന ഒരു മരത്തിൽ തങ്ങിയ നിലയിൽ പൊട്ടുപോലെ കുട്ടിയെ കാണാം. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഹരി ആ പ്രാന്ത് പിടിച്ചൊഴുകുന്ന കീഴാനിപ്പുഴയിലേക്ക് എടുത്തു ചാടി. ആന പോലും ഒഴുകിപ്പോകുന്ന പുഴയിലേക്ക് ചാടിയ ഹരിയെ എല്ലാവരും സങ്കടത്തോടെ നോക്കി നിന്നു. തങ്കച്ചനൊഴുകി. അച്ഛൻ ജയിച്ചെടുത്ത് മകൻ തോൽക്കുമോ? തങ്കച്ചൻ മനസ്സിലാലോചിച്ചു. ഹരി വിചാരിച്ചതിലും കൂടുതൽ ശക്തമായിരുന്നു കീഴാനിപ്പുഴയുടെ പ്രതികരണം. മലവെള്ളപ്പാച്ചിലിൻ്റെ ഒഴുക്കിനൊപ്പം ശക്തമായ അടിയൊഴുക്കും ഹരിക്ക് അനുഭവപ്പെട്ടു. പലവട്ടം നീന്താനാകാതെ അടിയിലേക്ക് അവൻ താഴ്ന്നുപോയി. ഒഴുക്കിൻ്റെ ശക്തിയിൽ ഹരിയുടെ കൈകാലുകൾ തളർന്നു തുടങ്ങിയിരുന്നു. കരയിൽ കൂടി നിന്നവർ ശ്വാസമടക്കിയാണ് ആ കാഴ്ച കാണുന്നത്. പലരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. ഒരരികിലേക്ക് മാറിയിരുന്ന് തങ്കച്ചൻ ആ രംഗം ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുന്ന സന്തോഷത്തോടെ കാണുകയായിരുന്നു. അദ്ദേഹത്തിനരികിലേക്ക് വേറെ 2 പേർ കൂടി വന്നു. ചായക്കടക്കാരൻ ഗോപിയും ക്ലീറ്റസും. അവർ തങ്കച്ചൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. രാഘവന്റെ അതേ വീറും വാശിയാണ് അവനിലുമുള്ളത്. ആദ്യം കണ്ടപ്പോൾ മുതൽ പരിചിതമായ മുഖം പോലെ തോന്നിയിരുന്നു. ഗോപി തങ്കച്ചനോട് പറഞ്ഞു. സംശയിക്കേണ്ട ഗോപി, രാഘവന്റെ വിത്ത് തന്നെയാണത്. ഹൃദയത്തിൽ നിന്നും ചെറിയൊരു വേദന കലർന്ന ആഹ്ലാദം ഗോപിയിൽ ഉയർന്നു. അവന് കീഴാനിപ്പുഴയെ തോൽപ്പിക്കാനാവുമോടോ? ക്ലീറ്റസ് കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു. ഇതവനുള്ള പരീക്ഷണമാണ്, ദൈവത്തിൻ്റെ. ഇവിടെ അവൻ ജയിച്ചാൽ അച്ഛൻ തോറ്റെടുത്ത മകൻ ജയിച്ചു കയറും. തങ്കച്ചൻ്റെ വാക്കുകൾക്ക് പഴയ കാലത്തെ മൂർച്ച വീണ്ടും കൈവന്നു. രാഘവന്റെ കിടപ്പ് മനസ്സിൽ ഇന്നും ഉണ്ട്, മായാതെ. ഉണങ്ങാത്ത മുറിവായി ഇന്നും നെഞ്ചിലുണ്ട്. ഗോപിക്കും വാക്കുകളിൽ ആവേശം കയറുന്നത് ക്ലീറ്റസ് അറിഞ്ഞു. ഹരിക്ക് തൻ്റെ ബോധം മറയുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. കാലുകൾ ചലിപ്പിക്കാനാവാത്ത വിധം തളർന്നിരുന്നു. മരണമെന്ന ഭീകരസത്വത്തിൻ്റെ കൈകൾ വരിഞ്ഞു മുറുക്കുന്നത് അവനറിഞ്ഞു. ഇതാണ് അവസാനമെന്ന തിരിച്ചറിവിൽ കണ്ണുകൾ മുറുകിയടച്ചപ്പോൾ കുഞ്ഞുനാളിൽ സോമൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ചെവികളിലെത്തി. ഒരിക്കൽ നീ മരണത്തിനെ നിന്റെ കണ്ണിന് നേരെ കാണും. ആ നിമിഷം നീ അതിജീവിച്ചാൽ പിന്നെ നിനക്ക് ഈ ലോകത്തിൽ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. നിന്റെ നേർക്ക് വരുന്ന എന്തിനേയും നശിപ്പിക്കണമെങ്കിൽ നീ മരണത്തിനെ കീഴടക്കണം, അതിൻ്റെ മടയിൽ ചെന്ന്. തൻ്റെ സിരകളിൽ ചൂടുപിടിക്കുന്നത് ഹരി അറിഞ്ഞു. തൻ്റെ ശേഷിക്കുന്ന സകല ശക്തിയും എടുത്ത് മുകളിലേക്ക് തുഴഞ്ഞു കയറി. ഒരു വാശിയായിരുന്നു പിന്നീട് അങ്ങോട്ട്. ആ കുഞ്ഞിനെ കൈകളിൽ സുരക്ഷിതമാക്കി തിരികെ ഒരു കൈകൊണ്ട് അവൻ നീന്തി. മരണഭയം അവനിൽ നിന്നും പാടെ അകന്നുപോയി. കന്യാംഗത്തിൽ ജയിച്ച ചേകവനെ പോലെ കീഴാനിപ്പുഴയെ കാൽച്ചുവട്ടിലാക്കിക്കൊണ്ട് കരയിലേക്ക് ആഞ്ഞു തുഴഞ്ഞു. കരയിലെ ആളുകളിൽ സന്തോഷം അലയടിച്ചു. കരഘോഷം കൊണ്ട് അവർ പുഴയുടെ ശബ്ദത്തെ നിശബ്ദയാക്കി. മകൾ തിരികെ വരുന്നത് കണ്ട ആ അമ്മയുടെ ചിരിക്ക് മുന്നിൽ ഒരു നിമിഷം പ്രകൃതി പോലും തലതാഴ്ത്തി നിന്നു. ജയിച്ചടോ, അവൻ ജയിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഫലം കണ്ടടോ. ചിരിക്കിടയിലും കരഞ്ഞു വയ്യാതായി തങ്കച്ചൻ അവരെ കെട്ടിപ്പിടിച്ചു. അമലിൻ്റെ മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. SP ഓഫീസിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് സോമൻ ചേട്ടൻ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ. അവൻ്റെ കൂടെ എപ്പോഴും വേണം നീ. ഒരു പോറൽ പോലും വീഴാൻ സമ്മതിക്കരുത്. ബാക്കി നിങ്ങൾ വഴിയറിയും. ആ വാക്കുകളിലെ വിശ്വാസം കുറച്ചു സമയത്തിന് മുമ്പ് കാത്തു സൂക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഒരു വാക്കുപോലും പറയാതെയാണ് ഹരി എടുത്തു ചാടിയത്. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത് അമലോർത്തു. കരയിലേക്ക് കയറിയ ഹരി കുഞ്ഞിനെ കാർത്തൂന് നൽകി. ചുറ്റിലും നിൽക്കുന്ന ആളുകളിൽ പലവിധം ഭാവങ്ങളായിരുന്നു. ചില മുഖങ്ങളിൽ ആരാധന, ചിലർക്ക് ഭയം, ചിലർക്ക് ബഹുമാനം. ഹരി എല്ലാവരെയും നോക്കി ചെറിയൊരു ചിരി നൽകി. അമൽ ഓടി വന്ന് ഹരിയെ കെട്ടിപ്പിടിച്ചു. പരിചയപ്പെട്ട് ഇത്രയും നാളുകൾക്കിടയ്ക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥ ബന്ധത്തേക്കാൾ ആഴത്തിലുള്ള സുഹൃത്ത് ബന്ധം മറന്നേക്ക് പുറത്തു വന്നു. ഹരിക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമായാണ് അമൽ ഇത്രയും ക്ലോസായി പെരുമാറുന്നത്. അവരുടെ മുൻപിലേക്ക് തങ്കച്ചനും ഗോപിയും ക്ലീറ്റസും കടന്നു വന്നു. കീഴാനിയുടെ ചരിത്രത്താളുകളിൽ രാഘവന്റെ ഒപ്പം ഇനി നിന്റെ പേര് കൂടി കുത്തിവെക്കും. സന്തോഷത്തോടെ തങ്കച്ചൻ ഹരിയെ ആലിംഗനം ചെയ്തു. രാഘവന്റെ അതേ ശരീരം, കൈത്തണ്ടകൾക്ക് അതിലും ബലം. തങ്കച്ചൻ മനസ്സിൽ ഹരിയെ അളക്കുകയായിരുന്നു. ഹരിയെ ചേർത്ത് നിർത്തിയ ശേഷം തങ്കച്ചൻ എല്ലാവരോടുമായി പറഞ്ഞു, ഇന്ന് രാത്രി നാട്ടുകൂട്ടമുണ്ട്, ബാക്കി കാര്യങ്ങൾ അവിടെ. ഹരിയേയും കൂട്ടി അയാൾ നടന്നു. ഒരു നിമിഷം നിന്ന ശേഷം തങ്കച്ചൻ ഹരിയോടും അമലിനോടും പറഞ്ഞു, നിങ്ങൾ ആരാണെന്നും എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുള്ള ഉത്തരം ഇന്ന് രാത്രി ലഭിക്കും. അതുവരെ നമ്മൾ തമ്മിൽ കാണില്ല. ക്ലീറ്റസേ, ഇപ്പോൾ മുതൽ ഇവരുടെ ചുമതല നിനക്കാണ്. അവരോട് സംസാരിച്ചതിന് ശേഷം തങ്കച്ചനും ഗോപിയും മുന്നോട്ട് നടന്നു.
ഹരിയും അമലും ഒന്നും മനസ്സിലാകാത്തതുപോലെ അയാൾക്കൊപ്പം നടന്നു. രാജാവിന് നൽകുന്നത് പോലത്തെ പരിചരണമാണ് പിന്നീട് അങ്ങോട്ട് ഹരിക്ക് ലഭിച്ചത്. കുറച്ചു സമയം കൊണ്ട് കരിമാത്രക്കാരുടെ കണ്ണിലൂണിയായി ഹരി മാറി. ഗസ്റ്റ് ഹൗസിലും അവർക്കൊപ്പം മറ്റു പലരും ഉണ്ടായിരുന്നു. നിങ്ങൾ അകത്തേന്ന് വിശ്രമിച്ചോളൂ, ഞങ്ങളുടെ പുറത്തു തന്നെയുണ്ട്, കൂട്ടത്തിലെ അതികായനായ മധ്യവയസ്കൻ അമലിനോട് പറഞ്ഞു. അമൽ അവരെ ശ്രദ്ധിച്ചു. എല്ലാവരും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. പക്ഷേ ശരീരഭാഷ കണ്ടാൽ യുവാക്കളെ പോലെ തോന്നിക്കും. 4 പേരാണ് അവിടെയുള്ളത്. ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്ന രീതിയിലാണ് അവരുടെ നിൽപ്പ്. അകത്ത് കയറിയ ഹരിയും അമലും കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. രണ്ടുപേരും ക്ഷീണം കാരണം മയങ്ങി. ഉറക്കത്തിൽ പിരിച്ചുവെച്ച മീശയുള്ള മുഖത്തോടെ ഒത്ത ശരീരവും അതിനൊത്ത ബലശാലിയുമായ ഒരു മുഖം ചിരിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്നതായി കണ്ടു. നിറഞ്ഞ ചിരിയോടെ അവന് നേരെ കൈനീട്ടുന്ന അദ്ദേഹത്തിനെ ഇരുവശങ്ങളിൽ നിന്നും ആരൊക്കെയോ ചേർന്ന് വാളുകൊണ്ട് വെട്ടി വീഴ്ത്തുന്നു. അതിലൊരുത്തന്റെ അട്ടഹാസം ഉയർന്നു കേട്ടു. ആ മുഖം വ്യക്തമാകുന്നതിന് മുമ്പ് ഹരി ഞെട്ടി എഴുന്നേറ്റു. അമൽ വസ്ത്രം മാറ്റി മുണ്ടും ഷർട്ടും ധരിച്ചു നിൽക്കുന്നതാണ് ഹരി കണ്ടത്. ആ, ഞാൻ വിളിക്കാഞ്ഞതാണ്, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ദാ ആ വെച്ചിരിക്കുന്ന ഡ്രസ്സ് സാറിനുള്ളതാണ്, അവർ തന്നതാ. മേശയിൽ വെച്ചിരിക്കുന്ന കവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. ഹരി ബെഡിൽ നിന്നും എഴുന്നേറ്റ് കുളിക്കാനായി കയറി. അകത്തെ കണ്ണാടിയിൽ തന്റെ മുഖം സ്വപ്നത്തിൽ കണ്ട അദ്ദേഹവുമായി സാമ്യമുള്ളതുപോലെ തോന്നിച്ചു. ഏതോ പ്രേരണയാൽ അവിടെയിരുന്ന ഷേവിംഗ് സെറ്റ് ഉപയോഗിച്ച് മുഖത്തെ മീശ പിരിച്ചു വയ്ക്കാൻ പാകത്തിൽ സെറ്റ് ചെയ്തു. കുളി കഴിഞ്ഞതിനു ശേഷം അവർ കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. അവിടെ നിന്നിരുന്ന 4 പേരും ഹരിയുടെ വേഷം കണ്ട് അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ഹാഫ് കൈവെള്ള ഷർട്ടും കറുത്ത കരയുള്ള മുണ്ടും ധരിച്ചിറങ്ങുന്ന ഹരിയുടെ കൈകളിലെ മസിൽ ഷർട്ടിൽ വീർപ്പുമുട്ടി നിന്നു. മുകളിലേക്ക് പിരിച്ചു വെച്ച മീശയും വലതു കൈയിലെ ഇടിവളയും ഹരിയെ ഒരു യോദ്ധാവിനെ പോലെ തോന്നിച്ചു. പുറത്തേക്കിറങ്ങിയ ഹരിക്ക് മുന്നിലായി ഒരു അതികായൻ നടന്നു. പുറകെ അമലും മറ്റു 3 പേരും. രാത്രി കാട്ടുവഴികളിലൂടെ നടക്കാൻ അമലിന് നേരിയ ഭയം തോന്നി. കരിമാത്രയുടെ മധ്യഭാഗത്ത് 4 ആലുകളാൽ ചുറ്റപ്പെട്ട ചതുരാകൃതിയിലുള്ള മൈതാനം. എല്ലാ വശങ്ങളിലും ലൈറ്റുകളും പന്തങ്ങളും ഉപയോഗിച്ച് വെളിച്ചം നൽകിയിരുന്നു. കിഴക്കുവശത്തുള്ള ആലിനോട് ചേർന്ന് ചെറിയൊരു തറയുണ്ട്. അവിടെ തങ്കച്ചനും ഗോപിയും കരിമാത്രയിലെ പുരാതന കുടുംബത്തിൽപ്പെട്ട കുമാരനും ദക്ഷിതയും ഇരിക്കുന്നു. മറ്റുള്ളവർ അവർക്ക് മുന്നിലായി മുഖാമുഖം ഇരുന്നു. തറയുടെ 2 വശങ്ങളിലും 2 കസേരകൾ ഇട്ടിട്ടുണ്ട്. അവ കാലിയാണ്. പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഹരിയും അമലും കൂടെയുള്ളവരും നടന്നു വരികയായിരുന്നു. അതുവരെ മുന്നിൽ നടന്നിരുന്ന ആ മനുഷ്യൻ ഹരിയുടെ വലതുവശത്തേക്ക് നീങ്ങി നടന്നു. അമലിനെ മറ്റുള്ളവർ ഇടതുവശത്തേക്കും കയറ്റി നിർത്തി. ഏറ്റവും മുന്നിൽ ഹരി മുണ്ടും മടക്കി കുത്തി നടന്നു. 2 വശങ്ങളിൽ അമലും ആ വലിയ മനുഷ്യനും. പുറകിൽ മറ്റുള്ള 3 പേർ. അവരുടെ വരവ് കണ്ട ഓരോരുത്തരും ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. ചിലരുടെ മുഖത്ത് അതിശയം നിറഞ്ഞു. ആ കൂട്ടത്തിലെ പ്രായമായവർ കരഞ്ഞു തുടങ്ങിയിരുന്നു. ജനമധ്യത്തിലൂടെ നടന്നുവന്ന ഹരിയെ നോക്കിയ തങ്കച്ചനും അറിയാതെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് കൈകൂപ്പി. കരിമാത്രക്കാർ അപ്പോൾ കണ്ടത് ഹരിയെ ആയിരുന്നില്ല, സാക്ഷാൽ കീഴാനി രാഘവനെയായിരുന്നു. മുന്നോട്ടേക്ക് ഇറങ്ങി വന്ന ദീക്ഷിത ഹരിയെ മാലയിട്ട് സ്വീകരിച്ചു. ഇടതുവശത്തുള്ള കസേരയിലേക്ക് ഇരുത്തി. അമൽ മാത്രം ആ രംഗങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. തങ്കച്ചൻ എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടും ഇരിക്കാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ ഒഴിഞ്ഞുകിടന്നിരുന്ന കസേരകൾ ആരുടെ പ്രതീകമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വലതുവശത്ത് നമ്മൾ കരിമാത്രക്കാരുടെ ദൈവമായിരുന്ന ലൂയിസേട്ടന്റെയും ഇടതുവശത്ത് നമ്മുടെ വീരനായിരുന്ന കീഴാനി രാഘവന്റെയും ഇരിപ്പിടങ്ങളായിരുന്നു. അവരുടെ മരണശേഷം ഇന്നേവരെ മറ്റാരും ആ കസേരകളിൽ ഇരുന്നിട്ടില്ല. സംസാരത്തിനിടെ ചെറിയൊരു മൗനം. തങ്കച്ചൻ ഹരിയെ നോക്കി. നാട്ടുകാരിൽ പലരും ചെറിയ ശബ്ദത്തിൽ മുറുമുറുത്തു. എല്ലാവർക്കും വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ വർഷങ്ങളുടെ പക, ലൂയിസേട്ടനെയും രാഘവനെയും അവരുടെ കുടുംബത്തെയും കൊന്നവരോടുള്ള ദേഷ്യം നമ്മളിൽ എല്ലാവരിലുമുണ്ട്. നമ്മുടെ നാടിന്റെ നാശത്തിന് കാരണമായവർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഒരാളൊഴികെ. തേവർക്കുളം ടോമി എന്ന ടോമിച്ചൻ ഇന്നും ബാക്കിയുണ്ട്. ടോമിച്ചന്റെ പേര് കേട്ട ഹരിയും അമലും പരസ്പരം നോക്കി. ഇവിടെ വന്ന് മെഡിക്കൽ ക്യാമ്പ് നടത്തി നമ്മുടെ സഹോദരന്മാരെ ഇവിടെ നിന്നും പറഞ്ഞു പറ്റിച്ച് പുറത്തു കൊണ്ടുപോയി അവരുടെ അവയവങ്ങളെടുത്ത് വിറ്റിട്ട് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട അൽഫോൺസ ഡോക്ടർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. കേട്ടിരുന്നവരുടെ മുഖത്ത് ചിരി വിരിഞ്ഞു. ഹരി ഞെട്ടലോടെയാണ് ആ വാക്കുകൾ കേട്ടത്. അൽഫോൺസ ഡോക്ടർക്ക് ഇങ്ങനൊരു മുഖമുണ്ടായിരുന്നു. അപ്പോ ഈ കേസും ഇവിടെയുള്ളവരും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. ഇവരിൽ ആരായിരിക്കും കൊലപാതകി? സംശയത്തോടെ ഹരി ചുറ്റിലും നോക്കി. അമലിന്റെയും അവസ്ഥ അതുതന്നെയായിരുന്നു. നിങ്ങളിങ്ങോട്ട് കടന്നു നിൽക്കൂ, ഇരുട്ടത്ത് നിന്നിരുന്ന 3 പേരോട് തങ്കച്ചൻ ആവശ്യപ്പെട്ടു.
തീപ്പന്തത്തിന്റെ പ്രകാശത്തിൽ അവരുടെ മുഖം കണ്ട ഹരി കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അമൽ വേഗത്തിൽ ഹരിയുടെ അടുത്തേക്ക് വന്നു നിന്നു. ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വന്ന ആ 3 പേരും ഹരിയെ നോക്കി വാത്സല്യത്തോടെ ചിരിച്ചു. തങ്കച്ചൻ ഹരിയെയും അമലിനെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരെ തേടിയല്ലേ നിങ്ങളിങ്ങോട്ട് വന്നത്? ഇത് ജോസഫ്. അവിടെ അറ്റൻഡർ വേഷത്തിൽ നിങ്ങൾ കണ്ട അതേ ലൂയിസ്. ഇവൾ കനിഹ, സിസ്റ്റർ ആർദ്ര. ഇവരുടെ കൈകളിൽ ഭദ്രമായിരുന്നു. അവരെ പരിചയപ്പെടുത്തിയ ശേഷം തങ്കച്ചൻ ഹരിയോട് മുന്നോട്ട് വരാൻ ആംഗ്യം കാണിച്ചു. മനസ്സിലെ സംശയങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ട നിലയിൽ ഹരി സമാധാനിച്ചു. പക്ഷേ ഇനിയും ബാക്കിയുണ്ട്. കിരൺ എങ്ങനെ മരണപ്പെട്ടു? ഇവർക്ക് അവനോടെന്താണ് പക? മനസ്സിൽ ഓർത്തുകൊണ്ട് ഹരി മുന്നോട്ട് കടന്നു നിന്നു. ഇനി നിങ്ങൾക്ക് ഇവനെ പരിചയപ്പെടുത്താം. ഹരി ചെറുവാൾ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ്. കേട്ടവർക്കെല്ലാം അത് പുതിയ അറിവായിരുന്നു. ഇനി പറയാൻ പോകുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ചിലർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകും. ഹരി നമുക്ക് അന്യനല്ല, നമ്മുടെ രാഘവന്റെ മകനാണ്. നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് തങ്കച്ചൻ അവനെ ചേർത്ത് പിടിച്ചു. പ്രതിമ പോലെ നിൽക്കുകയായിരുന്നു ഹരി, കേൾക്കുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത പോലെ. സോമന്റെ വാക്കുകൾ അവന്റെ മനസ്സിലേക്ക് ഒഴുകിയെത്തി. ഒരു നാൾ നീ അറിയും നിന്റെ ജനനവും അച്ഛനമ്മമാർ ആരെന്നും. അന്ന് ചിലപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായെന്ന് വരില്ല. ഒരു തുള്ളി കണ്ണുനീർ ഹരിയിൽ നിന്നും താഴേക്ക് പതിച്ചു. ശരീരം മുഴുവൻ ചുട്ടുപൊള്ളുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു. ഒരു നാടകം കാണുന്ന പോലെയാണ് അമൽ അവിടെ നടന്നതൊക്കെ കണ്ടത്. റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ അതേപടി നടക്കുമെന്ന് അമൽ പ്രതീക്ഷിച്ചിരുന്നില്ല. മുന്നിൽ നിന്നിരുന്ന ആ സ്ത്രീ ഹരിയുടെ അടുത്തേക്ക് വന്ന് അവന്റെ തലമുടിയിൽ തടവി. 2 കൈകൾ കൊണ്ടും ഹരിയുടെ കവിളത്ത് വെച്ച് അവർ കരഞ്ഞു തുടങ്ങി. തനിക്കനുഭവപ്പെട്ട ചൂട് കുറയുന്നതായി അവന് തോന്നി. അവരുടെ ആ സന്തോഷപ്രകടനം നോക്കി തങ്കച്ചൻ പറഞ്ഞു, ഇത് രേഖ, മീനാക്ഷിയുടെ അനിയത്തി, ഹരിയുടെ ചെറിയമ്മ. ഹരിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അളവില്ലാതെ പുറത്തേക്കൊഴുകി. ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതിരുന്ന തനിക്ക് അമ്മയുടെ സ്ഥാനത്ത് ഒരാളെ ദൈവം നൽകിയിരിക്കുന്നു. ഹരി 2 കൈകൊണ്ടും അവരെ കെട്ടിപ്പിടിച്ചു. കണ്ടുനിന്നെല്ലാവരിലും കണ്ണുനീരിന്റെ നനവുള്ള പുഞ്ചിരി വിടർന്നു. ആൾക്കൂട്ടത്തിൽ ഏറ്റവും പുറകിൽ ഒരാൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മടിക്കുത്തിൽ നിന്നും ഫോൺ എടുത്ത് വിളിച്ചു. അച്ചായ, രാഘവന്റെ മകനാണ് ഇൻസ്പെക്ടർ ഹരി. അവനിവിടെയുണ്ട്, കരിമാത്രയിൽ. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അയാൾ തിരികെ ആൾക്കൂട്ടത്തിലേക്ക് കയറി നിന്നു. ഇനി അങ്ങോട്ട് ടോമിച്ചിനോടുള്ള പക വീട്ടാൻ ഹരിയും കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹരിയുടെ മുഖത്തേക്ക് നോക്കി തങ്കച്ചൻ ചോദിച്ചു. ഹരിയുടെ മറുപടിക്കായി കരിമാത്രം മുഴുവൻ കാത്തിരുന്നു. അമൽ പതിയെ പറഞ്ഞു, സമ്മതിക്ക്, വർഷങ്ങളുടെ പക ഇതോടെ തീരണം, നമ്മുടെ കേസും. ആരുടെ ഉൾപ്രേരണയാൽ ഹരി ഒരടി മുന്നോട്ട് വന്ന് മുണ്ടും മടക്കി കുത്തിയ ശേഷം അവരോടായി ഉറക്കെ പറഞ്ഞു, കരിമാത്രയുടെ മണ്ണിനെ വേദനിപ്പിച്ച് ഇവിടെ നിന്നും പോയ നിങ്ങളുടെ ദൈവമായ ലൂയിസിനെയും എൻ്റെ അച്ഛനെയും കൊന്നു തള്ളിയ ആ ദുഷ്ടരാക്ഷസനെയും നേരിടാൻ നിങ്ങളുടെ ഒപ്പമല്ല, മുന്നിൽ ഞാനുണ്ടാവും. ഇത് രാഘവന്റെ മകൻ ഹരിവാഴാനി അമ്മയെ സാക്ഷി നിർത്തി സത്യം ചെയ്യുന്നു. ഹരിയുടെ ആ ശബ്ദവും വാക്കുകളും രൂപവും കണ്ടപ്പോൾ അമലിൽ ചെറിയ ഭയം ജനിച്ചു. എന്നാൽ കരിമാത്രം മുഴുവൻ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. കൊട്ടാര സമാനമായ വലിയ വീട്. നടുമുറ്റത്തുള്ള തൂക്കുകട്ടിലിൽ ടോമിച്ചൻ ഇരിക്കുന്നു. എതിർവശത്ത് SP അനിരുദ്ധ്, ഗുണ്ടാശങ്കർ, SI അരുൺകുമാർ, അബി, പിന്നെ വേറെയും 2 പേർ കൂടി ഇരുന്നിരുന്നു. അവസാനത്തെ അംഗത്തിനുള്ള സമയമായി. അച്ഛൻ്റെ മരണത്തിന് പകരം ചോദിക്കാൻ മകൻ അവിടെ ആ കീടങ്ങളെയും കൂട്ടി പടപ്പുറപ്പാട് തുടങ്ങിയിട്ടുണ്ട്. SP-യുടെ മുഖത്ത് നോക്കി ടോമിച്ചൻ പറഞ്ഞു. അവിടെ അവൻ്റെ നാട്ടിൽ പോയി തീർക്കണം എല്ലാത്തിനെയും, ഗുണ്ടാശങ്കർ ആവേശത്തോടെ പറഞ്ഞു. അച്ഛൻ കാറ്റായിരുന്നെങ്കിൽ മകൻ കൊടുങ്കാറ്റാണ്, സൂക്ഷിക്കണം, SP എല്ലാവരോടുമായി പറഞ്ഞു. ഇപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള പോക്ക് സാധ്യമല്ല, മലവെള്ളം ഇറങ്ങിയാൽ എവിടേക്കും കടക്കാൻ പറ്റും, അനിരുദ്ധ ടോമിച്ചിനോട് പറഞ്ഞു. 1-2 ദിവസം സമയം കിട്ടുന്നത് നമുക്ക് നല്ലതാ. വെള്ളം ഇറങ്ങുന്ന അന്ന് നമ്മൾ കരിമാത്രയിലെത്തണം, എല്ലാവരും ഒരുമിച്ച്. ശാസനയുടെ സ്വരത്തിലാണ് ടോമിച്ചൻ എല്ലാവരോടും പോകുന്ന കാര്യം സംസാരിച്ചത്. കരിമാത്രയിൽ. ഹരി, ഇവർ 4 പേരും നിന്റെ അച്ഛൻ്റെ ഇടവും വലവും കാത്തിരുന്നതാണ്. ഹരിയുടെ ചുറ്റും നിന്നിരുന്ന 4 പേരെ കാണിച്ച് തങ്കച്ചൻ സംസാരിച്ചു. ഇത് അച്ചു. കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ അതികായകനായ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്കച്ചൻ ഹരിക്ക് പരിചയപ്പെടുത്തി. മോനെ, എന്നും കൂടെയുണ്ടായിട്ടുണ്ട്. ഒരു പോറൽ പോലും വീഴാൻ സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ. പക്ഷേ അന്നത്തെ യാത്രയ്ക്ക് ഞങ്ങൾ ഈ ഗ്രാമത്തെ ഏൽപ്പിച്ചിട്ടാ രാഘവൻ പോയത്. ബാക്കി വാക്കുകൾ മുഴുവിപ്പിക്കാനാവാതെ അച്ചു നിർത്തി. അച്ചുവേട്ടാ, ഇനി എൻ്റെ കൂടെ വേണം. നമുക്ക് കണക്കുകൾ ഓരോന്നായി തീർക്കണം. ആ ടോമിച്ചനെ ഇനി ഈ ഭൂമിക്ക് ആവശ്യമില്ല.
മീശ പിരിച്ച് ചിരിച്ചുകൊണ്ട് തങ്കച്ചനെയും മറ്റുള്ളവരെയും നോക്കി ഹരി പറഞ്ഞു. മോനെ, സൂക്ഷിക്കണം. പഴയ ടോമിച്ചനല്ല അവനിപ്പോ. ആൾബലം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവനേറെ വളർന്നിട്ടുണ്ട്. ശക്തിയേക്കാൾ ബുദ്ധി കൊണ്ട് വേണം അവനെ തോൽപ്പിക്കാൻ. തങ്കച്ചൻ ഹരിക്ക് മറുപടി നൽകി. അവരുടെ സംസാരം മറഞ്ഞു നിന്ന് ശ്രദ്ധിച്ച ഒരാൾ പതിയെ ഫോണെടുത്ത് വിളിക്കാൻ തുടങ്ങിയതും പിന്നിൽ നിന്നും ചവിട്ടിക്കിട്ടി തെറിച്ചു പോയതും ഒന്നിച്ചായിരുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അവർ കണ്ടത് നിലത്ത് വീണു കിടക്കുന്നവനെയും അവനരികിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന അമലിനെയുമാണ്. നിലത്ത് കിടന്നിരുന്നയാളെ എഴുന്നേൽപ്പിച്ച് മരത്തിനോട് ചേർത്ത് നിർത്തി അമൽ മർദ്ദിച്ചു തുടങ്ങി. ഹരിയും തങ്കച്ചനും ഉൾപ്പെടെയുള്ളവർ അവരുടെ അടുത്തേക്ക് ചെന്നതും അമൽ അയാളെ പിടിച്ച് തങ്കച്ചന്റെ മുന്നിലേക്ക് തള്ളിയിട്ടു. ഒറ്റുകാരനാണ് ഹരി ഇവൻ. നിങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ കേട്ടിരുന്ന ഈ പുലൻ എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ ടോമിച്ചിനെ വിളിച്ചറിയിക്കാറുണ്ട്. ദേഷ്യത്തോടെയുള്ള അമലിന്റെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ തങ്കച്ചൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അനിയനെ പോലെ കൊണ്ടു നടന്നതല്ലേ നിന്നെ? ഞങ്ങളെ മുഴുവൻ ചതിക്കാൻ എങ്ങനെ തോന്നി നിനക്ക്? അയാളുടെ ഷർട്ടിൽ പിടിച്ചു കുലുക്കി. തങ്കച്ചന്റെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഹരി മുൻപിൽ കയറി. 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഏതു വേണമെന്ന് നീ തിരഞ്ഞെടുക്കണം. 1, ചെയ്തതിനെല്ലാം മാപ്പ് പറഞ്ഞ് ഇപ്പോൾ തന്നെ കരിമാത്രയിൽ നിന്നും പുറത്തു പോവുക. 2, എന്നെ നീ തല്ലി തോൽപ്പിക്കണം. എന്നിട്ട് നിനക്ക് ഇവിടെ തന്നെ തുടരാം. ചെകുത്താനും കടലിലും നടുക്കുപെട്ട അവസ്ഥയിൽ അയാൾ നിന്നു. കീഴാനിപ്പുഴ കടക്കാതെ പുറത്തു പോകാൻ പറ്റില്ല. ഹരിയുമായി ഏറ്റുമുട്ടിയാൽ പ്രത്യാഘാതം ഭയാനകമായിരിക്കും. 2 മരണം ഏറെക്കുറെ സുനിശ്ചിതമാണ്. ഹരി, ഇവിടെ എൻ്റെ കുടുംബമുണ്ട്. മലവെള്ളം ഇറങ്ങിയിട്ട് ഞങ്ങൾ പൊക്കോളാം. തൊഴുകയോടെ അയാൾ യാചിച്ചു. അതേടാ, നിന്റെ കുടുംബ അടക്കമുള്ള ഈ നാട്ടുകാരെയാണ് നീ ചതിച്ചത്. സമയം വൈകുന്തോറും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. നിന്റെ തീരുമാനം ഇപ്പോൾ തന്നെ അറിയിക്കണം. ഹരിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അവന്റെ തീരുമാനത്തിന് മുൻപിൽ തങ്കച്ചനും മറ്റുള്ളവർക്കും എതിരഭിപ്രായം ഒന്നുമുണ്ടായിരുന്നില്ല. ടോമിച്ചന്റെ വീട്ടിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തിരുന്ന അബിയുടെ കാറിന് മുമ്പിലേക്ക് വയസ്സായ ഒരു വൃദ്ധൻ കൈ കാണിച്ചു. രാത്രി സമയവും ശക്തമായ മഴയുമുള്ളതിനാൽ അബി കാർ നിർത്തി അയാളെ കയറ്റി. അബി എന്നല്ലേ പേര്? അയാൾ കയ്യിലിരുന്ന കുട മുറുകെ പിടിച്ചുകൊണ്ട് അബിയുടെ മുഖത്തേക്ക് നോക്കി. അബിയുടെ മനസ്സിൽ അപകട സൂചന മണത്തു. എപ്പോ വേണേലും ഒരാക്രമണം ഉണ്ടായേക്കാമെന്ന ഭാവത്തിൽ അബി അയാളെ ശ്രദ്ധിച്ചു. അയ്യോ, പേടിക്കൊന്നും വേണ്ട. ഉപദ്രവിക്കാൻ വന്നതല്ല. കുറച്ച് കാര്യങ്ങൾ മോനെ അറിയിക്കണം. പോണം, അത്രയുള്ളൂ. നിങ്ങൾക്കെന്താ പറയാനുള്ളത്? അബി അയാളെ നോക്കി ചോദിച്ചു. അബി അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അറിയരുതെന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ഇവിടെ നിന്നും കുറച്ചകലെ കരിമാത്ര എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ട്. തികച്ചും സാധാരണ ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു നാട്. ആ നാട്ടുകാർ ദൈവത്തെ പോലെ കണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ലൂയിസ്. അബിയോട് കരിമാത്രയുടെ ചരിത്രവും ലൂയിസ്, രാഘവൻ എന്നിവരുടെ മരണത്തെക്കുറിച്ചും അതിൻ്റെ സൂത്രധാരനായിരുന്ന ടോമിച്ചിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞുകൊടുത്തു. അയാളുടെ വിവരണം കേൾക്കുമ്പോൾ അബി ചിന്തയിലായിരുന്നു. ടോമിച്ചിനെ പരിചയപ്പെട്ടിട്ട് കുറച്ചായിട്ടുള്ളൂ. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പറയുകയും മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ലഭിച്ചിരുന്ന തുകയുടെ ഇരട്ടി നൽകാമെന്ന് പറഞ്ഞു അയാൾ തന്നെ വിലക്കെടുത്തു. അൽഫോൻസ ഡോക്ടറെ അവിടുന്ന് പുറത്താക്കണമെന്നത് മാത്രമായിരുന്നു ഉപാധി. പക്ഷേ അതിനിടയിൽ ഡോക്ടർ കൊല്ലപ്പെട്ടത് താൻ കാരണമാണെന്ന് ടോമിച്ചൻ ധരിച്ചിരിക്കുകയാണ്. ആവശ്യത്തിലധികം പണം നൽകുകയും ചെയ്തു. ഒരു ഗ്രാമത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള തീരുമാനത്തോട് തനിക്കും യോജിപ്പില്ല. പക്ഷേ കിട്ടാൻ പോകുന്ന പണത്തെപ്പറ്റി ആലോചിച്ചപ്പോൾ മൗനം പാലിച്ചതാണ്. മോനെ, ലൂയിസും രാഘവനും കുടുംബവും കൊല്ലപ്പെട്ടു എന്നത് മാത്രമേ എല്ലാവർക്കും അറിയൂ. ലൂയിസും മകളും കൊല്ലപ്പെട്ട് 2 വർഷം കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അവർ 2ാമതും ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞിന് 1 വയസ്സാകുമ്പോഴാണ് അവനും കൊല്ലപ്പെട്ടതെന്നും ആർക്കും അറിഞ്ഞുകൂടാ. ആ കുഞ്ഞിനെ എടുത്തു വളർത്തിയത് സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അയാളുടെ വാക്കുകൾ അവസാനിച്ചതും അബി വണ്ടി സഡൻ ബ്രേക്കിട്ട് നിർത്തിയതും ഒന്നിച്ചാണ്. അയാളുടെ നാവിൽ നിന്നും വീണ അവസാന വാക്കുകൾ അബിയെ നിശ്ചലനാക്കി. ഡോറ് തുറന്ന് പുറത്തിറങ്ങിയ അയാൾ അബിയോട് അവസാനമായി ഒന്നുകൂടെ പറഞ്ഞു. ലൂയിസിന്റെ ആരും കാണാത്ത ഇളയ മകനാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന അബിയെന്ന് മറ്റാർക്കും അറിയാത്ത ഒരു സത്യമാണ്. പുറത്തു പെയ്യുന്ന മഴയ്ക്കൊപ്പം ശക്തമായി പതിച്ചിടിവെട്ട് അബിയുടെ നെഞ്ചിലാണ് തറച്ചത്. കുറച്ചധികം നിമിഷങ്ങൾ വേണ്ടിവന്നു അബിക്ക് സ്വബോധം വീണ്ടെടുക്കാൻ. പുറത്തിറങ്ങി നോക്കിയെങ്കിലും ഇത്രയും നേരം തന്നോടൊപ്പം സഞ്ചരിച്ച ആ മനുഷ്യനെ അവന് കാണാൻ സാധിച്ചില്ല. ആർത്തുലച്ച് പെയ്യുന്ന മഴയത്ത് അവൻ ഏകനായി നിന്നു. ഉറച്ച തീരുമാനത്തോടെ അബി തിരികെ കാറിലേക്ക് കയറി. മനസ്സിലുള്ള ലക്ഷ്യത്തിലേക്ക് ആ വാഹനം കുതിച്ചു പാഞ്ഞു. തേക്കിൻ തോട്ടങ്ങളുടെ നടുവിലൂടെ അബിയുടെ കാർ ചീറിപ്പാഞ്ഞു. സഡൻ ബ്രേക്കിൽ കാറിന്റെ ടയറുകൾ മെറ്റലിൽ ഞെരിഞ്ഞമർന്നു.
ദീർഘനിശ്വാസത്തോടെ അബി പുറത്തേക്കിറങ്ങി മുൻപിലെ ബോർഡ് വായിച്ചു. സാന്ത്വനം. വിറയ്ക്കുന്ന ചുവടുകളോടുകൂടിയാണ് അവൻ അകത്തേക്ക് നടന്നത്. ഒരുപാട് തവണ ഇവിടുത്തെ അമ്മമാരോട് ചോദിച്ചെങ്കിലും എല്ലാവരും ഒഴിഞ്ഞു മാറിയിട്ടേയുള്ളൂ. ഇന്ന് തൻ്റെ കയ്യിൽ ഒരു ഉത്തരവുണ്ട്. കേട്ടതെല്ലാം സത്യമാണെങ്കിൽ താൻ ആരോടൊപ്പം നിൽക്കേണ്ടി വരും? സ്വന്തം അച്ഛൻ്റെ നാടിനൊപ്പമോ, അതോ അവരെ നശിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയവരുടെ കൂടെയോ? കരിമാത്രയിൽ ഹരിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുകയാണ്. ഹരിയുടെ ഇരുവശങ്ങളിൽ അച്ചുവേട്ടനും അമലും ഇരുന്നു. കരിമാത്രയിലെ യുവാക്കളായുള്ള എല്ലാവരും ആ യോഗത്തിലുണ്ടായിരുന്നു. എന്താ നമ്മുടെ പ്ലാൻ? നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അമല് ചോദിച്ചു. ഇത്രയും കാലം ജീവിച്ചിരുന്നത് ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ്. ഞങ്ങളുടെ നാടിനെ നശിപ്പിച്ചവന്റെ സർവനാശം. അതിനായി ഈ ജീവൻ കൊടുക്കാൻ പോലും ഞാൻ തയ്യാറാണ് മോനെ, അച്ചുവേട്ടൻ ഹരിയോട് പറഞ്ഞു. എല്ലാ മുഖങ്ങളിലും ടോമിച്ചന്റെ നാശം ആഗ്രഹിക്കുന്നത് ഹരി നോക്കിക്കണ്ടു. ഇവിടുന്ന് പുറത്തു കടന്ന് വെല്ലുവിളിക്കുന്നത് ബുദ്ധിയല്ല, അവനെ ഇവിടെ വരുത്തണം. ഇനിയൊരു മടക്കം ടോമിക്ക് ഉണ്ടാവാൻ പാടില്ല, ഹരി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. പക്ഷേ അവനെ എങ്ങനെ ഇവിടെ എത്തിക്കും? ഇടയിൽ നിന്നും പ്രകാശ് എഴുന്നേറ്റ് ചോദിച്ചു. പുഴയിലെ വെള്ളമിറങ്ങുന്നതിന്റെ അടുത്ത ദിവസം അവനിവിടെ എത്തും മക്കളെ, അവിടേക്ക് കടന്നു വന്ന തങ്കച്ചൻ എല്ലാവരോടുമായി അറിയിച്ചു. ഒറ്റയ്ക്കായിരിക്കില്ല അവന്റെ വരവ്, അത് ഓർമ്മ വേണം. നമ്മുടെ സർവനാശമായിരിക്കും അവന്റെ ലക്ഷ്യം. ഹരിയുടെ അരികിലേക്ക് തങ്കച്ചൻ ചെന്നു. വെള്ളം ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അവിടേക്ക് പോകണം. തിരികെ എത്തുമ്പോൾ ശക്തനായ ഒരാൾ കൂടി നമ്മുടെ ഒപ്പം ഉണ്ടാകും. ടോമിച്ചിന്റെ നാശം നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന, ടോമിച്ചിനോളം പോന്ന ഒരുവൻ. കൈകൾ പിന്നിലേക്ക് കെട്ടി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഹരി അവരോടായി പറഞ്ഞു. എല്ലാവരുടെ മുഖത്തും സംശയം നിറഞ്ഞു. എല്ലാവരും ഇത്രയും നാൾ കാത്തിരുന്നതല്ലേ, ഇനി അധികമില്ലല്ലോ, വരുമ്പോൾ നേരിട്ട് കാണാം. ചെറിയ ചിരിയോടെ മീശ പിരിച്ചുകൊണ്ട് ഹരി അവരെ നോക്കി. എപ്പോഴാ മോനെ പോകുന്നേ? തങ്കച്ചൻ ഹരിയോട് ചോദിച്ചു. ഇന്ന് രാത്രി തന്നെ പോണം, നമുക്ക് മുൻപിൽ സമയം കുറച്ചുള്ളൂ. ഹരിയുടെ മറുപടി കൂടിയിരുന്നവരിൽ ചെറിയ പേടി ഉളവാക്കിയെങ്കിലും അവന്റെ ആത്മവിശ്വാസവും ധൈര്യവും നേരിട്ടറിഞ്ഞവർ ഒന്നും എതിർത്ത് പറഞ്ഞില്ല. അച്ചുവേട്ടാ, അമലെ, ഞാൻ വരുന്നതുവരെ ഇവരുടെ മുമ്പിൽ നിങ്ങളുണ്ടാകണം. അവസാനം വരെ പിടിച്ചു നിൽക്കണം, അമലിന്റെ തോളത്ത് തട്ടി അവൻ പറഞ്ഞു. ചെറിയൊരു ബാഗും കയ്യിലെടുത്ത് ഹരി അവർക്കരികിൽ നിന്നും നടന്നകന്നു. അബി മദർ സുപ്പീരിയറിന്റെ റൂമിൽ ഇരുന്നു. അബിയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട കാര്യവുമായാണ് വന്നിരിക്കുന്നതെന്ന് മദർ ഊഹിച്ചു. മദർ, ഞാനിവിടെ വളർന്ന കാലം അത്രയും ഒരു കുറവും അറിയിക്കാതെ സ്വന്തം മകനെ പോലെയാണ് നിങ്ങളെന്നെ സംരക്ഷിച്ചത്. പലവട്ടം ഞാൻ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്, എൻ്റെ പാരൻസ് ആരൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ എന്ന്. അന്നെല്ലാം നിങ്ങളെല്ലാവരും ഒഴിഞ്ഞു മാറി. പക്ഷേ ഇന്ന് എനിക്കൊരു ഉത്തരം മദർ നൽകിയേ പറ്റൂ. കിതപ്പോടെ അബി മദറിനെ നോക്കി. മദറിന്റെ മുഖത്തെ ഗൗരവം പുഞ്ചിരിയിലേക്ക് വഴിമാറി. നിന്റെ ഈ വരവ് കുറച്ചു മുമ്പേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇത്രയും വൈകിയതിൽ മാത്രമേ അത്ഭുതമുള്ളൂ. അബിക്ക് ദേഷ്യം ഇരച്ചു കയറി. മദറെ, എന്നത്തെയും പോലെ ഞാനിന്ന് പോവില്ല, എനിക്കറിഞ്ഞേ പറ്റൂ. മുഖത്തെ ചിരി മായത്തെ തന്നെ മദർ അബിയെ ശ്രദ്ധിച്ചിരുന്നു. നിന്റെ ചോദ്യങ്ങൾ പലതവണ ഞാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വസ്ത്രത്തിനുള്ളിലെ മാതൃസ്നേഹമാവാം അതിന് കാരണം. ഇവിടുത്തെ അന്തേവാസികളിൽ നിന്നോടായിരുന്നു എനിക്കെന്നും പ്രിയം. മദർ നെടുവേർപ്പിട്ടുകൊണ്ട് അവനെ നോക്കി. മദറിന്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അബിയുടെ ഉൾമനസ്സിലെ വേദനയ്ക്ക് കാരണമായി. ഇപ്പോൾ നിനക്കൊരുത്തരമുണ്ട്. നിന്റെ അച്ഛനെക്കുറിച്ച്, നിന്റെ നാടിനെക്കുറിച്ച് അറിഞ്ഞതെല്ലാം സത്യമാണ് കുട്ടി. അതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല. സന്തോഷവും ദുഃഖവുമെല്ലാം ഒരുപോലെ അബിയിൽ പ്രകടമായി. അനാഥനെന്ന് കരുതിയ ജീവിതത്തിൽ ഇപ്പോൾ ഒരർത്ഥം വന്നിരിക്കുന്നു. സ്വന്തം അച്ഛനും അമ്മയും ആരെന്നറിയാതെ വളർന്നവന്റെ വിഷമം ഇന്ന് അവസാനിക്കുന്നു. അവന്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വികാരങ്ങൾ നിറഞ്ഞു. അബിയുടെ അവസ്ഥ കണ്ടു നിന്നിരുന്ന മദറിനെയും സങ്കടത്തിലാക്കി. പതിയെഴുന്നേറ്റ് അബിയുടെ പിന്നിൽ വന്ന് അവനെ മാറോട് ചേർത്ത് പിടിച്ച് മദർ കുറച്ചുനേരം നിന്നു. വിഷമിക്കാതിരിക്കൂ അബി, നീ അനാഥനല്ല, ഒരിക്കലും ആവുകയുമില്ല. മദറിന്റെ കരവലയത്തിൽ പണ്ട് ഇടിമിന്നലിനെ പേടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കാറുള്ള 10 വയസ്സുകാരനായി അബി മാറി. നിറഞ്ഞ കണ്ണുകളോടെ അബി എഴുന്നേറ്റ് മദറിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ചഞ്ചലമായ മനസ്സ് അബിയുടെ സ്വസ്ഥത ഇല്ലാതാക്കി. വലിയൊരു സമസ്യ എന്നോണം ആ ചോദ്യം അവന്റെ മുന്നിൽ തെളിഞ്ഞു. ആരോടൊപ്പം? ടോമിച്ചൻ തന്റെ പടയൊരുക്കം ഇതിനോടകം തുടങ്ങിയിരുന്നു. ആ വലിയ വീടിന്റെ മുറ്റത്ത് വാഹനങ്ങൾ നിറഞ്ഞു. ഹലോ അപ്പച്ച, ആ ബേബിക്കുട്ടി പറയടാ മോനെ, നിനക്കും കെട്ടിയോൾക്കും സുഖം തന്നെയല്ലേടാ? അമേരിക്കയിലുള്ള മകനോട് ടോമിച്ചൻ ഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു. അപ്പൻ മകൻ ബന്ധത്തെക്കാൾ ഉപരി സുഹൃത്ത് ബന്ധമായിരുന്നു അവർ തമ്മിൽ. ബേബിക്ക് അപ്പച്ചൻ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. എല്ലാം സുഖം അപ്പച്ച.
പിന്നെ എന്നതാ അവിടെ നിറയെ ആളുകളാണല്ലോ, എന്താ പ്രശ്നം? നീ എങ്ങനെ അറിഞ്ഞടാ? അപ്പച്ചൻ്റെ പണ്ടത്തെ തെറ്റിപ്പോയൊരു കണക്കുണ്ട്. അത് ടാലിയാക്കേണ്ട സമയം ഇപ്പോഴാ വന്നത്. സംശയത്തോടെ ടോമിച്ചൻ മോനോട് സംസാരിച്ചു. അപ്പച്ച, അവിടെ വെച്ചേക്കുന്ന CCTV ക്യാമറ എനിക്ക് ഇവിടെ ഇരുന്ന് എല്ലാം കാണാൻ വേണ്ടിയല്ലേ? ആ കണക്കൊക്കെ അങ്ങ് തീർക്ക്. എന്തേലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി. എനിക്ക് അവിടെ ടീംസ് ഉണ്ട് കേട്ടോ. മറുവശത്ത് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. പൊന്നുമോനെ, അപ്പച്ചനറിയാത്ത ഏത് ടീംസാടാ നിനക്ക്? ചിരിയാൽ തന്നെ ടോമിച്ചനും തിരികെ സംസാരിച്ചു. സ്നൈപ്പർ എന്ന് കേട്ടിട്ടുണ്ടോ അപ്പച്ചൻ? എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും ഒറ്റ ബുള്ളറ്റിന് തലച്ചോറ് ചിതറിക്കുന്ന വർഗമാണ്. അപ്പച്ചൻ്റെ ഗുണ്ടാശങ്കറൊക്കെ ഇനിയും ജനിക്കണം, തോക്കുന്ന നേരെ പിടിക്കണേ. ബേബിയുടെ മറുപടി ഉള്ളിൽ നിരസമുണ്ടാക്കിയെങ്കിലും പുറത്ത് കാണിക്കാതെ ടോമിച്ചൻ സംസാരിച്ചു. ശരിടാ മോനെ, അപ്പച്ചൻ പിന്നെ വിളിക്കാം. ഫോണ് കട്ട് ചെയ്ത് ടോമിച്ചൻ ഹാളിലേക്ക് നടന്നു. ഇച്ചായ, ചാവക്കാടത്തെ ഫിറോസും ടീമും പാലത്തിനരികെ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങോട്ട് ചെല്ലുകയേ വേണ്ടു. ഗ്ലാസ്സിലെ മദ്യം രുചിച്ച് ശങ്കർ പറഞ്ഞു. ആ, ഒരു വട്ടം പിഴച്ചാണ് ഇന്നിപ്പോൾ ഇരട്ടിപ്പണിയായത്. ഇപ്രാവശ്യം മൂടോടെ കത്തിക്കണം എല്ലാത്തിനെയും. കനലിരിയുന്ന കണ്ണുകളോടെ ടോമിച്ചൻ മറുപടി നൽകി. മുറ്റത്ത് വരുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. പുഴ കടന്ന ഹരി പൊളിഞ്ഞു വീഴാറായ ഫാക്ടറിക്ക് മുൻപിൽ നിന്ന് മുകളിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. അച്ഛാ, മതമിളകിയ കൊമ്പം വരുന്നുണ്ട്. പിടിച്ചു കെട്ടാൻ ഒരു കാട്ടുകൊമ്പനെ വേണം. മുകളിലത്തെ ജനലിനടുത്ത് ഇരുണ്ട ചുവന്ന വെളിച്ചത്തിൽ സിഗരറ്റിന്റെ പുക പുറത്തേക്ക് ഊതിക്കൊണ്ട് മീശ മുകളിലേക്ക് പിരിച്ചുവെച്ച അതിഗായകനായ രൂപം തെളിഞ്ഞു വന്നു. മുകളിൽ നിന്നും പതിയെ അയാൾ ഹരിയുടെ അടുത്തേക്ക് നടന്നിറങ്ങി. അവന്റെ മുന്നിലെത്തിയ അയാൾ ക്രൂരത നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. വെറുമൊരു കാട്ടുകൊമ്പനല്ല, ഒറ്റക്കൊമ്പൻ. അവസാനംഗത്തിന് സമയമായി. കരിമാത്രയുടെ മണ്ണിൽ അവനുള്ള ശവകുടീരം ഉയരണം. ഹരി വർദ്ധിച്ച ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു. പോകുന്നതിന് മുമ്പ് നമുക്കൊരാളെ കൂടി ഒപ്പം കൂട്ടാനുണ്ട്. വായിലെ ചുരുട്ട് മാറ്റി അയാൾ ഹരിയെ നോക്കി. ആരാണ്? സംശയരൂപേണ ഹരി ചോദിച്ചു. അബി. ആ പേര് കേട്ടതും ഹരിയിൽ ഞെട്ടലുണ്ടായി. അവനെങ്ങനെ നമ്മളോടൊപ്പം? മറുപടിയായി അയാളിൽ നിന്നും ഉയർന്നത് ഉറക്കിയുള്ള പൊട്ടിച്ചിരിയാണ്. പോലീസ് സ്റ്റേഷൻ. സാർ അറിഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ കരുമാത്രയിൽ നടക്കാൻ പോകുന്നത് വലിയൊരു ഗ്യാങ് വാറാണ്. നമ്മൾ ഇനിയും അമാദിച്ചു നിന്നാൽ രൂക്ഷമായിരിക്കും പ്രതിഫലനം. ACP നീന കുര്യൻ DGP രത്തൻ റാണയോട് പറഞ്ഞു. നീന, കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് SP അനിരുദ്ധ അറിയാതെ തന്നോട് ഈ കേസ് രഹസ്യമായി അന്വേഷിക്കാൻ പറഞ്ഞത്. കമോൺ, ടെൽ മീ യുവർ ഫൈൻഡിങ്സ്. കസേരയിൽ ഇരിക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് രത്തൻ പറഞ്ഞു. തൊപ്പിയെടുത്ത് കയ്യിൽ വെച്ച് കസേരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു നീന പറഞ്ഞു തുടങ്ങി. സിറ്റി ഹോസ്പിറ്റലിൽ നടന്ന ഡോക്ടർ സിസ്റ്റർ അൽഫോൺസ ബെഞ്ചമിൻ്റെ കൊലപാതകം അന്വേഷിക്കാനാണ് SI ഹരിയും ടീമും ഹോസ്പിറ്റലിലെത്തിയത്. അവിടുത്തെ സ്റ്റാഫുകളെ ചോദ്യം ചെയ്യാനായി ഹരി താഴേക്കിറങ്ങി. ബോഡിയുടെ അടുത്ത് ASI കിരണായിരുന്നു. സ്റ്റാഫുകളെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് കിരൺ കൊല്ലപ്പെടുന്നത്. ശേഷം ഹരി വിളിച്ചത് പ്രകാരമാണ് CI അലോക് വർമ്മ അവിടേക്കെത്തിയത്. നെടുമ്പാൾ സ്റ്റേഷനിലെ SI അരുൺകുമാറും ടീമും അവിടെ എത്തി സെർച്ച് നടത്തുമ്പോഴാണ് റൂം 27-ൽ പഴകിയ ഡെഡ് ബോഡി കാണുന്നത്. സിസ്റ്ററുടെ മരണത്തിൽ ഹരിക്ക് ഹോസ്പിറ്റൽ PRO അബിയെയാണ് സംശയമുണ്ടായിരുന്നത്. ഇത്രയും വിവരങ്ങളെ നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചുള്ളൂ. അനിരുദ്ധന്റെ നിർദ്ദേശപ്രകാരം കോൺസ്റ്റബിൾ സോമനെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അയാൾ കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ടു. ആ മരണത്തിലെ ദുരൂഹതയാണ് എന്നെ ഈ കേസ് ചലഞ്ചായി ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത്. വെറുമൊരു കസ്റ്റഡി മരണമല്ല സോമൻ്റേത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മരണകാരണം വയറിലേക്ക് S മോഡൽ കത്തി ആഴത്തിൽ കുത്തിയിറക്കിയതാണ്. മുഖം ഒട്ടും തന്നെ ശേഷിച്ചിരുന്നില്ല. വന്യമൃഗങ്ങൾ കടിച്ചെടുത്ത നിലയിലാണ് ബോഡി കണ്ടെത്തിയത്. ബോഡി കണ്ടെത്തിയ സ്ഥലം ടൈഗർ റിസർവ് ഫോറസ്റ്റാണ്, ജനവാസമില്ലാത്ത മേഖല. പക്ഷേ സ്നിഫർ ഡോഗും മണം പിടിച്ച് ചെന്നെത്തിയത് ഫോറസ്റ്റിനടുത്തുള്ള അടഞ്ഞുകിടക്കുന്ന ഗോഡൌണിലാണ്. അവിടെ പരിശോധിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല. എല്ലാ തെളിവുകളും നശിപ്പിച്ചിരുന്നു. പക്ഷേ എല്ലാ കേസിലെയും പോലെ ഇവിടെയും വലിയൊരു തെളിവ് നമുക്ക് ലഭിച്ചു. എന്താ അത്? നീനയുടെ വിവരണം കേട്ടിരുന്ന രത്തൻ ചോദിച്ചു. നാഷണൽ ജോഗ്രഫി കടുവകളുടെ വീഡിയോ എടുക്കാൻ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ വനത്തിലൂടെ 2 വാഹനങ്ങൾ കടന്നു പോകുന്നത് റെക്കോർഡായിട്ടുണ്ട്. വണ്ടികളുടെ നമ്പർ ട്രാക്ക് ചെയ്തതിൽ നിന്നും ഗുണ്ടാശങ്കർ എന്നൊരു ക്രിമിനലിൻ്റെ പേരിലാണ് രജിസ്ട്രേഷൻ. ഗോഡൌൺ തേവർക്കുളം ടോമിച്ചൻ്റെ ബിനാമി സതീശൻ്റെ പേരിലുള്ളതാണ്. തുടരന്വേഷണത്തിൽ ടോമിച്ചൻ വലിയൊരു അവയവക്കടത്ത് മാഫിയയുടെ കണ്ണിയാണ്. നീന ചെറിയൊരു ഇടവേള എടുത്തു. സോ നീന പറഞ്ഞു വരുന്നത് സോമന്റെ മരണത്തിന് പുറകിൽ ഗുണ്ടാശങ്കറും ടോമിച്ചനുമാണെന്നാണോ? ആകാംക്ഷയോടെ രത്തൻ റാണ ചോദിച്ചു. നോ സർ, അവർ മാത്രമല്ല, SP അനിരുദ്ധ കൂടെയുണ്ട്. സോമനെ കസ്റ്റഡിയിൽ നിന്നും വിട്ടുകൊടുക്കുന്നത് അയാളുടെ നിർദ്ദേശപ്രകാരമാണെന്ന് മൊഴിയുണ്ട്. നീന പറഞ്ഞു നിർത്തി. വാട്ട് ദി ഹെൽ?
രത്തൻ രാണയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. കഴിഞ്ഞിട്ടില്ല സർ. സോമൻ എന്ന സാധാ പോലീസുകാരനോട് ഇവർക്കുള്ള പക അന്വേഷിച്ച് കുറെ പിന്നിലേക്ക് പോയപ്പോഴാണ് ഇവരെല്ലാം തമ്മിലുള്ള കണക്ഷൻ കിട്ടിയത്. സോമന്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വിവരം SI ഹരിയെ ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയത് സോമനാണ്. ടേബിളിലിരുന്ന വെള്ളം കുടിച്ചതിനു ശേഷം കരിമാത്രയും അവിടുത്തെ ലൂയിസിനെയും രാഘവനെയും കുറിച്ചുള്ള കഥകളും നീന വിവരിച്ചു. സർ, ഞാനീ പറഞ്ഞ രാഘവന്റെ മകനാണ് ഹരി. ഹരിക്കിപ്പോൾ ആ സത്യം അറിയാം. ഹരി അവിടുത്തെ ജനങ്ങളെല്ലാം ഉപയോഗിച്ച് ടോമിച്ചിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. ആ അവസരത്തിന് തന്നെ കാത്തു നിൽക്കുകയാണ് ടോമിച്ചനും. കഴിയുന്നത്ര കരുത്തോടെ ആ ഗ്രാമം തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് ടോമിച്ചൻ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു കലാപം തന്നെ നടക്കും. നീന കസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് നെടുവേർപ്പെട്ടു. ബട്ട് നീന, ഹോസ്പിറ്റലിലെ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള മോട്ടീവ് എന്താണ്? സംശയരൂപത്തിൽ റാണ ചോദിച്ചു. സിസ്റ്റർ അൽഫോൺസ ബെഞ്ചമിൻ കൊല്ലപ്പെടുന്നത് ഒരു കാലത്ത് ടോമിച്ചിനൊപ്പം നിൽക്കുകയും ഈ അടുത്ത് മനസാന്തരപ്പെട്ട് ടോമിച്ചിന്റെ രഹസ്യങ്ങളെല്ലാം ഒരു കത്തിലെഴുതി IG സാമുവൽ സാറിന് നൽകി. അദ്ദേഹം ആ കത്തേൽപ്പിച്ചതും അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതും SP അനിരുദ്ധനാണ്. ബാക്കി സാറിന് ഊഹിക്കാം. പണത്തോട് ആർത്തിയുള്ള അനിരുദ്ധ് ടോമിച്ചിനൊപ്പം ചേർന്ന് സിസ്റ്ററെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. ഹരിയുടെ നിഗമനം ശരിയായിരുന്നു. ഡോക്ടറെ ഇല്ലാതാക്കാൻ അവർ കണ്ടെത്തിയ ആളാണ് PRO അബി. അവൻ ആ കൃത്യം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. പക്ഷേ അബി ഇപ്പോൾ മിസ്സിംഗ് ആണ്, നീന പറഞ്ഞ് അവസാനിപ്പിച്ചു. നീനയുടെ മുഖത്ത് നോക്കി സംശയത്തിൽ രത്തൻ രാണ ചോദിച്ചു. നീന, ASIയുടെ മരണത്തിന് പിന്നിലാരാണ്? നെടുവീർപ്പോടെ നീന പറഞ്ഞു. അതിനുത്തരമില്ല സർ. അതറിയുന്ന 2 പേരാണുള്ളത്. ഒരാൾ മരണപ്പെട്ട സോമൻ, അടുത്തയാൾ SI ഹരി. സർ, ഒരു വലിയ പ്രോബ്ലം കൂടി നമുക്ക് മുന്നിലുണ്ട്, ആകാംക്ഷയോടെ റാണ ചോദിച്ചു. എന്താ? നീനയുടെ മുഖത്ത് ഭയം നിറഞ്ഞു. ഈ ഏറ്റുമുട്ടലിൽ ടോമിച്ചൻ കൊല്ലപ്പെട്ടാൽ അതിൻ്റെ ആഘാതം വലുതായിരിക്കും. അയാൾക്കൊരു മകനുണ്ട്. കേട്ടിടത്തോളം മകൻ്റെ ഇടയിലെത്ത് വരില്ല ടോമിച്ചൻ്റെ ബന്ധങ്ങളും ബിസിനസ്സും അവയവ കടത്തുമെല്ലാം. മകൻ്റെ ഈ വളർച്ചയൊന്നും ടോമിച്ചൻ അറിയില്ല. അയാൾക്കിപ്പോഴും പഴയ 17 വയസ്സുകാരൻ ബേബി കുട്ടിയാണ്. അമേരിക്കൻ നാടുകളിലെ എല്ലാ ഇല്ലീഗൽ ഡ്രഗ് സപ്ലൈയുടെ തലപ്പത്ത് ബേബിയാണ്. അവൻ്റെ ബന്ധങ്ങളും അതിനോളം തന്നെ വലുതാണ്, നീന കിതച്ചുകൊണ്ട് പറഞ്ഞു. നീന, SP അനിരുദ്ധനുള്ള സസ്പെൻഷൻ ലെറ്റർ മെയിൽ ചെയ്തിട്ടുണ്ട്. നീന നേരിട്ട് കൈമാറുന്നതിനൊപ്പം താൽക്കാലിക റൂറൽ SP ആയി ചാർജ് എടുക്കുകയും വേണം. എങ്ങനെയും നമുക്കിത് തടഞ്ഞേ പറ്റൂ. DGP രത്തൻ റാണ നീനയ്ക്ക് നിർദ്ദേശം നൽകി. സല്യൂട്ട് ചെയ്ത് നീന പുറത്തേക്ക് പോകാനിറങ്ങി. പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. സർ, ഒരു കാര്യം പറയാൻ വിട്ടു. ഹരിക്കൊരു ഗോഡ് ഫാദർ കൂടെയുണ്ട്. കർണാടകയും ആന്ധ്രാപ്രദേശും കൊൽക്കത്തയും എല്ലാം അടക്കി ഭരിക്കുന്ന നമ്പർ 1 ഗ്യാങ് ലീഡർ മഹീന്ദ്ര രാഘവ് പ്രതാപ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സൗത്ത് ഇന്ത്യയിലെ അനൗദ്യോഗിക ചുമതലക്കാരൻ. പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാൻ സ്വാധീനമുള്ള MRP. സംസ്ഥാനത്തെ പോലീസ് മേധാവി കാറ്റുപോയ ബലൂൺ പോലെ കസേരയിലേക്ക് ചാരിയിരുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം സാർ. ടോമിച്ചിനോ ഹരിക്കോ ഒന്നും പറ്റാതിരിക്കാൻ. നീന പുറത്തേക്ക് നടന്നു. വയർലെസ്സിലൂടെ CI അലോക് വർമ്മ, CI റോയ് സക്രിയ, SI അരുൺകുമാർ എന്നിവരോട് ജില്ലാ പോലീസ് കാര്യാലയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ നിർദ്ദേശം നൽകി. ജില്ലാ പോലീസ് കാര്യാലയം. കോൺഫറൻസ് ടേബിളിന് ചുറ്റും അവർ ഇരുന്നു. ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നീന അവരോടായി പറഞ്ഞു. പെട്ടെന്നൊരു മീറ്റിംഗ് വിളിക്കാനുള്ള സാഹചര്യം വിവരിച്ചു. CI അലോക് വർമ്മ ഇടയിൽ കയറി സംസാരിച്ചു. മാഡം പറയുന്നതനുസരിച്ച് കരുമാത്രയിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ആഘാതം വളരെ വലുതായിരിക്കും. ടോമിച്ചൻ്റെ മകനും MRPയും ഒക്കെ ഇൻവോൾവ് ആയാൽ നമ്മളെ കൊണ്ട് തടയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ദേഷ്യത്തോടെ മറുപടി നൽകിയത് CI റോയ് സക്രിയയാണ്. മിസ്റ്റർ അലോക്, നമ്മൾ ഈ യൂണിഫോം ധരിച്ചിരിക്കുന്നത് പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനല്ല, വരുന്നത് എന്തു തന്നെയായാലും നേരിടാനും പരിഹരിക്കാനുമാണ്. നിങ്ങളെപ്പോലുള്ളവർ കാരണമാണ് കേരള പോലീസിന് ജനങ്ങളുടെ മുമ്പിൽ വിലയില്ലാതാകുന്നത്. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം റോയ്. ഇവിടെ ആരും ഭീരുത്വമോ ഒളിച്ചോട്ടമോ പറഞ്ഞിട്ടില്ല, വസ്തുതകൾ മാത്രമാണ് സംസാരിച്ചത്, അലോക് പറഞ്ഞു. നിങ്ങളിത് നിർത്തുന്നുണ്ടോ? നിങ്ങളിലുള്ള വിശ്വാസവും ട്രാക്കും നോക്കിയാണ് ഞാൻ ഈ ടീം ഫോം ചെയ്യുന്നത്. അതിനിടയിൽ പരസ്പരം ഒരു വിദ്വേഷവും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നീനയുടെ ശബ്ദം കടുത്തതോടെ 2 പേരും നിശബ്ദരായി. മാഡം, എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്, അരുൺ അവരെ നോക്കിക്കൊണ്ട് ആരംഭിച്ചു. നീന തല എനിക്ക് അനുവാദം നൽകി. ഹരിയെ എനിക്ക് പേഴ്സണലായി അടുത്തറിയാം. കൂടെയുള്ളവരുടെ ജീവൻ വെച്ച് ഒരു കളിക്കും അവൻ മുതിരില്ല. ഇടപെട്ടിട്ടുള്ള എല്ലാ കേസുകളുടെയും മോഡ് ഓഫ് ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ അപകടം നിറഞ്ഞതൊക്കെ ഒറ്റയ്ക്ക് നേരിട്ടാണ് ശീലം. യെസ് മാഡം,
അരുൺ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, അലോക് പറഞ്ഞു. ഇവിടെ നമ്മൾ പേടിക്കേണ്ടത് ടോമിച്ചിനെയാണ്. ടോമിച്ചിന്റെ നിർദ്ദേശപ്രകാരം കരിമാത്രയ്ക്ക് പുറം വെയിറ്റ് ചെയ്യുന്ന ഫിറോസ് കണ്ണിച്ചോരയില്ലാത്ത മൃഗാണ്. 12-ലധികം കൊലപാതക കേസുകളെ പ്രതിയായിട്ടും പുഷ്പം പോലെ ഊരി നടക്കുന്നവനാണ്. അതുപോലെ തന്നെ ഗുണ്ടാശങ്കറും. ഹരിക്കെതിരെ നീക്കാൻ കിട്ടുന്ന ഒരവസരവും അവൻ പാഴാക്കില്ല. ശങ്കറിനെ ഒതുക്കിക്കൊണ്ടാണല്ലോ ഇവിടുത്തെ ഹരിയുടെ തുടക്കം, റോയ് പറഞ്ഞു നിർത്തി. നീന തുടർന്നു. ഫിറോസും ശങ്കറും അടങ്ങുന്ന ടോമിച്ചിന്റെ ഗ്യാങ് മുന്നിലുള്ളതൊന്നും തടസ്സാകില്ല. അവർ ഹരിയെ മാത്രാവില്ല, കരിമാത്രയിലെ ഒരൊറ്റ ജീവൻ പോലും ബാക്കി വെക്കില്ല. ഇന്റലിജൻസ് വിവരം അനുസരിച്ച് നാളെയായിരിക്കും അവിടെ ഗ്യാങ് വാർ നടക്കുക. ഇന്ന് തന്നെ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും അവിടെ എത്തണം. ഓരോ നിമിഷവും അപകടമാണ്. ഫോഴ്സിനെ 4 ടീമുകളായി തിരിച്ചു വേണം നമ്മുടെ ഓപ്പറേഷൻ. യെസ് മാഡം, കരിമാത്രയിൽ എത്താനുള്ളത് ഒരു വഴി മാത്രമാണ്. തുടക്കം കോങ്ങാട് സ്കൂൾ ഗ്രൗണ്ടിന്റെ മുന്നിലൂടെയാണ്. അവിടെ ഞാനും ടീം നോക്കിക്കോളാം, റോയ് പറഞ്ഞു. കരിമാത്രയിലെ പാലം ആരംഭിക്കുന്നിടത്ത് ഞാൻ നിയന്ത്രിച്ചോളാം, അലോക് പറഞ്ഞു. നീന തുടർന്നു. ഗുഡ്. അലോകിനൊപ്പം ഞാൻ ജോയിൻ ചെയ്തോളാം. അവരെ കരിമാത്രയിൽ എത്തിക്കാതിരിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അരുൺ കരിമാത്രയിലേക്ക് പോയിക്കോളൂ. ഹരിയുമായുള്ള അടുപ്പ് ഉപയോഗിച്ച് പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം. 4 പേരും പുറത്തേക്കിറങ്ങാൻ തുടങ്ങവേ നീനയുടെ ഫോൺ റിംഗ് ചെയ്തു. സർ പറയൂ, ഞങ്ങൾ കരിമാത്ര മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫോണിലെ സംസാരത്തിൽ നീനയുടെ മുഖഭാവം മാറി തുടങ്ങി. ഈ നേരത്തെ എങ്ങനെയാണ് സർ? എല്ലാ ഫോഴ്സിനെയും അങ്ങോട്ടേക്ക് വിട്ടില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുന്നത് സംഭവിക്കും. നീനയുടെ ശബ്ദം അപേക്ഷയുടെ സ്വരത്തിലേക്ക് മാറി. ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്ത് കൂടെയുള്ളവരോട് പറഞ്ഞു. യുദ്ധം ആരംഭിച്ചു. ഞെട്ടലോടെയാണ് അവർ മൂവരും കേട്ടത്. എന്താ മാഡം സംഭവിച്ചത്? റോയ് ചോദിച്ചു. MRP കളി തുടങ്ങി. കേന്ദ്ര കാർഷിക മന്ത്രി സീന പട്ടേൽ ഇന്ന് രാത്രി നെടുമ്പാടിലെത്തും. അശോക ഫാമും അവിടുത്തെ കാർഷിക രീതികളും സന്ദർശിക്കുകയാണ് ഉദ്ദേശം. ഫുൾ ടൈം സെക്യൂരിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ അരുൺ മാഡത്തിൻ്റെ ഒപ്പം പോകേണ്ടി വരും. നിസ്സഹായ അവസ്ഥ അരുണിൽ പ്രകടമായി. വീണ്ടും നീനയുടെ ഫോൺ റിംഗ് ചെയ്തു. യെസ് സർ, ഞാൻ നോക്കിക്കോളാം. ഫോൺ കട്ട് ചെയ്ത് അടുത്തുള്ള കസേരയിലേക്കിരുന്ന് നീന റോയിയെ നോക്കി. റോയ്, തൻ്റെ സർക്കിളിൽ നാളെ കേന്ദ്ര കായിക മന്ത്രി വികാസ് ഗൗഡ് എത്തുന്നു. അവരുടെ പാർട്ടിയുടെ 2 യോഗങ്ങളിലും ഏഷ്യൻ ഗെയിംസിൽ വെള്ളി നേടിയ അർച്ചന കുറുപ്പിനെ ആദരിക്കലും. കൂടെ കേന്ദ്ര വാർത്താവിനിമയ സഹമന്ത്രി ഗംഗാധരനും ഉണ്ടാകും. ഫോൺ ടേബിളിൽ വെച്ച് നീന നെടുവേർപ്പെട്ടു. മാഡം പറഞ്ഞപ്പോൾ MRP ഇത്ര വലിയ മീനാണെന്ന് വിചാരിച്ചില്ല. ആ ബേബിക്കുട്ടി കൂടി കടത്തിലിറങ്ങിയാൽ പൂർണ്ണമാകും, അലോക് പറഞ്ഞു. പിന്നെയും റീനയുടെ ഫോൺ റിംഗ് ചെയ്തു. ഡിസ്പ്ലേയിൽ IG സദാശിവം എന്ന പേര് തെളിഞ്ഞു. നീന ഫോൺ അറ്റൻഡ് ചെയ്തു. മറുപടി നൽകി കോൾ കട്ട് ചെയ്ത് മൂവരെയും നോക്കി. നമ്മൾ പേടിച്ചത് തന്നെ സംഭവിച്ചു. ബേബിക്കുട്ടി ലാൻഡ് ചെയ്തിട്ടുണ്ട്. കൊച്ചി എയർപോർട്ടിൽ നിന്നും കറുത്ത ഫോർച്യൂണൽ കാർ മുന്നോട്ട് കുതിച്ചു. അമിത വേഗത്തിൽ പോയിരുന്ന വണ്ടി അങ്കമാലിക്കും ചാലക്കുടിക്കുമിടയിലുള്ള കൊരട്ടിയിൽ ബ്രേക്ക് ചെയ്ത് നിർത്തി. ഓപ്പോസിറ്റ് സൈഡിൽ കറുത്ത കളറുള്ള ലാൻഡ് റോവർ വന്നു നിന്നു. ഫോർച്യൂണറിൽ നിന്നും ബ്ലാക്ക് ഷൂ റോഡിൽ അമർന്നു. കറുത്ത ഷർട്ടും പാൻറ്റും ധരിച്ച 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി. ആരെയും ആകർഷിക്കുന്ന പൂച്ച കണ്ണുകൾ കൊണ്ട് എതിരെ വരുന്നവരെ അവൻ വീക്ഷിച്ചു. വെൽക്കം ടു കേരള, ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക് ഡെവിളിന് സ്വാഗതം. 6 അടിയിൽ കൂടുതൽ പൊക്കമുള്ള തല മൊട്ടയടിച്ച കട്ടിയുള്ള താടിക്കാരൻ ബേബിക്കുട്ടിയെ സ്വാഗതം ചെയ്തു. കയ്യിലുള്ള ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് ബേബി മുന്നോട്ട് നടന്നു. ഹാഫ് മലയാളി ഹാഫ് തെലുങ്കൻ മക്ബൂൽ റാഷിദ് ബേബിക്കുട്ടി അയാളെ ആലിംഗനം ചെയ്തു. പറഞ്ഞ കാര്യം എന്തായി? ബേബിക്കുട്ടി ചോദിച്ചു. കരിമാത്രയിലേക്ക് 3 മണിക്കൂർ ട്രാവലിംഗ്. നമ്മളവിടെ കാലുകുത്തുന്നതിന് മുമ്പ് നിർമ്മല കോളനി കത്തും. മക്ബൂലിന്റെ മുഖത്ത് വന്യമായി ചിരി പടർന്നു. സൂര്യന്റെ വെളിച്ചം തട്ടി വലതുഭാഗത്തെ സ്വർണ്ണപ്പല്ല് തിളങ്ങി. അപ്പൻ ഇന്നേ വരെ എന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് അപ്പൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. നമ്മളിറങ്ങേണ്ട, കളി പുറത്തിരുന്ന് കണ്ടാൽ മതി. ബേബിക്കുട്ടി കാറിലേക്ക് കയറി. പുറകെ മക്ബൂലും. കരിമാത്രയിലേക്കുള്ള വഴിയിൽ അപരിചിതരെ കണ്ടതും ഹരി അപകടം മണത്തു. തനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ നേരിടാനാവില്ല. ഒരുപക്ഷെ എൻ്റെ ഫോട്ടോയോ മറ്റോ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ സൂക്ഷിക്കണം, മനസ്സിലോർത്തുകൊണ്ട് അവൻ മുൻപോട്ട് നടന്നു. ഈ സമയം വണ്ടികളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ഫിറോസും ഗ്യാങ്ങും ഹരി നടന്നു വരുന്നത് ശ്രദ്ധിച്ചു. ഫിറോസിന്റെ കണ്ണുകൾ ഒന്നുകൂടി ചുവന്നു. അയാൾ ഫോണെടുത്ത് ടോമിച്ചിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഇച്ചായ, സ്രാവ് വലയിലേക്ക് ഒറ്റയ്ക്ക് വരുന്നുണ്ട്, തീർത്തേക്കട്ടെ. അപ്പുറത്തെ മറുപടി കേട്ടതും ഫിറോസിന്റെ മുഖത്ത് ചിരി നിറഞ്ഞു. ബ്ലാക്ക് ജീപ്പിന്റെ ബോണറ്റിൽ നിന്നും അവൻ ചാടിയിറങ്ങി. ഫ്രണ്ട് സീറ്റിൽ നിന്നും ഇരുതല മൂർച്ചയുള്ള വാൾ വലിച്ചെടുത്തുകൊണ്ട് അയാൾ ഹരിയുടെ നേരെ നീങ്ങി. പിന്നിൽ കൂട്ടാളികളും ആയുധങ്ങളുമായി നിരന്നു.
ഫിറോസിന്റെ നീക്കം വീക്ഷിച്ച ഹരി ഒരു നിമിഷം പതറിയെങ്കിലും ധൈര്യം വീണ്ടെടുത്ത് മുന്നോട്ട് നടന്നു. അവന്റെ ഓരോ കാൽവെപ്പും ഭൂമിയിൽ ശക്തിയായി അമർന്നു. ആർത്തുലച്ചു വരുന്ന കടലിന് മുന്നിലെന്നോണം ആയുധങ്ങളുടെ അടുത്തേക്ക് അവൻ നീങ്ങി. ഇരയെ തന്റെ മാളത്തിൽ കിട്ടിയ വേട്ടക്കാരന്റെ ശൗര്യത്തോടെ ഫിറോസ് കയ്യിലുള്ള വാൾ വായുവിൽ വട്ടം കറക്കി ഹരിയുടെ നേരെ നടന്നു. പരസ്പരം പോരാടാൻ നിൽക്കുന്ന അങ്കക്കോഴികളെ പോലെ അവർ മുഖാമുഖം നിശ്ചലരായി നിന്നു. ഇളം പ്രായാണല്ലോ മോനെ, പടച്ചോന്നിനൊക്കെ ആയുസ് നീട്ടി തന്നില്ലെന്ന് വിചാരിച്ചാൽ മതി. ഹരിയുടെ കണ്ണുകളിലേക്ക് നോക്കി പരിഹാസ ചിരിയോടെ ഫിറോസ് പറഞ്ഞു. ഇല്ലല്ലോ ഫിറോസേ, പടച്ചോന്റെ വിധി ഞാൻ മാറ്റിയെഴുതും. ഇന്നത്തെ രാത്രി സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് വിളിച്ചാലും ഹരി പോവില്ലെന്നേ. ഹരിയുടെ കണ്ണുകളിൽ ഭയത്തിന്റെ ചെറിയ കണികു പോലും കാണാതിരുന്നത് ഫിറോസിനെ ചൊടിപ്പിച്ചു. ഒരടി പിന്നിലേക്ക് ഇറങ്ങി അയാൾ ഹരിയുടെ കഴുത്തിൽ ലക്ഷ്യമാക്കി ആഞ്ഞു വീശി. ആ നീക്കം പ്രതീക്ഷിച്ചിരുന്ന അവൻ മുട്ടുമടക്കി നിലത്തേക്കിരുന്നു കൊണ്ട് ഫിറോസിന്റെ വയറിലേക്ക് ശക്തമായൊരു പഞ്ചു കൊടുത്തു. പുറകിലേക്ക് തെറിച്ചു വീണ ഫിറോസ് പകവീട്ടാൻ വെമ്പി നിൽക്കുന്ന ചീറ്റപ്പുലിയെ പോലെ നിലത്ത് കിടന്ന് മുരണ്ടു. ഫിറോസിന്റെ കൂട്ടാളികൾ ഹരിയുടെ നേരെ ആയുധങ്ങളുമായി ഓടിയെടുത്തു. നിലത്ത് നിന്ന് 2 കാലുകളും വായുവിൽ ഉയർത്തി ഒരഭ്യാസിയെ പോലെ ഫിറോസ് കുതിച്ചു ചാടി അവന്റെ നേരേക്ക് അടുത്തു. പാഞ്ഞു വരുന്ന അയാളുടെ ചവിട്ട് തടുക്കാൻ ഹരിക്കായില്ല. അവൻ പുറകോട്ട് മറിഞ്ഞു വീണു. വീണുകിടക്കുന്ന അവന്റെ നേരെ ഫിറോസ് വാളോങ്ങി. പൊടുന്നനെ ഹരിയുടെ പുറകിൽ നിന്നും കാതടുപ്പിക്കുന്ന ഹോണിന്റെ ശബ്ദം ഫിറോസിന്റെ കാതുകളിൽ പതിച്ചു. കണ്ണ് ചിമ്മി തുറന്ന ഫിറോസിന്റെ വാള് പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് ഒരു വെടിയുണ്ട തുളച്ചു കയറി. അലറിക്കരഞ്ഞുകൊണ്ട് അയാൾ നിലത്തേക്കിരുന്നു. നടന്നത് എന്താണെന്ന് മനസ്സിലാവാതെ ഹരി എഴുന്നേറ്റ് പുറകിലേക്ക് തിരിഞ്ഞു നിന്നു. 65 മോഡൽ വില്ലീസ് ജീപ്പും പുറകിലായി 2 സ്കോർപിയോകളും ബ്രേക്ക് ചെയ്ത് നിർത്തി. മുൻപിലുള്ള ജീപ്പിന്റെ കോ ഡ്രൈവർ സീറ്റിൽ 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന കറുത്ത ജുബയും മുണ്ടും ധരിച്ച ശക്തനായ ഒരാൾ ഇടതുകാലം മുന്നിലേക്ക് നീട്ടിവെച്ച് ഒരു കണ്ണടച്ച് കയ്യിലുള്ള ഡബിൾ ബാരൽ തോക്ക് എയിം ചെയ്തിരിക്കുന്നു. ഹരിയെ പുഞ്ചിരിയോടെ നോക്കി അയാൾ ജീപ്പിൽ നിന്നും ഇറങ്ങി നിന്നു. തോക്കും തോളത്ത് വെച്ച് കറുപ്പെടുത്തു നിൽക്കുന്ന ആ രൂപം കാടിളക്കി നടന്നു വരുന്ന ഒറ്റക്കൊമ്പനെ പോലെ തോന്നിച്ചു. അയാളുടെ വരവ് കണ്ട ഫിറോസ് ഉൾക്കിടിലത്തോടെ പതുക്കെ പറഞ്ഞു, ചെങ്കൽപ്പേട്ട് ഗുരുമൂർത്തി. ഫിറോസിന്റെ മുഖത്ത് ഭയം നിറഞ്ഞു. ഗുരുമൂർത്തി ഹരിയുടെ അടുത്തേക്ക് വന്ന് തോളിൽ കൈവച്ചു. എന്നടാ ഇത്, എന്നെ മനസ്സിലായില്ലേ? ഇല്ല, MRP പറഞ്ഞിട്ടാ ഞാൻ വന്നേ. മുറുക്കി ചുവന്ന പല്ല് കാട്ടി ഗുരുമൂർത്തി ചിരിച്ചു. നിമിഷ നേരം കൊണ്ട് ഗുരുമൂർത്തിയുടെ രാവണപ്പട ഫിറോസിനെയും ഗ്യാങ്ങിനെയും വളഞ്ഞു. എല്ലാവരുടെ കയ്യിലും ആധുനിക തോക്കുകൾ. ആരെങ്കിലും ഒരടി മുന്നോട്ട് വെച്ചാൽ എല്ലാവരും തോക്കുകളുടെ ചൂടറിയുമെന്ന അവസ്ഥ. തൃശൂർ ജില്ലയിൽ വിറപ്പിക്കുന്ന എതിരാളികളില്ലാത്ത ചാവക്കാട്ടെ ഇരട്ടച്ചങ്കൻ ഫിറോസ് നിന്നു വിയർത്തു. തൻ്റെ എതിരെ മുഖാമുഖം നിൽക്കുന്നത് സാധാരണ ഒരു ഗുണ്ടയല്ല. ചെങ്കൽപ്പേട്ട് ജില്ല ഉൾപ്പെടെ തിരുവണ്ണാമലൈ, വിഴുപ്പുരം അടങ്ങുന്ന 3 ജില്ലകളിൽ ഒരിലാനങ്ങണമെങ്കിൽ ഗുരുമൂർത്തിയുടെ അനുവാദം വേണം. രാഷ്ട്രീയ ഇടനാഴികളിലും പോലീസ് പാളയങ്ങളിലും നിരവധി സൗഹൃദങ്ങളും അടിമകളുമുള്ള പഴയ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ചെങ്കൽപ്പെട്ട് അടക്കി വാഴുന്ന അസുര ജന്മം. തമ്പി, ഇപ്പോൾ നീങ്കേന്ന് പോയിട്. തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ ഗുരുമൂർത്തി പറഞ്ഞു നിർത്തി. ചിരിച്ചുകൊണ്ടാണ് ഗുരുമൂർത്തി പറഞ്ഞതെങ്കിലും ആ വാക്കുകളിലെ അപകടം മനസ്സിലാക്കിയ ഫിറോസ് അവിടെ നിന്നും പിൻവാങ്ങി. ഉള്ളിൽ നീറുന്ന പകയുമായി ഇരിഞ്ഞടങ്ങാത്ത കനലുമായി ജീവിതത്തിലെ ആദ്യത്തെ തോൽവി ഏറ്റുവാങ്ങി ആ വേട്ടമൃഗം കരിമാത്രയുടെ മണ്ണിൽ നിന്നും തിരിച്ചു പോന്നു. 3 ബറ്റാലിയൻ പോലീസ് വാനുകളും മുൻപിലായി നീനയും അലോകും സഞ്ചരിക്കുന്ന ഇന്നോവ ക്രിസ്റ്റയും കരിമാത്രയിലേക്ക് യാത്രയായി. മാഡം, നമുക്ക് കൂടുതൽ ഫോഴ്സ് വേണ്ടിവരൂ. ഒരു തരത്തിലും ആരുടെയും ജീവൻ പോകാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അലോക് തൻ്റെ ഉള്ളിലെ സംശയം തുറന്നു പറഞ്ഞ് നീനയെ നോക്കി. DGPയുടെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ഫോഴ്സിനെ എത്തിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറുപടിയായി നീന പറഞ്ഞു. കരിമാത്രയിലേക്കുള്ള പാലത്തിൽ നമുക്ക് നിലയുറപ്പിച്ചാൽ 2 ഗ്യാങ്ങും തമ്മിലുള്ള നേർക്കുനേർ വാർ ഒഴിവാക്കാം. കരിമാത്രയുടെ മണ്ണിലേക്ക് ആ വാഹനവ്യൂഹം പൊടിപറത്തിക്കൊണ്ട് പാഞ്ഞു. നിർമ്മല കോളനി. ഓട്ടുപാറയ്ക്കടുത്ത് ക്ഷേത്രത്തിന് പുറകിലായി 600-ലധികം ജനങ്ങൾ ജാതിമത ഭേദമന്യേ സന്തോഷത്തോടെ കഴിഞ്ഞു പോരുന്ന നിർമ്മല കോളനി. പിണക്കങ്ങളും ചില വ്യക്തികളും ഒഴിച്ചാൽ ഒരേപോലെ എല്ലാവരെയും കാണുന്ന ജനങ്ങൾ. ആരുടെയും വാക്കുകളോ പ്രലോഭനങ്ങളോ അവരെ സ്വാധീനിക്കാൻ കഴിയില്ല, ഒരാൾ ഒഴികെ. സഖാവ് മുരളി. നിർമ്മല കോളനി ഇത്രയും നാളുകളായി ഒറ്റക്കെട്ടായി നിൽക്കുന്നത് സഖാവിനോടുള്ള ബഹുമാനം എല്ലാവരിലും ആഴത്തിൽ പതിഞ്ഞതിനാലാണ്. കുറച്ചു നേരം മുമ്പ് പരിചയമില്ലാത്ത കുറച്ചു മുഖങ്ങളും നിർമ്മല കോളനിയിൽ കാലുകുത്തി. അവർക്ക് വഴികാട്ടിയായി കോളനിയിലെ കൂട്ടം തെറ്റി നടക്കുന്ന ബഷീറും. ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് മുരളിയുടെ അവസാനമാണെന്ന് നെഞ്ചിൽ പ്രതിജ്ഞയെടുത്തവൻ.
പരിചയമില്ലാത്തവരെ കണ്ടതും മുരളിയും ഗോപാലനും തോമസും അവരുടെ അടുത്തേക്ക് വന്നു. ആരാ ബഷീറെ? പുതിയ ചില മുഖങ്ങൾ. നിന്റെ കൂട്ടുകാരാണോ? ചോദ്യം ഗോപാലൻ്റേതായിരുന്നു. കൂട്ടുകാർ മാത്രമല്ല, എനിക്കവർ പലതുമാണ്. എൻ്റെ സ്ഥലത്തുള്ള കാവ് വൃത്തിയാക്കി ഹോട്ടൽ തുടങ്ങാൻ വന്നവരാണ്. ബഷീർ പുച്ഛത്തോടെ മറുപടി നൽകി. അവരുടെ സംഭാഷണം കേട്ടുനിന്ന മുരളി ഇടയിൽ കയറി താക്കീതായി അവനോട് പറഞ്ഞു. ആ കാവാണ് ഈ കോളനിയുടെ ശക്തി. അതിൽ തൊട്ട് കളിക്കണ്ട. എനിക്ക് വിശ്വാസമില്ലെങ്കിലും അവിടെ ആരാധന നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഒപ്പം ഈ കോളനി ഉള്ളിടത്തോളം ആ കാവും കാണും. ബഷീറിൻ്റെയും കൂടെയുള്ളവരുടെയും മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അവിടെ നടക്കുന്ന വാക്കുതർക്കങ്ങൾ കണ്ടതിനാൽ ഭൂരിഭാഗം ആളുകളും ചുറ്റും കൂടി. ഈ കാവ് ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. ബഷീറിന്റെ മറുപടി കൂടി നിന്നവരിൽ ഞെട്ടലുളവാക്കി. നിർത്തടാ. ആൾക്കൂട്ടത്തിൽ നിന്നും സലാമിക്ക പുറത്തേക്ക് വന്നു. എൻ്റെ വാപ്പ കുഞ്ഞി മുഹമ്മദ് ഈ കോളനിക്കാർക്ക് കൊടുത്ത വാക്കാണ്. ഈ ദുനിയാവിന്റെ അവസാനം വരെ, അല്ലെങ്കിൽ ഈ കോളനി നശിക്കണ വരെ ഈ കാവും ഇവിടെ കാണുമെന്ന്. ഇതപ്പോടെ അയാൾ നിർത്തി. ബഷീറെ, നീ ഇവരെയും വിളിച്ച് പോവാൻ നോക്ക്. രംഗം കൂടുതൽ വഷളാവാതിരിക്കാൻ മുരളി ഇടപെട്ടു. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വീണ ആ വിഷവിത്ത് വളരാൻ അധിക സമയം എടുത്തില്ല. നിങ്ങളിനി ഒന്നും പറയണ്ട. നിങ്ങളും അവരുടെ കൂട്ടത്തിലല്ലേ? ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ആ കാവ് ഞങ്ങൾ വെളുപ്പിക്കും. മുരളി തിരിഞ്ഞു നിന്നു. തൻ്റെ കൂടെ നിഴൽ പോലെ നടന്നിരുന്ന ഇബ്രാഹിമിന്റെ വാക്കുകളായിരുന്നു അത്. ദേഷ്യം കയറിയ മുരളി ഇബ്രാഹിമിന്റെ മുഖത്തേക്ക് ഒരെണ്ണം കനത്തി കൊടുത്തു. ആ അവസരം കാത്തുനിന്ന ബഷീർ മുരളിയെ ചവിട്ടി താഴെയിട്ടു. ഞങ്ങളുടെ ആൾക്കാരുടെ ദേഹത്ത് തൊടുന്നോടാ. ബഷീർ അടക്കമുള്ളവർ മുരളിയെ വളഞ്ഞപ്പോൾ ഒരു കൂട്ടം അവരെയും എതിർത്ത് മുന്നോട്ട് വന്നു. നിമിഷനേരം കൊണ്ട് നിർമ്മല കോളനി ഒരു യുദ്ധഭൂമിയായി മാറുകയായിരുന്നു. സംഘർഷം ഗുരുതരമായത് ബഷീർ അരയിലിരുന്ന കത്തിയൂരി സഖാവ് മുരളിയെ കുത്തിയപ്പോഴായിരുന്നു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ തത്തി നടന്നിരുന്ന നിർമ്മല കോളനി ക്ഷണനേരം കൊണ്ട് രക്തദാഹികളായ കഴുകന്മാരുടെ വിഹാര കേന്ദ്രമായി മാറുകയായിരുന്നു. കരുമാത്രയിലേക്ക് എത്തിയപ്പോഴായിരുന്നു SP നീനയുടെ ഫോൺ റിംഗ് ചെയ്തത്. വാട്ട് ദി ഹെൽ? നീന ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്ത് സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. വണ്ടി നിർമ്മല കോളനിയിലേക്ക് തിരിക്കണോ? നീന ഡ്രൈവറോട് ആക്രോശിച്ചു. എന്താ മാഡം? അലോക് നീനയെ തിരിഞ്ഞു നോക്കി. എടോ, നിർമ്മല കോളനിയിൽ വലിയ കമ്മ്യൂണൽ വയലൻസ് നടക്കുന്നു. 11 മരണം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. പോലീസിന് കോളനിയിൽ കയറാൻ സാധിക്കുന്നില്ല. നമ്മുടെ മൊത്തം ഫോഴ്സും അങ്ങോട്ടേക്ക് എത്താനാണ് IG ഓർഡർ. ദേഷ്യത്തോടെ മുൻസീറ്റിൽ ആഞ്ഞടിച്ചുകൊണ്ട് നീന സീറ്റിലേക്ക് ചാരിയിരുന്നു. മാഡം, അപ്പോൾ കരുമാത്ര? സംശയത്തോടെ അലോക് ചോദിച്ചു. അവിടെ എന്തേലാവട്ടെ. ആ മറുപടിയിൽ നിന്ന് തന്നെ നീനയുടെ ഉള്ളിലെ ദേഷ്യം അലോകിന് മനസ്സിലായിരുന്നു. ഗുരുമൂർത്തിയെയും രാവണപ്പടയെയും കൂട്ടി ഹരി കരുമാത്രയുടെ മണ്ണിലേക്ക് തിരിച്ചെത്തി. ഹരിയുടെ നിർദ്ദേശപ്രകാരം അമലും തങ്കച്ചനും ചായക്കടയിൽ അവരെയും കാത്തിരിക്കുകയായിരുന്നു. വണ്ടികൾ വരുന്നത് കണ്ട അവർ എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു. ഹരി മുന്നിലും ഗുരുമൂർത്തിയും രാവണപ്പടയും പിറകിലായി മുന്നോട്ട് നീങ്ങി. ഗുരുമൂർത്തിയെ കണ്ട തങ്കച്ചന്റെ മുഖത്ത് ഭയമാണോ ദേഷ്യമാണോ എന്നറിയാത്ത തരത്തിലുള്ള ഭാവം വന്നു. കൂടുതലൊന്നും ചോദിക്കാതെ തങ്കച്ചൻ അവരെയും കൂട്ടി നാട്ടുകൂട്ടം നടക്കുന്ന മൈതാനത്തേക്ക് നടന്നു. ഇതേസമയം അപ്പുറത്തെ പാളയത്തിലെ പടയൊരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. തേവർകുളം ടോമിച്ചനും വലങ്കൈ ഗുണ്ടാശങ്കറും അടങ്ങുന്ന സംഘം കരുമാത്രയിലേക്ക് നീങ്ങി. തന്റെ അപ്പച്ചൻ ഏർപ്പാടാക്കിയ ചാവക്കാട് ഫിറോസ് പേടിച്ചോടിയതറിഞ്ഞ ബേബിക്കുട്ടി മക്ബൂലിനൊപ്പം അയാളുടെ കന്നഡ മണ്ണിലെ രാക്ഷസപ്പടയുമായി ടോമിച്ചനെ സഹായിക്കാൻ ഒരുങ്ങിയിറങ്ങി. മറ്റൊരാൾ കൂടി തന്റെ സൈന്യത്തെയും കൂട്ടി കരുമാത്രയിലേക്ക് യാത്ര തിരിച്ചിരുന്നു. ടോമിച്ചൻ വിളിച്ചു വരുത്തിയ കരുമാത്രക്കാരുടെ ദൈവപുത്രൻ അബി. ഇന്നത്തെ രാത്രി ഇരുട്ടി വെളുത്താൽ കരുമാത്ര കൗരവ പാണ്ഡവ യുദ്ധത്തിനാണ് സാക്ഷ്യം വഹിക്കുക. തിൻപേടി മുകളിൽ എന്നും വിജയിക്കുന്ന നന്മയ്ക്ക് ഇവിടെ അടിപതർമോ എന്ന് കാത്തിരുന്നു കാണാം. ഒരു ഭാഗത്ത് തേവർകുളം ടോമിച്ചൻ എന്ന അതികായനും അയാളുടെ ഏകപുത്രനും അപകടകാരിയുമായ ബേബിക്കുട്ടിയും, ബേബിയുടെ വിശ്വസ്തനായ മക്ബൂലും അയാളുടെ രാക്ഷസപ്പടയും, ഹരിക്കെതിരെ ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഗുണ്ടാശങ്കറും ഗ്യാങ്ങും. മറുവശത്ത് കരുമാത്രയുടെ സ്വന്തം രാഘവന്റെ മകനും അവരുടെ രക്ഷകനുമായ ഹരിയും, ചെങ്കൽപ്പെട്ടിന്റെ രാജാവായ ഗുരുമൂർത്തിയും രാവണപ്പടയും, അമലും അച്ചുവേട്ടനും അടങ്ങുന്ന നന്മയുടെ പോരാളികളും. കരുമാത്രയുടെ ചരിത്രങ്ങൾ ഉള്ളിലൊളിപ്പിച്ച കീഴാനിപ്പുഴ വരാൻ പോകുന്ന സർവനാശത്തെ ഓർത്തിട്ടെന്ന പോലെ ശക്തിയോടെ കുതിച്ചൊഴുകാൻ തുടങ്ങി. നന്മയുടെ കാവൽക്കാരനാവണോ അതോ തിന്മയുടെ പടയാളിയാവണോ എന്നുള്ള തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചു വന്നിരുന്ന അബി കരുമാത്രയുടെ ഇങ്ങേക്കരയിൽ കാലുകുത്തി. കൂടെ ഒരു തലയ്ക്ക് ലക്ഷ്യങ്ങൾ പ്രതിഫലം വാങ്ങുന്ന അവൻ്റെ സ്വന്തം സൈന്യവും. ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ മുതൽ കരുമാത്രയുടെ മണ്ണിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾക്ക് മൂകസാക്ഷിയാകേണ്ടി വരുമെന്നോർത്ത് തലയുയർത്തി നിന്നിരുന്ന അരയാൽ മുത്തശ്ശി തേങ്ങി.
നന്മയ്ക്കുമേൽ ജയം തിന്മയുടേതാണെങ്കിൽ ഈ ഗ്രാമം ചരിത്രത്താളുകളിലേക്ക് മാത്രമായി ചുരുങ്ങും. തിന്മയുടെ സൈന്യാധിപനായ ടോമിച്ചൻ ഈ മണ്ണിൽ നിന്നും തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ കരുമാത്ര ഒരു പിടി ചാരമായി മാറും. കീഴാനി രാഘവന്റെ മകനാണ് വിജയക്കുടി പാറിക്കുന്നതെങ്കിൽ 3 ദശാബ്ദത്തോളം ഒരു ഗ്രാമം ഒന്നടങ്കം മനസ്സിലേറ്റിയ പക അവസാനിക്കുന്നതിനോടൊപ്പം ടോമിച്ചൻ എന്ന അതികായകൻ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാകും. ഒരു നീണ്ട നെടുവീർപ്പിട്ട നോണം അരയാൽ മുത്തശ്ശി കാറ്റിൽ ആടി ഉലഞ്ഞു നിന്നു. യോഗസ്ഥലത്ത് കരുമാത്രയിലെ ശരീരത്തിൽ ജീവൻ അവശേഷിച്ചിരുന്ന കുഞ്ഞുമക്കൾ മുതൽ പ്രായമായവർ വരെ എത്തിയിരുന്നു. അവരുടെ മുന്നിലുള്ള ഇരിപ്പിടങ്ങളിൽ ഹരിയുടെ ഇരുവശങ്ങളിലായി അമലും ഗുരുമൂർത്തിയും അച്ചുവേട്ടനും നിരന്നു. തങ്കച്ചനും ക്ലീറ്റസും ഗോപിയും അടങ്ങുന്ന കരുമാത്രക്കാരുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നു. വർഷങ്ങളുടെ പ്രതികാരം തീർക്കാനുള്ള വാശി എല്ലാവരിലും എരിഞ്ഞു തുടങ്ങിയത് തങ്കച്ചനാണ്. നമ്മുടെ മനസ്സിലെ പകവീട്ടാനുള്ള അവസരമാണിപ്പോൾ വന്നിരിക്കുന്നത്. കരുമാത്രയുടെ മണ്ണിൽ കാലുകുത്തുന്ന ഒരുതരും ഇവിടുന്ന് ജീവനോടെ പോകരുത്. മനസ്സിലെ ദേഷ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നു. ഹരി, അവർ വരുന്നത് വെറും കൈയോടെ ആവില്ലെന്ന് കുറച്ചു മുൻപത്തെ സംഭവത്തോടെ നമുക്ക് ഊഹിക്കാം. എന്താണ് നമ്മുടെ പ്ലാൻ? നമ്മൾ അവരെ എങ്ങനെ നേരിടും? അമല അവിടെ കൂടിയിരുന്നവരോട് ചോദിച്ചു. എല്ലാവരും ഹരിയുടെ വാക്കുകൾക്കായി കാത്തിരുന്നു. മോനെ, ഞങ്ങൾക്ക് പ്രായമായത് ശരീരത്തിനാണ്, മനസ്സിനല്ല. എന്തായാലും ഒരു നാൾ മരിക്കണം. അത് ഈ മണ്ണിനു വേണ്ടിയാകുമ്പോൾ സന്തോഷമേ ഉള്ളൂ. അച്ചുവേട്ടന്റെ വാക്കുകൾക്ക് ഒരേ സ്വരത്തിൽ അതേ എന്ന മറുപടി ഉയർന്നു. പതിയെ ഹരി എഴുന്നേറ്റു. ഈ മണ്ണ് നമ്മുടെയാണ്. നമുക്ക് വേണ്ടി വീരചരമം പ്രാപിച്ച ആ മഹാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുന്നു. പതിറ്റാണ്ടുകളുടെ പക നമ്മൾ അവസാനിപ്പിക്കുന്നു. തേവർക്കുളം ടോമിയുടെ ചോര കൊണ്ട് ഈ മണ്ണ് നമ്മൾ ഇവിടെ ശുദ്ധി വരുത്തും. കേട്ടിരുന്ന ഓരോരുത്തരിലും ആവേശമുയർന്നു. അച്ചുവേട്ടാ, പാലം കരുമാത്രയിൽ മുട്ടുന്നിടത്ത് ഞാനും അമലും, പിന്നേതാ അവരും ടോമിയുടെ പടയോട്ടത്തിന് തടയിടും. പുറകിലേക്ക് കൈ ചൂണ്ടി ഹരി പറഞ്ഞു നിർത്തി. എല്ലാവരുടെയും ശ്രദ്ധ പുറകിലേക്കായി. 5ഓളം ചെറുപ്പക്കാർ അവരെ ലക്ഷ്യമാക്കി കടന്നു വരുന്നു. എല്ലാവരുടെ കയ്യിലും ഓരോ ബാഗും ഉണ്ട്. വെളിച്ചത്തിലേക്ക് വന്ന അവരുടെ മുഖം കണ്ട് അമലിനും മറ്റു ചിലർക്കും ഞെട്ടലുണ്ടായി. അബി, അമൽ പതിയെ പറഞ്ഞു. ഹരി അബിയെ കൈകൊടുത്തു കൂടെ നിർത്തി. പതിയെ അബിയുടെ വലതുവശത്തേക്ക് ഹരി നീങ്ങി നിന്നു. എല്ലാവരോടുമായി അവൻ സംസാരിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ ഇവൻ തീരുമാനിക്കും. ഇവൻ നയിക്കും നമ്മളെ. അബിയുടെയും ജനങ്ങളുടെയും മുഖത്ത് അത്ഭുതം നിറഞ്ഞു. പലരിലും സംശയവും ദേഷ്യവും നിറഞ്ഞു. അവരുടെ വികാരം മനസ്സിലാക്കിയ ഹരിയുടെ ശബ്ദമുയർന്നു. ഈ മണ്ണിനെ നയിക്കാൻ കീഴാനി രാഘവന്റെ മകനേക്കാളും എന്തുകൊണ്ടും യോഗ്യൻ ലൂയിസിന്റെ മകനാണ്. ഈ അബി നയിക്കും നമ്മളെ. ഹരിയുടെ വാക്കുകൾ ഇടിവെട്ട് പോലെയാണ് അവരുടെ കാതുകളിൽ പതിഞ്ഞത്. ആദ്യം രാഘവന്റെ മകൻ, ഇപ്പോ തങ്ങളുടെ ദൈവപുത്രനും. എല്ലാവരിലും സന്തോഷം നിറഞ്ഞു. അബി മുന്നോട്ട് നീങ്ങി എല്ലാവരോടുമായി കൈകൂപ്പി. എല്ലാം അറിയാൻ വൈകി. അനാഥനായി ജനിച്ച എനിക്ക് ബന്ധുക്കളായി നിങ്ങൾ എല്ലാവരും ഉണ്ടെന്നറിയുമ്പോൾ കണ്ണുനീർ അടക്കി നിർത്താൻ സാധിക്കുന്നില്ല. ഏതോ ദൈവനിമിത്തം കൊണ്ട് ഈ മണ്ണിന്റെ നാശത്തിന് തുടക്കമിട്ട അന്നത്തെ കുട്ടി ഡോക്ടറെ അൽഫോൻസെ ഈ കൈകൊണ്ട് ഇല്ലാതാക്കാൻ സാധിച്ചു. കേട്ടുനിന്ന എല്ലാവരിലും ആരവം ഉയർന്നു. നമുക്ക് പാഴാക്കാൻ സമയമില്ല. ഞാനും ഹരിമാമലും എൻ്റെ ടീമും പിന്നെ ഈ അച്ചുവേട്ടനും പാലം തുടങ്ങുന്നിടത്ത് അവരെ തടയും. അബി ഗുരുമൂർത്തിയുടെ അടുത്തേക്ക് നീങ്ങി. അണ്ണാ, ഞങ്ങളുടെ പിന്നിൽ ഈ മണ്ണിലേക്ക് അവരെ കാലുകുത്താതെ അണ്ണനും പിള്ളേരും വേണം നോക്കാൻ. ഇവരും ഒപ്പം ഉണ്ടാവും. കരുമാത്രക്കാരെ നോക്കി അവൻ പറഞ്ഞു നിർത്തി. ടോമിച്ചന്റെ ചോര കാണും വരെ നമുക്ക് വിശ്രമമില്ല. വാ എല്ലാവരും. അബി മുന്നിൽ നടന്നു. അബിയുടെ പുറകിലായി ഹരിയും അമലും അച്ചുവേട്ടനും ഗുരുമൂർത്തിയും എല്ലാവരും നടന്നു. ഇതേ സമയം ടോമിച്ചന്റെ കൗരവപ്പട കീഴാനിപ്പുഴയുടെ ഇക്കരെ എത്തിയിരുന്നു. അപ്രതീക്ഷിതമായി മകനെ കണ്ട ടോമിച്ചൻ അമ്പരന്നു. അപ്പന്റെ ആഗ്രഹം നടത്താൻ ഈ മകനും കൂടാമെന്നേ. ഇന്നത്തോടെ തീർക്കണം നമുക്ക് ഈ കരുമാത്രക്കാരെ. ബേബിക്കുട്ടി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതെന്നതാടാ മോനെ, ഈ കൊന്നത്തെങ്ങ് പോലത്തെ ടീം? ടോമിച്ചൻ അത്ഭുതത്തോടെ മക്ബൂലിനെയും ഗാങ്ങിനെയും നോക്കി. വാ പജ, നമുക്കാദ്യം ഇതങ്ങ് തീർക്കാം. അപ്പൻ തന്നെ മുന്നിൽ നടക്ക്. ബേബിക്കുട്ടി ടോമിച്ചനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൗരവപ്പട കരുമാത്ര എന്ന രണഭൂമിയിലേക്ക് കാലെടുത്തു വെച്ചു. ബേബിക്കുട്ടി പാലത്തിന്റെ കൈവരികളിൽ ചാരി നിന്നുകൊണ്ട് സിഗരറ്റിന് തീ കൊളുത്തി. പാലം ഇറങ്ങിയ അവരുടെ മുന്നിലായി കരുമാത്രയുടെ പാണ്ഡവപ്പടയും നിരന്നു. മുന്നിൽ നിൽക്കുന്ന ഹരിയും അബിയെയും കണ്ട് ടോമിച്ചൻ പുച്ഛത്തോടെ ചിരിച്ചു. ഡാ, നിന്നെയും മണ്ണിലേക്ക് വിളിച്ചു വരുത്തിയത് ഞാനാണ്. എന്നിട്ട് നീ എൻ്റെ മുമ്പിൽ മസിൽ പരിപ്പിക്കുന്നു. ജീവൻ വേണമെന്ന് ആഗ്രഹമുണ്ടേ, നീ ഇങ്ങോട്ട് വാ. ടോമിച്ചൻ അബിയെ നോക്കി ചിരിച്ചു. അവരുടെ പിന്നിൽ നിന്നും അച്ചുവേട്ടൻ മുന്നിലേക്ക് വന്ന് അബിയെ ചേർത്ത് പിടിച്ചു. അച്ചുവിനെ കണ്ട ടോമിച്ചന്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. ടോമിച്ച,
കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? നീ അന്ന് കൊന്നു തള്ളിയ ഞങ്ങളുടെ ലൂയിസിന്റെ മകനാണിവൻ, അബി. നിന്റെ മരണത്തിനു വേണ്ടി ദൈവം ഭൂമിയിലിറക്കിയ ഞങ്ങളുടെ ദൈവപുത്രൻ. ആവേശത്തോടെ അച്ചു ടോമിച്ചനെ നോക്കി വെല്ലുവിളിച്ചു. അയാളുടെ വാക്കുകൾ കേട്ട ടോമിച്ചൻ അല്പം പതറി. ഇങ്ങനെയൊരു കാര്യം സ്വപ്നത്തിൽ പോലും അയാൾ വിചാരിച്ചിരുന്നില്ല. അവരുടെ സംസാരത്തിനിടയിൽ ഗുണ്ടാശങ്കർ ഓടിവന്ന് ഹരിയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. അപ്രതീക്ഷിതമായി കിട്ടിയ അടിയിൽ ഹരി പുറകിലേക്ക് തെറിച്ചു വീണു. അതേ വേഗത്തിൽ തന്നെ അബി ശങ്കറിനെ ശക്തിയായി നെഞ്ചിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ശങ്കർ പുറകിലേക്ക് വേച്ചു വീണു. അടുത്തടി പൊട്ടിച്ചത് സാക്ഷാൽ ടോമിച്ചനായിരുന്നു. അയാളുടെ അടിയിൽ അച്ചു ഒരു വശത്തേക്ക് വീണു. വീണിടത്ത് നിന്നും എഴുന്നേറ്റ ഹരി ടോമിച്ചിന്റെ അടുത്തേക്ക് ഓടിയെടുത്തപ്പോഴേക്കും മക്ബൂൽ ഹരിയെ ഒരു കൈകൊണ്ട് ചുരുട്ടിപ്പിടിച്ച് പുറത്തേക്ക് ആഞ്ഞടിച്ചു. വേദന കൊണ്ട് പുളയുന്ന ഹരിക്ക് ആ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാനായില്ല. ഹരിയുടെ അവസ്ഥ കണ്ട അബിയും ടീമും മക്ബൂലിന് നേരെ തിരിഞ്ഞു. രണ്ടു വശത്തു നിന്നും പരസ്പരം ആക്രമണം തുടങ്ങി. അബിയും ശങ്കറും അടിക്കടി എന്ന രീതിയിൽ മുന്നേറി. ആദ്യത്തെ അടി അബിയുടെ മുഖത്തേക്കായിരുന്നുവെങ്കിൽ അവന്റെ ഇടി ശങ്കറിന്റെ നെഞ്ചിന് മാത്രമായിരുന്നു. അച്ചുവേട്ടൻ കന്നഡ മണ്ണിലെ രാക്ഷസപ്പടയെ ഒറ്റയ്ക്ക് നേരിട്ടു. കണ്ണിൽ കണ്ടവരുടെയെല്ലാം നെഞ്ചു കലക്കി അമൽ മുന്നേറി. ശങ്കറിന്റെ ഗുണ്ടാപ്പടയെ അബിയുടെ ടീം വായുവിൽ നിർത്തിയാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഒറ്റക്കൊമ്പന്റെ മുന്നിൽപ്പെട്ട കടുവയെ പോലെയായി ഹരി. ആദ്യത്തെ പതർച്ചയിൽ നിന്നും രക്ഷപ്പെട്ട ഹരി മക്ബൂലിന്റെ കഴുത്തിനു ചുറ്റും വട്ടം പിടിച്ച് നിലത്തേക്കടിച്ചു. വീഴ്ചയുടെ ശക്തിയിൽ അയാൾ നിലത്ത് കിടന്ന് പിടഞ്ഞു. കൈകൾ പിന്നിലേക്ക് കുത്തിച്ചാടിയ മക്ബൂൽ ഇടം കാലുകൊണ്ട് ഹരിയുടെ വയറിലേക്ക് ആഞ്ഞു ചവിട്ടി. ഹരിക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നതിനാൽ അവൻ നിലത്തേക്ക് തെറിച്ചു വീണു. അവന്റെ മുകളിലേക്ക് ചാടിക്കയറി അയാൾ തലങ്ങും വിലങ്ങും ഹരിയെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടു നിന്ന കരിമാത്രക്കാരുടെ മുഖത്ത് കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടുകൂടി. ഹരിയുടെ തകർച്ചയിൽ ആവേശം കൊണ്ട മക്ബൂൽ കൈകൾ മുകളിലേക്ക് ഉയർത്തി ആർത്തട്ടഹസിച്ചു. ആ നിമിഷം മതിയായിരുന്നു. ജയിക്കാനായി മാത്രം പിറന്ന അവൻ അയാളെ തള്ളി താഴേക്കിട്ടു. വീണുകിടന്ന അയാളുടെ മുകളിലേക്ക് ചാടി ശക്തിയായി കഴുത്തിന് മുട്ടുകാലുകൊണ്ട് ചവിട്ടി ഹരിയിരുന്നു. കരിമാത്രയുടെ മണ്ണിലെ ആദ്യ ബലി ഹരിയുടെ കൈകൊണ്ടായിരുന്നു. കന്നഡ മണ്ണിലെ രാക്ഷസപ്പടയുടെ നേതാവ് ചത്തു മലച്ചു കിടന്നു. മക്ബൂലിനെ കലാപുരിയിലേക്ക് അയച്ച ഹരി ടോമിച്ചിന് നേരെ തിരിഞ്ഞു. കലിയിളകിയ കാളക്കൂറ്റിനെ പോലെയായിരുന്നു ഹരിയുടെ വരവ്. അവന്റെ ആദ്യത്തെ ഇടി വലത് കൈകൊണ്ട് തടുത്തെങ്കിലും മുഖത്തേക്ക് വന്ന പഞ്ച് ടോമിച്ചിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. വായിൽ നിറഞ്ഞ ചോര തുപ്പിക്കളഞ്ഞുകൊണ്ട് ഹരിയെ ആഞ്ഞു തള്ളി. പിന്നിലേക്ക് നീങ്ങിയ അവൻ ഒരു വട്ടം തിരിഞ്ഞ് ഇടംകാലുയർത്തി ടോമിച്ചിന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ടോമിച്ചൻ പുറകിലേക്ക് തെറിച്ചു വീണു. പെട്ടെന്നാണ് തുടരെ 3 വെടിശബ്ദം മുഴങ്ങിയത്. അബിയുടെ ടീമിലെ 3 പേരും നെഞ്ചിൽ വെടിയേറ്റ് നിലത്തേക്ക് വീണു. ഏതു ഭാഗത്തു നിന്നാണ് വെടിവന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഇതെല്ലാം കണ്ട് ബേബിക്കുട്ടി ഒരു ചിരിയോടെ സിഗരറ്റിന്റെ പുക പുറത്തേക്ക് ഊതി നിന്നു. ഹരിയുടെ കൈ വീണ്ടും ടോമിച്ചന്റെ നേരെ ഉയർന്നപ്പോൾ അടുത്ത വെടിയും പൊട്ടി. തുടരെ 2 എണ്ണം. അബിയുടെ ടീമിലെ അവശേഷിച്ച 2 പേർ കൂടി നിലത്ത് വീണു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. തന്റെ കൂട്ടാളികളുടെ മരണം കണ്ട അബി അമ്പരന്നു. നാട്ടുകാരുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. ബേബിക്കുട്ടി ഓരോ തവണ പുക വിടുമ്പോഴും ഓരോരുത്തരായി മരിച്ചു വീണു. തങ്ങളുടെ മക്ബൂലിന്റെ മരണത്തിൽ പക കയറിയ രാക്ഷസപ്പട അച്ചുവിനെ വളഞ്ഞിട്ട് വെട്ടി. ആ മനുഷ്യന്റെ ചോര കരിമാത്രയിലെ മണ്ണിലേക്ക് ഒഴുകി. അച്ചു! തങ്കച്ചൻ അലറി വിളിച്ച് മുന്നോട്ടോടി. ഗുരുമൂർത്തി അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. അച്ചുവേട്ടന്റെ മരണത്തിൽ അടിപതറിയ ഹരിയെയും അബിയെയും അമലിനെയും ടോമിച്ചന്റെ പട്ടാളം വളഞ്ഞുപൂട്ടി. അനങ്ങാനാവാതെ അവരുടെ കയ്യിൽ കിടന്നവർ പിടഞ്ഞു. അവരുടെ അടുത്തേക്ക് ഗുരുമൂർത്തിയും സംഘവും പാഞ്ഞു. വീണ്ടും തുടരെ വെടിവെച്ചുയർന്നു. ആൽമരത്തിന്റെ മുകളിൽ നിന്നും 3 പേർ നിലത്തേക്ക് വീണു. 3 പേരുടെയും നെറ്റിക്ക് തന്നെയായിരുന്നു ബുള്ളറ്റ് കയറിയിരുന്നത്. പാലത്തിൽ നിന്നിരുന്ന ബേബിക്കുട്ടി അടക്കം ടോമിച്ചന്റെ പക്ഷത്തുള്ള എല്ലാവരിലും ഞെട്ടൽ പ്രകടമായി. ഹരിയുടെയും ഗുരുമൂർത്തിയുടെയും മുഖത്ത് ചിരി തെളിഞ്ഞു. മരണം മുന്നിൽ കാണുമ്പോഴും നിന്റെ ഈ ചിരിയുണ്ടല്ലോ, അതെന്നെ ഹരം പിടിപ്പിക്കുന്നു. ഹരിയുടെ മുന്നിൽ നിന്നും ടോമിച്ചൻ പറഞ്ഞു. പിടിവിട്ടിട്ട് കിടന്ന് ചിലക്കട നായേ. അമൽ അലറിക്കൊണ്ട് ടോമിച്ചനെ നോക്കി. അമലിന്റെ മുഖമടച്ചുള്ള അടിയായിരുന്നു അവനുള്ള മറുപടി. കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് ടോമിച്ചൻ അമലിന്റെ കഴുത്തിൽ വരഞ്ഞു. ചെറിയൊരു ഞെരുക്കത്തോടെ അമൽ മുന്നോട്ട് വീണു. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ദേഷ്യം അവനിലേക്ക് ഇരമ്പിയെത്തി. തന്നെ പിടിച്ചിരുന്നവരെ തള്ളിമാറ്റിക്കൊണ്ട് അവൻ ടോമിച്ചന്റെ കഴുത്തിന് പിടിച്ച് മുന്നോട്ട് നടന്നു. അപ്പച്ചനെ ആക്രമിക്കുന്ന ഹരിയെ കണ്ട ബേബിക്കുട്ടി ദേഷ്യത്തോടെ സിഗരറ്റ് വലിച്ചെറിഞ്ഞ് മുന്നോട്ട് പാഞ്ഞു. ഹരിയെ തടയാനെത്തിയ കുണ്ടുകളെ ഗുരുമൂർത്തിയുടെ സംഘം തടഞ്ഞു നിർത്തി. മോനെ! തങ്കച്ചന്റെ വിളി കേട്ട് ഹരി തിരിഞ്ഞു നോക്കി. അവന്റെ നേരെ അയാൾ ഒരു കത്തി വലിച്ചെറിഞ്ഞു.
അത് കൈക്കലാക്കിയ ഹരി ടോമിച്ചിന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കി താഴേക്ക് വലിച്ചു. കൊല്ലങ്ങളുടെ പക ആവാഹിച്ച ആയുധം കൊണ്ട് ഹരി തന്റെ നിയോഗം നടപ്പിലാക്കി. ടോമിച്ചൻ എന്ന അതികായകൻ കരിമാത്രയുടെ മണ്ണിലേക്ക് മുഖമടച്ചു വീണു. അയാളുടെ ചോര അവിടെ മാകി ഒഴുകി. അപ്പച്ച! കരച്ചിലോടെ ഓടിയെടുത്ത ബേബിക്കുട്ടിയെ പെട്ടെന്ന് പുറകിൽ നിന്നും വന്ന ജീപ്പ് വട്ടം നിർത്തി. അവനെ പിടിച്ചു വലിച്ചകത്തിട്ട് ഒരു വട്ടം കറങ്ങി കരിമാത്രയുടെ പുറത്തേക്ക് കുതിച്ചു. ടോമിച്ചിന്റെ അവശേഷിക്കുന്ന കൂട്ടാളികളെ അബിയും കുരുമൂർത്തിയും കൂടിയെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു. കരിമാത്രക്കാരുടെ മനസ്സിൽ കുളിർമഴയായിരുന്നു. വർഷങ്ങളായി നെഞ്ചിലെ ഭാരമായി കൊണ്ടു നടന്നിരുന്ന പകവീട്ടിയ സന്തോഷം അവരിൽ നിറഞ്ഞു. പക്ഷേ അച്ചുവേട്ടൻ്റെയും അമലിൻ്റെയും വേർപാട് അവരിൽ സങ്കടക്കടലായി മാറി. തങ്കച്ചനോടി വന്ന് ഹരിയെ കെട്ടിപ്പിടിച്ചു. അയാളുടെ മുഖം സന്തോഷത്താൽ വിടർന്നിരുന്നു. പക്ഷേ മനസ്സുകൊണ്ട് ഹരി കരയുകയായിരുന്നു. സ്വന്തം സഹോദരനെ പോലെയായിരുന്നു അമൽ. പരിചയപ്പെട്ട് കുറച്ചേ ആയിട്ടുള്ളൂ എങ്കിലും അച്ചുവേട്ടൻ ഹരിക്ക് ആരൊക്കെയായി മാറിയിരുന്നു. അവരുടെ രണ്ടുപേരുടെയും മൃതദേഹങ്ങളും എടുത്ത് അവർ യോഗസ്ഥലത്തേക്ക് നടന്നു. അച്ചുവിൻ്റെ ശരീരം ചടങ്ങുകളെല്ലാം നടത്തി മറവ് ചെയ്തു. അമലിൻ്റെ ബോഡി ആംബുലൻസിൽ കയറ്റി അയച്ചു. ഹരി അബിയുടെ അടുത്തേക്കായി വന്നു. നിന്റെ അപ്പച്ചൻ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഈ മണ്ണിലുയർത്താൻ നീ ഇവിടെ വേണം, ഇവരുടെ കൂടെ. എന്തിനും കൂടെ ഞാനുണ്ടാവും. നിന്റെ ഒരു വിളിമതി, ഇവിടേക്ക് ഞാൻ പറന്നെത്തും. അബിയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഹരി മുന്നോട്ട് നടന്നു. അവനെ തങ്കച്ചൻ തടഞ്ഞു നിർത്തി. രാഘവന്റെ മോനെ എവിടേക്കാണ് ഈ മണ്ണ് വിട്ടു പോകുന്നത്? നിങ്ങൾ രണ്ടുപേരും ഇവിടെ വേണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാനിവിടെ എത്തും. പക്ഷേ ഇനിയും ചില കണക്കുകൾ തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ മണ്ണിലെത്തും. പിന്നെ മരണം വരെ ഞാനിവിടെ ഉണ്ടാവും. ഇതെൻ്റെ വാക്കാണ്, രാഘവന്റെ മകൻ്റെ വാക്ക്. ഹരി ഗുരുമൂർത്തിയുടെ നേരെ തിരിഞ്ഞ് അയാളുടെ കൈകൾ പിടിച്ചു പറഞ്ഞു. അണ്ണാ, ഞാൻ തിരിച്ചു വരുന്നതുവരെ അബിക്ക് കൂട്ടിന് അണ്ണനിവിടെ വേണം. ഹരിയുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയ ഗുരുമൂർത്തി അമർത്തിയൊന്ന് മൂളി. അവരോട് യാത്ര പറഞ്ഞ് ഹരി തൻ്റെ ബുള്ളറ്റിൽ പുറത്തേക്കിറങ്ങി. അവനെ യാത്രയാക്കാൻ ആ ഗ്രാമം മുഴുവനുമുണ്ടായിരുന്നു. പാലം കടന്ന ഹരിപതിയെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. പതിയെ ആ വാഹനം പൊടിപറത്തി മുന്നോട്ട് കുതിച്ചു. പ്രിയ കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിച്ചു. ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. നന്ദി.